ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സ് ഫസ്റ്റ് വീഡിയോ ആണിത്. ഫസ്റ്റ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽസ് അറിയുക വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും ബേസ് ഇല്ലാതെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. സോ നമ്മൾ ഈ സീരീസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി സീരീസ് ഇതിനകത്തോടെ നമ്മൾ കവർ അപ്പ് ചെയ്യുന്ന 170+ ടോപ്പിക്സ് ആണ്. ഞാൻ ഇത് മുൻപത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാൽ 170+ ടോപ്പിക്സ് നമ്മൾ കവർ അപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കവർ അപ്പ് ചെയ്യുന്ന ടോപ്പിക്കുകളെല്ലാം ഇതാണ്. സോ ഇത് റിലേറ്റഡ് ആയി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബണ്ടിലിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. സോ ഇന്ന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ്, ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസിലേക്ക് പോകാം. ഫസ്റ്റ്, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് ആൻഡ് സെല്ലിംഗ് പ്രോഡക്ട്സ് ഓർ സർവീസ് ഓൺലൈൻ. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്നൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന മാർക്കറ്റിംഗ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഓൺലൈൻ റിസോഴ്സസോ അല്ലെ ഓൺലൈൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെ ഓപ്പോസിറ്റ്, യൂസിങ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഓൺലൈനായിട്ട് നമ്മൾ പ്രൊഡക്ട്സോ സർവീസോ സെല് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ബേസിക് ആയിട്ട് പറയുന്നത്. ഇറ്റ് യൂസസ് ചാനൽസ് ലൈക്ക് സെർച്ച് എഞ്ചിൻ, സോഷ്യൽ മീഡിയ, ഇമെയിൽ ആൻഡ് വെബ്സൈറ്റ്. നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ഏതെങ്കിലും സ്ട്രാറ്റജി അല്ലെങ്കിൽ കുറേ അധികം ടെക്നിക്സുകളുണ്ട്. ബട്ട് എല്ലാ ടെക്നിക്സും ഒരേപോലെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഫുൾ പൊട്ടൻഷ്യൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന്. ഫസ്റ്റ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുക അല്ലെങ്കിൽ ലാപ്പ് മേടിച്ചപ്പോൾ നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ചെന്നതിന് ശേഷം ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, ആ പ്രൊഡക്റ്റിൻ്റെ യൂസർ റിവ്യൂ അല്ല ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്നതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ഒരു വ്യക്തി പോകുകയാണ്. ഫസ്റ്റ് ആ വ്യക്തി ആ മൊബൈൽ ഫോണൊക്കെ ഏതാണെന്ന് നോക്കി അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ പോകുന്നതിന് സ്പെസിഫിക്കേഷനിലേക്കായിരിക്കും. ബ്ലോഗ് ആർട്ടിക്കിൾസൊക്കെ റീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകൾ. വൺ ഓഫ് ദി മോസ്റ്റ് സെർച്ച്ഡ് സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. സോ സെക്കൻഡ് വൺ യൂട്യൂബാണ്, വീഡിയോ കണ്ടന്റ്. സോ ഇന്നത്തെ കാലത്ത് യൂട്യൂബും ഗൂഗിളിൽ മിക്ക ആൾക്കാർ ഒരു പ്രൊഡക്റ്റിന് സർവീസിന് എന്തിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത്. സോ യു ഷുഡ് ബി ആക്റ്റീവ് ഓൺ ദ. സെക്കൻഡ് വൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ ബ്രാൻഡിൻ്റെയോ കമ്പനിയുടെ അതോറിറ്റി എന്താണ്. നിങ്ങൾ സ്മോൾ ബിസിനസ് ആണെങ്കിൽ ലാർജ് ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ബോബി. ഇപ്പോൾ ബോബിക്കൊരു സാധാരണ ഒരു ട്രഡീഷണൽ സ്റ്റോർ ഉണ്ട്. മെൻസിനെ സ്പെസിഫൈ ചെയ്ത മെൻസിനായിട്ടുള്ള ഡ്രസ്സസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന ഈ ട്രഡീഷണൽ ഷോപ്പ് അദ്ദേഹം ഓൺലൈൻ ഷോപ്പ് ആക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബോബിനെ ഹെൽപ്പ് ചെയ്യാം. എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് ബോബിനെ എടുക്കാം. അദ്ദേഹം ഓൺലൈനിലേക്ക് അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ഷോപ്പ്, അദ്ദേഹത്തിൻ്റെ പഴയ ഷോപ്പിനെ ഓൺലൈനിലേക്ക് റീസ്ട്രക്ചർ ചെയ്യുക. എന്ന് വെച്ചാൽ ട്രഡീഷണൽ ഷോപ്പ് കളയുക എന്നല്ല, അതിനെ റീസ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ അതിലൂടെ കൂടുതൽ സെയിൽസും ലീഡ്സും ഒക്കെ കിട്ടാൻ വേണ്ടി. സോ അത് നമ്മളുടെ ബോബിനെയാണ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജെനുവിനിറ്റി, നമ്മുടെ ബ്രാൻഡിൻ്റെ ജെനുവിനിറ്റിയുടെ ബ്രാൻഡിൻ്റെ അതോറിറ്റി ബിൽഡ് ചെയ്യാൻ നമ്മൾ സോഷ്യൽ മീഡിയ മെയിൻലി ഉപയോഗിക്കാറ്. ലീഡ്സും സെയിൽസും ഒക്കെ അതിൽ നിന്ന് കിട്ടും. മറ്റ് ടെക്നിക്സിലെ മറ്റ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. ബട്ട് ഇറ്റ് മേ ടേക്ക് ടൈം. നിങ്ങൾ പെയ്ഡ് മീഡിയയിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരിക്കും. ബട്ട് നിങ്ങളൊരു ഓർഗാനിക്കൽ വേ ആ തിങ്ക് ചെയ്യുന്നെങ്കിൽ ഇറ്റ് മേ ടേക്ക് ടൈം. ഗോൾ, എന്തിനാണ് സെല് ചെയ്യുന്നത്, ആർക്കാണ് സെല് ചെയ്യുന്നത്, ടു റീച്ച് ദി റൈറ്റ് ഓഡിയൻസ്. നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ ബിൽ ബോർഡ് വെക്കണം. നമ്മൾ പലപ്പോഴും റോഡിൽ പോകുമ്പോൾ പല പരസ്യങ്ങളും കാണണം. അതിൽ കാണുന്നത് ഒരു 50% നമുക്ക് ആവശ്യമുള്ളതും 50% നമുക്ക് ആവശ്യമില്ലാത്ത, മീൻസ് 50-50 ചാൻസ് അതിനുള്ളൂ. 50-50 പോലും റിയലി ടോക്കിംഗ് ദർ ഇസ് നോട്ട്. കാരണം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ബിൽ ബോർഡ്സുകളോ പോസ്റ്റേഴ്സോ ഡിസൈൻസോ നോക്കുന്നത് കുറവാണ്. കാര്യം കൂടുതൽ ആൾക്കാർ മൊബൈൽ ഫോണിലാണ്, അല്ല അവരവരുടെ തിരക്കിൽ റഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നിടെ ഒരു ബിൽ ബോർഡ് കാണുകയോ അല്ല അത് വായിക്കാൻ സമയം മാറ്റി വെക്കുകയൊന്നും ആരും ചെയ്യാറില്ല. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് ഓഡിയൻസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ റൈറ്റ് ഓഡിയൻസ് ആരാ അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എക്സാമ്പിളിലേക്ക് ഒരു ബോബിയുടെ റൈറ്റ് ഓഡിയൻസ് ആരായിരിക്കും? സോ നമ്മുടെ ബോബിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ബോബി എല്ലാ പ്രൊഡക്ട്സും സെല് ചെയ്യാറില്ല. മെയിൻലി സ്പെസിഫൈ ചെയ്തേക്കുന്നത് മെൻസ് റിലേറ്റഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മെൻസ് റിലേറ്റഡ് ഡ്രസ്സുകളാണ്. അതിൻ്റെ അകത്ത് വരുന്ന സ്പെഷ്യലൈസേഷൻ ഫോർമൽ ഡ്രസ്സുകൾ. ഫോർമൽ ഡ്രസ്സുകൾ മാത്രമാണ് നമ്മുടെ ബോബി സെൻഡ് ചെയ്തത്. ഓക്കെ, ഈ ബോബി ഈ ഫോർമൽ ഡ്രസ്സുകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മുടെ ബോബിയുടെ മാർക്കറ്റ് ആരാണ്?
ഈ ഫോർമൽ ഡ്രസ്സ് ഇടുന്ന ആൾക്കാർ ആരൊക്കെയായിരിക്കും? മെയിൻലി ജോലിക്കാരായിരിക്കും. അത് ഒരു കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓഫീസ് ടൈപ്പ് ജോബ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഓഫീസ് അങ്ങനെ ഒരു ജോബ് ചെയ്യുന്ന നേരത്തെ കൂടുതലും ഫോർമൽസ് ഉപയോഗിക്കുന്നത്. പിന്നീട് ആരാ ഉപയോഗിക്കുന്നത്? ഇനി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു PG കോഴ്സ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു കോളേജ് ലൈഫ് ഉള്ളൊരു വ്യക്തിയായിരിക്കും. കോളേജ് മീൻസ് എല്ലാ കോളേജുകളും ഇപ്പോൾ ഫോർമൽസ് ഇടണം നിർബന്ധമില്ല. എന്നാൽ ആഴ്ചയിൽ ഒന്നൊക്കെ ഫോർമൽസ് ഇടണമെന്ന് നിർബന്ധമുള്ള കോളേജുകളും ഉണ്ട്. ഓക്കെ. സോ ബോബിയുടെ മെയിൻ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു 19 മുതൽ ഒരു 30 വയസ്സ് 35 വയസ്സ് ഇതിനിടയ്ക്കുള്ളവരാണ് മെയിൻ ടാർഗറ്റഡ് ഓഡിയൻസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 40 വയസ്സുള്ള ഒരു ഓഫീസിൽ ഉണ്ടല്ലോ, അല്ല 50 വയസ്സുള്ള ഒരു ഓഫീസിലുണ്ടല്ലോ എന്ന്. ബട്ട് ഇവർ കൂടുതലും ഒരു ഓൾഡ് സ്കൂളിലാണ്. ഒരു ട്രഡീഷണൽ മാർക്കറ്റ് കടയിൽ പോയി സാധനം മേടിക്കലാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ കുറഞ്ഞു വരാറുണ്ട്, എന്നാൽ പോലും കൂടുതൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഏർലി 30സിലും ഒരു ലേറ്റ് 20സിലും ഉള്ളവരൊക്കെ കൂടുതലും ഓൺലൈനിലൂടെയാണ് ഷർട്ടുകളും ഡ്രസ്സുകളും ഒക്കെ കൂടുതൽ വാങ്ങാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ സ്റ്റോർ ഓൺലൈൻ സ്റ്റോറാക്കി അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രൊഡക്റ്റുകളായ ഈ കാണുന്ന ഫോർമൽ ഷർട്ടുകൾ എങ്ങനെ അദ്ദേഹത്തിന് വിൽക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാന്ന് നമുക്ക് മനസ്സിലായി. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഞാൻ വേർഡ് ഓഫ് മൗത്ത് ഉപയോഗിച്ച് പറഞ്ഞു എന്നുള്ളത്. ഇൻഡെപ്ത് ആയിട്ട് കുറേ പഠിക്കാനുണ്ട്. അത് മുൻപോട്ട് വരുമ്പോൾ ലൈവായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു എങ്ങനെ നമുക്ക് റിയൽ മാർക്കറ്റ് അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഞാൻ മുൻപോട്ട് വരാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയെന്നും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു SEO പഠിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ PPC പഠിപ്പിക്കുന്നെങ്കിൽ, അപ്പോൾ SEOനെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ അതെങ്ങനെ നമുക്ക് ലൈവ് മാർക്കറ്റ് ചെയ്യാം എന്നാൽ കാണിക്കാൻ എനിക്ക് ആഗ്രഹം. മുൻപോട്ട് വരെ നമുക്ക് അതിനെക്കുറിച്ച് ബട്ട് ഫണ്ടമെൻറ്റൽസും ബേസും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഒരു വിഷൻ ഉണ്ടായിരിക്കത്തില്ല. സോ അതിനുശേഷം ബിൽഡ് ട്രസ്റ്റ്. സോ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കി അവരിലേക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. സെക്കൻഡ് തിങ്, അവരിലേക്ക് ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്കൊരു ഓൺലൈൻ പ്രോഡക്റ്റ് ഉണ്ട്, അല്ല നമ്മളിങ്ങനെ ഷർട്ടോ അല്ലെങ്കിൽ ഫോർമൽ ഷർട്ടുകൾ ഒക്കെ വിൽക്കുകയാണ്. ബട്ട് നമ്മൾക്ക് പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനികൾ ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതിനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെയിൻ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് ആരൊക്കെ വരുന്നത്? ചിലപ്പോൾ മിന്ത്ര വരാം, അല്ലെങ്കിൽ മീഷോ വരാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വലിയ വലിയ ഇ-കൊമേഴ്സ് ജയൻറ്റുകളാണുള്ളത്. സോ നമ്മൾ കൃത്യമായിട്ട് നമ്മളിപ്പോൾ അവരെ തോൽപ്പിക്കാൻ നോക്കണം. ബട്ട് ദർ മസ്റ്റ് ഈസ് സംതിങ് ദാറ്റ് ഡിഫറെൻറ്റ് ഫ്രം സ്മോൾ കോമ്പറ്റേറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ബോബിയുടെ കാര്യത്തിലേക്ക്. പിന്നെ കൺവേർട്ട് ലീഡ്സ് ഇൻറ്റു കസ്റ്റമേഴ്സ്. പിന്നെ ലീഡ്സും കസ്റ്റമേഴ്സും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലീഡ്സും കസ്റ്റമേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ലീഡ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷർട്ട്, നമ്മുടെ ബോബിയുടെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. ബോബി ഒരു ഷർട്ട് വിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോബിയുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തി ഓൺലൈൻ സ്റ്റോറിൽ വന്നതിന് ശേഷം 1-2 ഷർട്ടുകൾ ആഡ് ടു കാർട്ട് അടിച്ച് അതിന് ശേഷം വീണ്ടും വന്ന് ഷർട്ട് നോക്കിയതിന് ശേഷം പിന്നീട് മേടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ പോയി. ഈ പോയ ആളാണ് നമ്മൾ ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ്സ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഒന്നെങ്കിൽ സൈനപ്പ് ചെയ്ത് കാണും, അപ്പോൾ അദ്ദേഹത്തിന് മെയിൽ ID കിട്ടിക്കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു യുണീക്ക് ID കിട്ടിക്കാണും. അത് നിങ്ങൾക്ക് PPC അഡ്വർടൈസിങ്ങിലേക്ക് മുൻപോട്ട് വരുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും എന്താണെന്നൊക്കെ. നെക്സ്റ്റ് ആൾ വന്ന് ഓൺലൈൻ സ്റ്റോർ വിസിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ കുറച്ച് ഷർട്ടുകളൊക്കെ കണ്ട ശേഷം ഈ ഷർട്ട് പർച്ചേസ് ചെയ്തു. ഓക്കെ. ഇദ്ദേഹം ആരായി? ഇദ്ദേഹം സെയിൽസായി, എന്ന് വെച്ചാൽ സെയിൽസാണ്, ഒരു കസ്റ്റമറായി മാറി. സെക്കൻഡ് വൺ, ഈ വ്യക്തി ആരായി? ഈ വ്യക്തി ലീഡ്സായി മാറി. സോ ഇതാണ് ലീഡ്സും അതുപോലെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സെയിൽസും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് മെയിൻലി. അപ്പോൾ ഈ ലീഡ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഇദ്ദേഹം വരുമ്പോൾ കുറച്ചധികം ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് അവരെ വീണ്ടും റീടാർഗറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ലീഡ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള വ്യത്യാസം. വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറ്റേഴ്സ്. 2025 എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറ്റർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായി മാറുന്നു. ഫസ്റ്റ് തിങ്, മോർ പീപ്പിൾസ് ആർ ഓൺലൈൻ ദാൻ എവർ ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മെയിൻലി എന്താണ് അവിടെ സംഭവിച്ചത്? ആഫ്റ്റർ കോവിഡിന് ശേഷം നമുക്ക് ടൈമില്ല, അല്ലെ ടൈം കുറഞ്ഞെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതിന് സയൻറ്റിഫിക്കലായിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് തിയറീസ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സൂര്യൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കൂടി എന്നൊക്കെ. ബട്ട് റിയലി അതാണ് അവിടെ ഹാപ്പൻ ചെയ്തത്. ഭൂമിയുടെ കറക്കുന്ന സ്പീഡ് കൂടി ഇല്ല, ദാറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്. നമ്മൾ അന്നും ഇന്ന് ഉപയോഗിക്കുന്ന ഒരേ ക്ലോക്കാണ്, ഒരേ ബാറ്ററിയാണ്. സോ വാട്ട് ഡസ് മാറ്റേഴ്സ് ദെയർ, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ സ്പീഡ് കൂടി. കോവിഡ് ടൈമിൽ ഞാൻ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം കളിക്കാൻ പോലെ പഠിക്കും, ദാറ്റ്സ് ഓൾ ഹാപ്പൻസ് ദെയർ. ബട്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം വീട്ടിൽ വന്നുകൊണ്ട് മൊബൈൽ ഫോൺ എടുക്കുന്നു, ഇത് കഴിച്ചുകൊണ്ട് ഫോൺ തോണ്ടാൻ തുടങ്ങും. ടൈം ഈസ് കില്ലിങ് ദെയർ.
സോ കൂടുതൽ ആൾക്കാർ ഓൺലൈനിലേക്ക് വരും. യങ്ങർ ഏജ് ആൾക്കാരാണ് കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മാതാപിതാക്കൾ കൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് മൊബൈൽ എടുത്ത് വെക്കാൻ. ബട്ട് ഇപ്പോൾ ദേ ആർ യൂസിങ് മൊബൈൽ ഫോൺ മോർ ദാൻ എസ്. മൊബൈൽ ഫോൺ എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ അതിന് വലിയൊരു താങ്ക്സ് നമുക്ക് ജിയോയിന് പറയണം. കാര്യം ജിയോ ആണ് ഇന്ത്യയിൽ വലിയൊരു ഇൻ്റർനെറ്റ് റവല്യൂഷൻ ഉണ്ടാക്കാൻ കാരണം എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അത് വളരെയധികം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ടെക്നിക്കൽ സൈറ്റ്സിലോട്ടൊന്നും പോകുന്നില്ല. സോ ഫസ്റ്റ് പോയിന്റാണ് മോർ പീപ്പിൾസ് ആർ ഓൺലൈൻ ദാൻ ബിഫോർ. So why are you not changing your business or service to online? That is an important question to be asked to you. So next one, business cannot target specific audience cost effectively. നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് വലിയൊരു കുഴപ്പമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ബിൽ ബോർഡ്സ് വെക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിനടുത്തൊരു ബിൽ ബോർഡ് വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബോബിയുടെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. ബോബിക്കുണ്ടായിരുന്ന ഷോപ്പ് ആ ട്രഡീഷണൽ ഷോപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറയാം. ഈ ട്രഡീഷണൽ ഷോപ്പിൻ്റെ ഒരു ബിൽ ബോർഡ് ഒരു റോഡ് സൈഡിൽ വെച്ചേക്കുകയാണ്. ബട്ട് എത്ര പേരത് വായിക്കും, എത്ര പേര് കാണും? ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബസ് കയറുന്നത് സ്കൂളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പാണ്. ഏറ്റവും കൂടുതൽ ബസ് കയറുന്ന സ്കൂളിലുള്ള പിള്ളേരാണ്, 15 വയസ്സിൽ താഴെയുള്ളവർ. സോ അവരിത് മേടിക്കും ഇല്ല. കാര്യം മോസ്റ്റ് പ്രോബബിളി 18 വയസ്സിൽ താഴെ ഇന്ത്യയുടെ കണക്കനുസരിച്ച് അവരുടെ ബൈയിങ് പവർ വളരെയധികം കുറവാണ്. സോ അവരത് മേടിക്കത്തില്ല. ജസ്റ്റ് വളരെ യൂസ്ലെസ് ആയിട്ടൊരു അഡ്വർടൈസിങ് മെത്തേഡ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മെത്തേഡാണത്. സോ അതിന് പകരമായിട്ട് ഇപ്പോൾ ഓൺലൈനിലേക്ക് വരികയാണ്. ഓൺലൈനിലേക്ക് നമുക്ക് സ്പെസിഫൈ ചെയ്ത ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. സ്പെസിഫൈ ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്ത് കോസ്റ്റ് വളരെയധികം കുറയ്ക്കാനും സാധിക്കും. പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ പെയ്ഡ് മീഡിയ ഉപയോഗിച്ചാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കുറേ അധികം പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മെറ്റ ആഡ്സ് ഉപയോഗിക്കാം, ഗൂഗിൾ ആഡ്സ് ഉപയോഗിക്കാം, എക്സ് ഉപയോഗിക്കാം. വേറെ സോ മച്ച് ഓഫ് കൃത്യമായിട്ട് ലൊക്കേഷൻ ബയാസിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കട കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലുള്ളവരെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്ത് നമുക്ക് പരസ്യം റൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ കൃത്യമായിട്ടുള്ള റൈറ്റ് ഓഡിയൻസ്, നമ്മൾ ആദ്യം ഒരു ഓഡിയൻസ് ഗ്രൂപ്പ് പറഞ്ഞ് ഒരു 19 മുതൽ ഒരു 30 വയസ്സ് വരെയുള്ളവരാണ് റൈറ്റ് ഓഡിയൻസ്. സോ ഇവരെ മാത്രം നമുക്ക് കാണിക്കാം. പിന്നെ ഇതൊരു മെൻ സ്റ്റോറാണ്. മെൻ സ്റ്റോറിനെ വെച്ച് നമുക്ക് വുമൻസിനെ കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് മെൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാം. കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം. പിന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് എനേബിൾസ് മെഷറബിൾ റിസൾട്ട്സ് ആൻഡ് പെർഫോമൻസ് ട്രാക്കിംഗ്. സോ നമ്മൾ പറഞ്ഞു നമുക്കിനകത്ത് മെഷറബിൾ ആയിട്ടുള്ള റിസൾട്ട്സുകൾ കിട്ടും. നമുക്ക് റിസൾട്ട്സ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബോബി ഒരു ബിൽ ബോർഡാണ് ഉപയോഗിച്ച് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബിൽ ബോർഡ് കണ്ടത് ആരൊക്കെയാണെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ വഴിയിലൂടെ പോകുന്ന ഒരു 60 വയസ്സുകാരനും അതേപോലെ ഒരു 30 വയസ്സുകാരനും ഈ ബോർഡ് കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ ആരാണ് കണ്ടത്, അല്ല ആരാണ് ഇത് ഒരു അനലൈസ് ചെയ്തത് എന്ന് പറയാൻ സാധിക്കുക ഇല്ല. അതിനുള്ള മെയിൻ കാരണം എന്താണ്? നമുക്ക് അതിനുള്ള അനാലിറ്റിക്കൽ ഡാറ്റാസ് ഒന്നും നമുക്കൊരു ബിൽ ബോർഡിൽ നിന്ന് കിട്ടാറില്ല. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് ഒരു അനലിറ്റിക്കൽ ഡാറ്റാസ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആഡ്സ് റൺ ചെയ്യുക, ആരൊക്കെ നമ്മുടെ ആഡ് കണ്ടത്? 30 വയസ്സുള്ളവരാണ് ടാർഗറ്റ് ചെയ്ത് ആഡ്സ് റൺ ചെയ്തത്. പക്ഷെ നമുക്കതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ നമുക്കതിനകത്ത് ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കിയപ്പോൾ ഒക്കെ മനസ്സിലായി കൂടുതൽ നമ്മുടെ ഷർട്ട് ബൈ ചെയ്യുന്നത് ഒരു 23 വയസ്സിനും അതേപോലെ 28 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു വ്യക്തികളാണ് എന്ന് നമുക്ക് കുറച്ച് നാൾ ആഡ്സ് റൺ ചെയ്തപ്പോൾ മനസ്സിലായി. സോ നമുക്ക് അടുത്ത പ്രാവശ്യം ആഡ്സ് റൺ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ഓഡിയൻസ് ഇത്തിരി സെഗ്രിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 19 മാറ്റി നമുക്കൊരു 22ലേക്ക് കൊണ്ടുവരാം, 30 മാറ്റി നമുക്ക് 29 അല്ലെങ്കിൽ 28ലേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ റൈറ്റ് ഓഡിയൻസ് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ കുറച്ച് ഏറ്റവും പൊട്ടൻഷ്യൽ ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ബയാസിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻട്രസ്റ്റ് ബയാസിൽ നമുക്ക് എങ്ങനെ ടാർഗറ്റ് ചെയ്യാന്നൊക്കെ ഇത്തിരി ടെക്നിക്കൽസ് ആണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തരുന്നതും ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് മെയിൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ്. സോ ഡിജിറ്റൽ മാർക്കറ്റിന് കുറേ അധികം ടൈപ്സ് അല്ല, കുറേ അധികം രീതി നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് എല്ലാം കൂടെ കറക്റ്റായിട്ട് വരുമ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോന്നും ഓരോ ടൈപ്പായിട്ട് നമുക്ക് കോണ്ടന്റ് മാർക്കറ്റിംഗ്, SEO, PPC, സോഷ്യൽ മീഡിയ, ഇമെയിൽ, വീഡിയോ മാർക്കറ്റിംഗ്, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഏഴെണ്ണം എഴുതി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് എല്ലാം കൃത്യമായിട്ട് എന്തൊക്കെ ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ഫണ്ടമെന്റൽസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഫണ്ടമെന്റൽസ് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ യൂട്യൂബിൽ അവൈലബിൾ ഉള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആണ് ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് 7 ടോപ്പിക്സ് കവർ അപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്സ്, ഫണല്, കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ്, മാർക്കറ്റ് റിസർച്ച്. അത് കഴിഞ്ഞ് നമ്മൾ SEO എന്ന ടോപ്പിക്കുകളിലേക്ക് പോയിട്ടുണ്ട്. SEOയിലേക്ക് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് വീഡിയോസ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും വളരെയധികം ഈ ബണ്ടിൽ. ഈ ബണ്ടിൽ വേണമെങ്കിൽ ആ താഴെ ഒരു ലിങ്ക് കൊടുത്ത ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. എന്തൊക്കെ ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതിൽ കൂടുതലുമുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. PPC അഡ്വർടൈസിങ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്,
കണ്ടന്റ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, നെക്സ്റ്റ് വൺ വീഡിയോ മാർക്കറ്റിംഗ്, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ CRO എന്ന് പറയും, വെബ് അനലറ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ആൻഡ് ഫണൽ ബിൽഡിംഗ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ മൊബൈൽ മാർക്കറ്റിംഗ്, എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ, ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മൊബൈൽ ഫോൺ ത്രൂ മാർക്കറ്റ്, പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, എല്ലാം AI ടൂളാണ്. AI ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം, ഇ-കൊമേഴ്സ് ആൻഡ് ലാസ്റ്റ് ഒരു കരിയർ പാത്താണ്. നിങ്ങളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നതും ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈ ബണ്ടിൽ വേണേൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ബണ്ടിൽ എന്ന്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ ടൈപ്സ് പറഞ്ഞപ്പോഴാണ് അതിലോട്ട് പോകാം. സോ നമുക്ക് ഇനി ഓരോ ടൈപ്സിലേക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് പോകാം. ഫസ്റ്റ് വൺ കോണ്ടന്റ് മാർക്കറ്റ്. അപ്പോൾ കോണ്ടന്റ്, അപ്പോൾ നമ്മുടെ ബോബിയുടെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. അപ്പോൾ ബോബി ഓൺലൈൻ ഓൺലൈൻ സ്റ്റോർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ബോബിക്ക് ഫസ്റ്റ് എന്താണ് വേണ്ടത്? ബോബി നീഡാണ് വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. ആ വെബ്സൈറ്റ് ബ്ലോഗുകൾ റൈറ്റ് ചെയ്യാൻ ബോബി ശ്രമിക്കണം. സോ നമ്മുടെ ബോബിയുടെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മുടെ ബോബി ആ ഒരു വെബ്സൈറ്റ് കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ച്. സോ ബോബി അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ സ്റ്റോറേജുകൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ബോബി എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഔട്ട്സോഴ്സ് ചെയ്യുക. ഔട്ട്സോഴ്സ് ചെയ്യുന്ന എങ്ങനെ? ഒരു കമ്പനിക്കാരെ പോയി കാണുക, എനിക്കൊരു വെബ്സൈറ്റ് വേണം എന്ന് പറയുക. അപ്പോൾ അവർ ഇത്ര രൂപ എനിക്ക് വേണം, എന്നിട്ട് ആ പൈസ കൊടുക്കുക, വെബ്സൈറ്റ് വേണം. സെക്കൻഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ബിൽഡ് ചെയ്യുക എന്നാണ്. സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്നാണ്. വളരെ എളുപ്പമായിട്ടുള്ള കാര്യം. അപ്പോൾ ഡൊമൈനും ഹോസ്റ്റിങ്ങും മേടിക്കുക. ഒരു ഡൊമൈൻ ഓൾമോസ്റ്റ് 150 രൂപ അറൗണ്ട് ഒരു ഡൊമൈന് വരുന്നുള്ളൂ. സോ ഒരു ഡൊമൈനും കാര്യങ്ങളൊക്കെ മേടിക്കുക. ഡൊമൈൻ മേടിക്കുക, അതിനുശേഷം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക. വേർഡ് പ്രസ് ഉപയോഗിക്കാം. വേർഡ് പ്രസ് വൺ ഓഫ് ദി ഫ്രീ ആൻഡ് മോസ്റ്റ് യൂസർ കൺവീനിയൻറ്റ് CRM സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബണ്ടിലിനകത്ത് SEOയ്ക്കകത്ത് ഇവിടെയായിട്ട് വേർഡ് പ്രസ് വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നൊരു വലിയൊരു വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്. അറൗണ്ട് ഒരു 4 or 5 hours ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ഇത് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ബട്ട് നമ്മളിത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടൊരു ബണ്ടിൽ എന്ന രൂപേണ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകുന്ന രൂപേണ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ആണ്. സോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ശേഷം വെബ്സൈറ്റിന് ട്രാഫിക് കൊണ്ടുവരണം. സോ നിങ്ങൾ വിചാരിക്കുക എല്ലാ ബിസിനസ്സിനും വെബ്സൈറ്റ് ആവശ്യമായിട്ടുള്ളൊരു കാര്യം ആണോ എന്ന്? ഒബിയസ്ലി അല്ല. ഒരു പ്ലംബിംഗ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഒരു വെബ്സൈറ്റിന് ആവശ്യകത അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ജെനുവിനിറ്റി, ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാകുകയാണ് വളരെയധികം നല്ലൊരു കാര്യം തന്നെയായിരിക്കും. സോ ആദ്യം ഒരു വെബ്സൈറ്റ് ബോബി ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് ആ വെബ്സൈറ്റ് എന്താണ് ഇനി ചെയ്യേണ്ടത്? ആ വെബ്സൈറ്റ് നല്ല നല്ല ആർട്ടിക്കിൾസുകളും അല്ല ബ്ലോഗുകളും കാര്യമൊക്കെ റൈറ്റ് ചെയ്യുക. സോ നല്ല നല്ല ബ്ലോഗും ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ബോബി ഇതിനകത്ത് റൈറ്റപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങി. ഇതിൻ്റെ പേരാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന്. അപ്പോൾ അദ്ദേഹം ബ്ലോഗുകൾ റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് പോഡ്കാസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അല്ല അത് റിലേറ്റഡ് ഇമേജ് അട്രാക്റ്റീവ് ഇമേജുകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ കോണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്ലോഗ് റൈറ്റ് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം, 5 മസ്റ്റ് ഹാവ് ഷർട്ട് കോമ്പിനേഷൻ ഇൻ യുവർ കബോർഡ് എന്നൊരു ബ്ലോഗ് അദ്ദേഹം റൈറ്റ് ചെയ്തു. ആ ഒരു കീവേഡ്സുകൾ ഇൻട്രസ്റ്റ് ചെയ്ത ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് വരികയും ഈ കോണ്ടന്റ് കാരണം വെബ്സൈറ്റിലേക്ക് വരിക, അങ്ങനെ അദ്ദേഹം ഷർട്ടുകളും അതിലെ ഡ്രസ്സുകളും വിറ്റുപോകാനും സാധ്യതയുണ്ട്. സോ അതാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. ദി ഗോൾ ഈസ് ടു ഇൻഫോം, entertain or solve problem for the audience. ബെസ്റ്റ് 5 ഷർട്ട് മസ്റ്റ് ഹാവ് ഇൻ യുവർ കബോർഡ് എന്ന് പറയും. അപ്പോൾ ഒരു ഫോർമലായുള്ള 5 ഷർട്ടിനെ കുറിച്ച് നമ്മൾ ഇൻഫോർമേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. എൻ്റർടൈൻ ചെയ്യുക. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് ബേസ് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഒരാൾ ഒരു ഫോർമൽ ഷർട്ടിനായിട്ട് തിരക്കുകയാണ്. അപ്പോൾ അത് എവിടെ തിരക്കണം, എങ്ങനെ തിരക്കണം എന്നറിയാമല്ലോ. സോ നിങ്ങൾ അവിടെ ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ സെർച്ച് റിസൾട്ട് ഒന്നാമത് വരികയില്ല. നിങ്ങളുടെ വീഡിയോസ് അവർ മുൻപ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവർ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പ്രോബ്ലം സോൾവറായി മാറി. സെക്കൻഡ്, നെക്സ്റ്റ്, കണ്ടന്റ് ഹെൽപ്സ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് എൻഗേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. കാര്യം നിങ്ങൾ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളോടുള്ള ട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെയിൻ എക്സാമ്പിൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. നിങ്ങളൊരു പുതിയ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ ഫോൺ മേടിക്കുന്ന മുമ്പ് നിങ്ങൾ എത്ര റിവ്യൂസും യൂസർ റിവ്യൂസും അതേപോലെ അതിനെക്കുറിച്ചുള്ള ബ്ലോഗുകളും വായിക്കാറുണ്ട്. സോ ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിക്കുന്ന മുമ്പ്
മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യും. സോ നിങ്ങൾ നിങ്ങളുടേതായ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഓഡിയൻസ് അല്ലെങ്കിൽ ലീഡ്സിന് നിങ്ങളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു അതോറിറ്റി അല്ലെങ്കിൽ ട്രാഫിക്കും എൻഗേജ്മെന്റ് ഡ്രൈവ് ചെയ്തെടുക്കാനും സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സോ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വളരെ കോമൺ ടേമാണ്. പലരും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ SEO ആണ് എന്ന് പറയാറുണ്ട്. സോ നമ്മുടെ ബോബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ബോബി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ വെബ്സൈറ്റിൻ്റെ അകത്ത് നല്ല നല്ല ബ്ലോഗ് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് ട്രാഫിക് ബോബിയുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ബട്ട് ഇവിടെ വളരെയധികം ഞാൻ വൈഡായിട്ട് പോകുന്നില്ല, എന്നാൽ പോലും ഇപ്പോൾ ബോബി അദ്ദേഹത്തിൻ്റെ സ്റ്റോർ, അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഓൺലൈൻ സ്റ്റോർ അല്ലെങ്കിൽ വെബ്സൈറ്റിന് വേണ്ടി കീവേഡ് റിസർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ കീവേഡ് റിസർച്ച് എന്ന് വെച്ചാൽ ഒരാൾ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ മെൻസ് സ്റ്റോർ അല്ലെങ്കിൽ മെൻസ് ഡ്രസ്സസ് അല്ലെങ്കിൽ മെൻസ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അതോറിറ്റിയുള്ള വെബ്സൈറ്റുകൾ മീഷോ, മിന്ത്ര പോലത്തെ വെബ്സൈറ്റുകളെ ഇതായിരിക്കും ഒന്നാമത് റാങ്ക് ചെയ്യാൻ സാധ്യത. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ലോങ് ടെയിൽ കീവേഡുകൾ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറവുള്ള കീവേഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഒരു കീവേഡ് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, ഇതിൻ്റെ വോളിയം ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു വിടുകയാണ്. ബെസ്റ്റ് ഫോർമൽ ഷർട്ട്സ് ഷോപ്പ് ഇൻ കേരള എന്നൊരു കീവേഡ് അദ്ദേഹം ബോബി കണ്ടുപിടിച്ചു. സോ ഇതിനു വേണ്ടി റാങ്ക് ചെയ്യുകയാണ്. ഇതിനുള്ള കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ ബോബിയുടെ വെബ്സൈറ്റ് ഒന്നാമതായിട്ട് റാങ്ക് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഓർഗാനിക്കലി ട്രാഫിക് ബോബിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓർഗാനിക് എന്ന് വെച്ചാൽ ₹1 പോലും ചിലവാക്കാതെ ബോബിക്ക് ബോബിയുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ബിൽഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നത് ആയിരിക്കും. പിന്നെ എഫക്റ്റീവ് SEO ബ്രിങ്സ് ഇൻ ടാർഗറ്റഡ് ട്രാഫിക്. നമ്മൾ ചുമ്മാ ബോർഡായിട്ടുള്ള ആൾക്കാർ നമ്മൾ വാരി വലിച്ച് ഒരു ബന്ധമില്ലാത്തപ്പോൾ നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസ് പറഞ്ഞ് 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സിന് അറൗണ്ട് താഴെയുള്ള വ്യക്തികൾ. അപ്പോൾ നമുക്കൊരു 60 വയസ്സുകാരനെ ഒരു 80 വയസ്സുകാരിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ട്രാഫിക് എന്താണ്? 30-35 വയസ്സ് താഴെയുള്ള ആൾക്കാരും മെൻസ് അല്ലെങ്കിൽ ആണുങ്ങളെയാണ് നമുക്ക് വേണ്ടത്. സോ കൃത്യമായിട്ട് ടാർഗറ്റ് നിങ്ങൾ SEO സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് ഓർഗാനിക്കലി കുറേ ട്രാഫിക് ബിൽഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഓർഗാനിക്കലി സെയിൽസും ലീഡ്സും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് SEO. നെക്സ്റ്റ് വൺ ഈസ് PPC. പിന്നെ SEOയെക്കുറിച്ചൊക്കെ ബോർഡായിട്ട് പോകണം. ഓൺ പേജ് SEO ഉണ്ട്, ഓഫ് പേജ് SEO ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, ലോക്കൽ ഉണ്ട്. പിന്നെ പുതിയതായിട്ട് GEO, AEO പോലത്തെ SEO ടേംസുകളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ബോർഡായിട്ട് നമ്മുടെ മുൻപോട്ടത്തെ വീഡിയോകളിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ബണ്ടിലിനകത്ത് ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് PPCയിലെ പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ എന്തെങ്കിലും സെർച്ച്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. സോ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ എന്ന് അടിച്ചു കൊടുത്ത് മൊബൈൽ ഫോൺ അടിച്ച് ഇവിടെയായിട്ട് നിങ്ങൾക്ക് സ്പോൺസേർഡ് എന്ന് പറഞ്ഞ സാധനം കാണാൻ സാധിക്കും. സ്പോൺസേർഡ്, ഇതാണ് PPCയിലെ പേപ്പർ ക്ലിക്ക് എന്ന് പറയും. ഇതിന് വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പരസ്യം കാണുന്നുണ്ട്. പക്ഷേ ഈ പരസ്യം കാണുന്നുണ്ട് കമ്പനിക്കാർക്ക് ₹1 പോലും നഷ്ടം, ₹1 പോലും ചിലവുണ്ടാകുന്നില്ല, ₹1 പോലും കമ്പനിക്കാരുടെ നിന്ന് പോകുന്നില്ല. സോ ബട്ട് നമ്മൾ ഈ പരസ്യത്തിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ പരസ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? സോ ഈ കീവേഡ് അവർ ബിഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബിഡ് ചെയ്ത് എത്ര എമൗണ്ട്, ആ എമൗണ്ട് ഇപ്പോൾ പോയിട്ടുണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്തപ്പോൾ. സോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന 1-2 റിസൾട്ട് അവിടെ സൈഡിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് PPCയിലെ പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സോ നമ്മുടെ ഒരു ഓഡിയൻസ്, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആണെന്ന് വിചാരിക്കും. 100 പേരിലേക്ക് നമ്മൾ ചെയ്ത പരസ്യം കാണിച്ചു എന്ന് വിചാരിക്കും. നമുക്ക് ₹1 പോലും അവിടെ കോസ്റ്റ് വരാൻ പോകുന്നില്ല. ബട്ട് ആ 100-ൽ എത്ര പേര് നമ്മുടെ പരസ്യത്തെ ക്ലിക്ക് ചെയ്തു? ഒരു 30 പേര് നമ്മുടെ പരസ്യത്തെ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ 40 പേര് നമ്മുടെ പരസ്യത്തെ ക്ലിക്ക് ചെയ്തു, ₹40 നമുക്ക് കോസ്റ്റ് ആകുന്നത്. ഓക്കെ, ആൾക്കാർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ ആകത്തുള്ളൂ. സോ 40 ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. സോ എത്ര രൂപയാണ് ഒരു കീവേഡിന് കോസ്റ്റ് ആകുന്നത് എന്നതൊക്കെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ വീഡിയോസ് ചെയ്യാം. യൂസ്ഫുൾ ഫോർ ഗെറ്റിംഗ് ക്വിക്ക് ട്രാഫിക് വൈൽ SEO ബിൽഡിങ്. സോ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ട്രാഫിക്കാണ് വേണ്ടത്, നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് സെയിൽസോ ലീഡ്സോ വേണ്ടത്, നിങ്ങൾക്ക് PPC അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കിത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ബോത്ത് SEO ആൻഡ് PPC അഡ്വർടൈസ്മെൻറ്റ് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുകയാണ് നല്ലത്. ചെറിയ ഒരു ബിസിനസ്സാണ്, സ്മോൾ ബിസിനസ്സാണ് എന്ന് വിചാരിച്ച് നിങ്ങളൊരു ചെറിയൊരു ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുക. ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബിസിനസ്സും കൂടെ അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ബിസിനസ്സാണ്, വളരെ ചെറിയ ലോക്കൽ ബിസിനസ്സാണോ റൺ ചെയ്യുന്നത്, നിങ്ങൾക്ക് അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഡൊമൈൻ അതോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ കീവേഡിന് വലിയ രീതിയിൽ ഇപ്പോൾ ആ കീവേഡ് സെർച്ച് ചെയ്യും, നിങ്ങളുടെ കമ്പനിയുടെ പേരാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളായിരിക്കും ഒന്നാമത് വരാൻ സാധ്യതയുള്ളൂ. അതിന് പ്രത്യേകിച്ച് കീവേഡ് ബൈ ചെയ്യേണ്ട ആവശ്യകതയൊന്നും വരുന്നില്ല. ബട്ട് നിങ്ങളൊരു സ്പെസിഫിക് കീവേഡ്, ഒരു ലോങ് ടെയിൽ കീവേഡ് ആകട്ടെ, ഒരു ഷോർട്ട് ടേം ആകട്ടെ, ഒരു കീവേഡ് നിങ്ങൾ ബൈ ചെയ്യുകയാണ്, ആ കീവേഡ് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നാമത് വരണം എന്നാണെങ്കിൽ ആ കീവേഡ് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മുന്നോട്ട് വരാൻ പറഞ്ഞു.
നെക്സ്റ്റ് ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്നതും അല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ മേലാത്തതും ആയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് എങ്ങനെ നിങ്ങളൊരു സർവീസോ എങ്ങനെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിലൂടെ വിൽക്കണം, അല്ല ഓൺലൈനിലൂടെ ഇപ്പോൾ ബോബിയുടെ കാര്യത്തിലേക്ക് വരും. ബോബി അദ്ദേഹം ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് ഓൺലൈനിൽ സെല് ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഫസ്റ്റ് തിങ് ഒരു ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണം യൂട്യൂബ് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആസ് പെർ ബോബിയുടെ ബിസിനസ് പ്രകാരം. സോ നിങ്ങളുടെ ബിസിനസ് എന്താണ് അതിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഹൈ പേയിങ് ബിസിനസ്സാണ്, ഒരു ബിസിനസ് ഓണേഴ്സിനെ ടാർഗറ്റ് ചെയ്യണേ, യുവർ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് എക്സ് ആൻഡ് ലിങ്ക്ഡിൻ. എക്സും അത് ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ ഇത്തിരി കൂടെ ബൈയിങ് പവർ ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ റിലേറ്റഡ് വീഡിയോസ് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പോകാം. സോ ഹി എൻഗേജസ് യൂസേഴ്സ് ആൻഡ് ബിൽഡ് എ കമ്മ്യൂണിറ്റി അറൌണ്ട് ഹിസ് ബ്രാൻഡ്. സോ ബോബിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ബോബി പുതിയ പ്രൊഡക്റ്റ് അല്ലെ പുതിയൊരു ഷർട്ട് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയ റീലോ അല്ലെ ടെസ്റ്റിമോണിയൽ വീഡിയോസോ അല്ല അതിനെക്കുറിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോഗ് പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയുണ്ടായി. 5 മസ്റ്റ് ഹാവ് ഫോർമൽ ഷർട്ട്സ് ഇൻ യുവർ കബോർഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അങ്ങനെ എൻഗേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സായി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സായി, കുറച്ച് കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് ബോബി ഒരു സ്റ്റോറിയോ പോസ്റ്റ് ചെയ്തതാണ്, പുതിയ ഷർട്ടിൻ്റെ കളക്ഷൻസ് വന്ന് ഒരു 50% ഓഫ് നമ്മൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് അത് ബൈ ചെയ്യാൻ കാര്യം ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോണ്ടന്റ് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ് ബോബിയുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്ലാറ്റ്ഫോം ഓഫേഴ്സ് ടാർഗറ്റഡ് അഡ്വർടൈസിങ് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ലൊക്കേഷൻ എക്സെട്ര. സോ ബോബി ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഓർഗാനിക് മാർക്കറ്റിംഗ് രീതിയിലാണ്. സോ ബോബിക്ക് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ട്. സോ ബോബി കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, കുറച്ച് ആഡ്സ് റൺ ചെയ്യാൻ തീരുമാനിച്ചു. സോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ബോബിയുടെ കാര്യത്തിലേക്ക് വരെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക മെറ്റാഡ്സ് റൺ ചെയ്യുക. കാര്യം മോസ്റ്റ് പ്രോബബ്ലി അദ്ദേഹത്തിൻ്റെ ഓടിച്ച് മെറ്റയിലാണ് ഉള്ളത്. പിന്നെ വേണമെങ്കിൽ സ്നാപ്പ് ട്രൈ ചെയ്യാം. മോസ്റ്റ് പ്രോബ്ലി യൂത്ത് ഓഡിയൻസ് ആണ് അതിൽ ഉള്ളത്, എന്നാൽ അത് ട്രൈ ഔട്ട് ചെയ്യാൻ കൃത്യമായിട്ട് ഏജ് വെച്ച് ടാർഗറ്റ് ചെയ്ത്. പിന്നെ ലിങ്ക്ഡിൻ വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ കാര്യം കൂടുതൽ ഫോർമൽ ഡ്രസ്സ് അല്ല കൂടുതൽ പ്രൊഫഷൻസ് ഉള്ള ലിങ്ക്ഡിനാണ്. ബട്ട് അതിൻ്റെ അകത്ത് അത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഡ്രസ്സൊന്നും അങ്ങനെ ലിങ്ക്ഡിനിലൂടെ ആഡ്സ് റൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യാൻ സാധിക്കും. മെറ്റ ആഡ്സ് ഉപയോഗിച്ച് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ്സ് റൺ ചെയ്യാനും സാധിക്കും. ആഡ്സ് റൺ ചെയ്യുമ്പോൾ വളരെ ടാർഗറ്റ് ഓഡിയൻസ് ആദ്യം പറഞ്ഞ് ആ ടാർഗറ്റ് ഓഡിയൻസിന് ലൊക്കേഷൻ ബയാസിലും അത് ഇൻട്രസ്റ്റ് ബേസിലും. ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം, ഇപ്പോൾ ഓഫീസ് ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കൊടുക്കുക, അല്ല വർക്കിംഗ് പ്രൊഫഷൻസ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ കീവേഡിൽ ആ ഒരു കുറേ റിലേറ്റഡ് വീഡിയോസ് കാണുന്നവരിലേക്ക് ആഡ്സ് കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് സർവീസ് വിറ്റുപോകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. സോ നെക്സ്റ്റ് ആണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് മോസ്റ്റ്ലി യങ് ഓഡിയൻസ് അധികം ആരും ഉപയോഗിക്കാറില്ല ഇമെയിൽ. ഇപ്പോൾ ഒരു 18 വയസ്സ് താഴെയുള്ളവരായി വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഉപയോഗിച്ചിട്ട് കുറേ നാളായി കാണും. ബട്ട് നിങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞവരാണ്, ഒരു ഓഫീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടൈപ്പ് ജോബാണ് നിങ്ങൾക്കുള്ളത് എന്നെങ്കിൽ, അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇമെയിലുകൾ ഉപയോഗിക്കാറുണ്ട്. കാര്യം നിങ്ങളിപ്പോൾ ജോബിനായിട്ട് സെർച്ച് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും ലിങ്ക്ഡിൻ, ഇൻഡീഡ്, ഗ്ലാസ്ഡോർ തുടങ്ങിയ പ്ലാറ്റ്ഫോം എന്താണ് മെയിൽ ഉപയോഗിച്ചാണ് മോസ്റ്റ് പ്രോബബ്ലി ജോബും അതിൻ്റെ ഓഫർ ലെറ്റർ എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. സോ ഇമെയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനായിട്ടൊരു റേഷ്യോ എന്ന രീതിയിൽ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കാണിച്ചു തരാം. ഇമെയിൽ ഇതാണ് ഇമെയിൽ മാർക്കറ്റിംഗിന് ഒരു ആവറേജ് ROI എന്ന് പറയുന്നത്. $36 ഫോർ എവരി $1 സ്പെൻഡ്. $1 നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ $36 ആണ്. $1 സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് $36. ഇമെയിൽ മാർക്കറ്റിംഗ് വളരെയധികം ഇമ്മൻസ് പൊട്ടൻഷ്യലുള്ള കാര്യമാണ്. സോ ബോബിയുടെ എക്സാമ്പിളിലേക്ക് നേരെ ബോബി ബ്ലോഗുകൾ റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ലെറ്ററിൻ്റെ അകത്ത് കുറേയധികം മെയിൽ IDs കാണും. ഈ മെയിൽ IDസിലേക്ക് വീക്കിലി ഒരു ഓഫർ അയക്കും. അപ്പോൾ നമ്മുടെ ഒരു പുതിയ ഷർട്ട് വന്നിട്ടുണ്ട്, ആ ഷർട്ട് 50% ഓഫ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സെയിൽസ് പിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ അല്ലാതെ ഇമെയിൽ സ്ക്രാപ്പിംഗ് പോലത്തെ ടെക്നിക്സുകൾ ഉപയോഗിച്ച് ഇൻട്രസ്റ്റഡ് ഓഡിയൻസെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിലും ചെയ്യാം. ബട്ട് അത് ഇത്തിരി വലിയൊരു ബൈയിങ് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇമെയിൽ സ്ക്രാപ്പിംഗ് ഉപയോഗിച്ച്. ഇമെയിൽ സ്ക്രാപ്പിംഗ് എന്താണെന്നൊക്കെ നമുക്ക് ഭാവിയിൽ വീഡിയോ ചെയ്യാവുന്നതായിരിക്കും. യൂസ്ഡ് ഫോർ അപ്ഡേറ്റ്, പ്രൊമോഷൻ ആൻഡ് കൺവേർട്ടിംഗ് ലീഡ്സ്. ഓക്കെ, ഇവിടെ പറഞ്ഞ നമ്മൾ അപ്ഡേറ്റ്സ്, ഇപ്പോൾ പുതിയ ഏതെങ്കിലും ഷർട്ടുകൾ വരികയാണെങ്കിൽ ബോബിക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുക. പ്രൊമോഷൻസ്, എന്തെങ്കിലും പരസ്യങ്ങൾ കാര്യങ്ങൾ. പരസ്യം മീൻസ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങൾ ചെയ്യുക.
പിന്നെ കൺവേർഷൻസ് ചെയ്യാനും കാര്യമൊക്കെ ഇമെയിൽ ഉപയോഗിച്ച് നമുക്ക് ആഡ്സ് റൺ ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ആ ബണ്ടിലത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വീഡിയോ മാർക്കറ്റിംഗ്. യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചില്ല, ടിക്ടോക്ക് പോലത്തെ പ്ലാറ്റ്ഫോം. ആദ്യം നമ്മൾ പറഞ്ഞ കോണ്ടന്റ് മാർക്കറ്റിംഗ് അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളിവിടെ ഇട്ടൊരു വീഡിയോ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബ് ആണെങ്കിൽ, ടിക്ടോക്ക് ആണെങ്കിൽ, റീൽസ് ആണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലാണ് ഇത് റിലേറ്റ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ, അങ്ങനെ ഒരു വിസിബിലിറ്റി, ബ്രാൻഡിന് ഒരു വിസിബിലിറ്റിയും ജെനുവിനിറ്റിയും ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഐഡിയ ഫോർ പ്രോഡക്റ്റ് എക്സ്പ്ലെയിനേഴ്സ്, ട്യൂട്ടോറിയൽ ആൻഡ് ടെസ്റ്റിമോണിയൽസ്. നമ്മളൊക്കെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോസ് ആയിരിക്കും ഇപ്പോൾ ഒരു റീൽസ് വഴി ഇവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 5 ഫോർമൽ ഷർട്ട് അത് നിങ്ങളുടെ കബോർഡിൽ ഉണ്ടായിരിക്കേണ്ട എന്ന് പറഞ്ഞൊരു വീഡിയോ വേണമെങ്കിൽ ഇടാം. ഒരു ഫോർമൽ ഷർട്ടിൻ്റെ രീതി, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ഇടാം. എക്സ്പ്ലനേഷൻ, ട്യൂട്ടോറിയൽ, എങ്ങനെ നമുക്ക് ഡ്രസ്സ് പെയറപ്പ് ചെയ്യാം. ഒരു ഡാർക്ക് ബ്ലൂ ഷർട്ടിൻ്റെ കൂടെ എങ്ങനെ ഒരു വൈറ്റ് പാൻറ് പെയർ ചെയ്യുക എന്നൊക്കെ കുറച്ച് വീഡിയോസ് ഇട്ട് അങ്ങനെ ഓഡിയൻസ് അതിനൊക്കെ റീച്ച് ഔട്ട് ചെയ്യും. പിന്നെ ടെസ്റ്റിമോണിയൽസ്, മേടിച്ച കസ്റ്റമേഴ്സിന് ടെസ്റ്റിമോണിയൽസ് ബിൽഡ് ചെയ്ത് ആ ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ, അങ്ങനെ ബ്രാൻഡിന് ഒരു ട്രസ്റ്റും അതോറിറ്റി എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നല്ലൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് അത്യാവശ്യം ട്രാഫിക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നെക്സ്റ്റ് തിങ് ബോബിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക. ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ അതായത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ സെൽ ഔട്ട് ചെയ്യാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വലിയൊരു എക്സാമ്പിളാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റ്. കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഒരിക്കലും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തവരായിരിക്കും വീഡിയോ കാണുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്? അവിടെ ഒരു കമ്മീഷൻ ബേസിൽ ഒരു പ്രോഡക്റ്റ്, ഒരു 100 പ്രോഡക്റ്റ് ആണ് എന്ന് വിചാരിക്കുക. അവർ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആരെങ്കിലും ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ, ഓൺലൈനിലൂടെ ആരെങ്കിലും ആ പ്രൊഡക്റ്റ് സെല്ല് ഒരു ലീഡ്സോ അല്ലെങ്കിൽ ഒരു കൺവേർഷനോ കൊണ്ടുവരികയാണെങ്കിൽ ആ ലിങ്കിലൂടെ ഒരാൾ ആ പ്രൊഡക്റ്റ് മേടിക്കുന്നത് ആ ലിങ്കിൻ്റെ അതോറിറ്റി, ലിങ്കിൻ്റെ ഉടമസ്ഥന് 20% കട്ട് കൊടുക്കും. ഇപ്പം 100 പ്രൊഡക്റ്റ് ആണെങ്കിൽ 20% 20 രൂപ കൊടുക്കും. ആമസോണിൻ്റെ ബേസിൽ 5%, 6% ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം, അങ്ങനെ നിങ്ങൾക്ക് അഫിലിയേറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ആമസോൺ പോലെ തന്നെ നിങ്ങൾക്കൊരു അഫിലിയേറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ സെൽ ഔട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ ജസ്റ്റ് ഞാൻ ഓവർ ദി വാട്ടർ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇൻഡെപ്തായിട്ട് കാര്യങ്ങളൊന്നും പോകുന്നില്ല. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുക എന്ന് പറയുന്ന പോലെ എല്ലാ ടോപ്പിക്കിനെ കുറിച്ച് റഫായിട്ടൊരു ഐഡിയ തരാൻ ശ്രമിക്കുന്നു എന്നുള്ളൂ. ഇത് വളരെയധികം ലോങ് ആയി പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാം. സോ നെക്സ്റ്റ് ബോബി സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ച്. അപ്പോൾ ബോബിക്ക് എങ്ങനെ സ്ട്രാറ്റജി ക്രിയേറ്റ് യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ട്രാറ്റജി ബിൽഡ് എങ്ങനെ ആക്ഷൻസ് ചെയ്യാമെന്ന്. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ടൂളുകൾ ഉപയോഗിക്കാൻ അറിയാം അല്ലെങ്കിൽ ടെക്നിക്സുകൾ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ മാർക്കറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം. വളരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് എന്ന്, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ബട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസും ബേസിക്സും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന ഫണ്ടമെൻറ്റൽസോ ബേസിക്സോ ഇതെല്ലാം പഴയ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ അതേ കാര്യമാണ് ഉപയോഗിക്കുന്നത്. ന്യൂ ആയിട്ട് പുതിയതായിട്ട് ഒന്നും വന്നിട്ട് പുതിയധികം ടെക്നിക്സും പുതിയധികം ടൂൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാത്രം വരുമ്പോൾ കുറേ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് അല്ല, മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് ആണ് ഇന്നും എല്ലാ മാർക്കറ്റിങ്ങും ഫോളോ ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ വേറെ ഏത് മാർക്കറ്റിംഗ് ആണെങ്കിൽ, ഇൻബൗണ്ട് ആണെങ്കിലും ഔട്ട്ബൗണ്ട് ആണെങ്കിലും ഏത് മാർക്കറ്റിംഗ് ആണ്. സോ ബോബിക്ക് ഒരു ആക്ഷനബിൾ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് ബോബിക്ക് ഒരു നല്ലൊരു യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ഉണ്ടാകും. എല്ലാ ബിസിനസ്സിനും വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല. വെബ്സൈറ്റ് ഉണ്ടാകാൻ ഒരു അതോറിറ്റിയും ട്രസ്റ്റും ഉണ്ടാകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ് പബ്ലിക്കലി വാല്യുബിൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. കണ്ടന്റ് മാർക്കറ്റിംഗ് ഉപയോഗിച്ച് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, SEOയ്ക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുക. അതേ ടൈമിൽ ആഡ്സ് റൺ ചെയ്യുക, PPC ആഡ്സ് റൺ ചെയ്യുക. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഇമെയിൽ ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ സാധിക്കും. വീഡിയോ കണ്ടന്റ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, വളരെയധികം കാര്യങ്ങൾ ചെയ്യാം. സോ നെക്സ്റ്റ് വൺ ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമല്ല. സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ അവർക്കിത് വളരെയധികം യൂസ്ഫുൾ ആണ്. കാര്യം അവർ ഇൻഹൗസ് ആയിട്ട് കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്നത് നല്ലതായിരിക്കും. കാര്യം ആ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ പെർഫോമൻസ് വാലുവേറ്റ് ചെയ്യാൻ ഓണർ അല്ലെങ്കിൽ CEOയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതൊക്കെ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് വീഡിയോസൊക്കെ കണ്ട് ഇൻഡെപ്തായിട്ട് എല്ലാം പഠിക്കണമെന്നില്ല. ബട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അനലിറ്റിക്സ് കാണിക്കുക, അനലൈസ് ചെയ്യുന്ന ഒരു നോളജ് ഉണ്ടാക്കുക എപ്പോഴും നല്ല കാര്യം. ഇൻഡെപ്തായിട്ട് അനലിറ്റിക്കൽ നോളജ് ഒന്നും വേണ്ട, എന്നാലും ഓവർ ദി വാട്ടർ നിങ്ങൾക്കൊരു നോളജ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. സോ ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്ലോബൽ റീച്ച് ആൻഡ് റിച്ചസ് ടാർഗറ്റിംഗ്. ഗ്ലോബൽ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബിയുടെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. ബോബിക്ക് കേരളത്തിലാണ് സ്റ്റോറുള്ളത്. ബട്ട് ബോബിക്ക് UPയിലോ ന്യൂഡൽഹിയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ബാംഗ്ലൂരിലോ ഇവിടെയൊക്കെ എല്ലാം സെൽ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്. കാര്യം ഒരു ഗ്ലോബൽ ഓഡിയൻസ്, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സെൽ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഷിപ്പ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ
ഇന്ത്യക്ക് പുറത്തും ബോബിക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ടാർഗറ്റിങ്ങിനുള്ള ഇമ്മെൻസ് പോസിബിലിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് മീഡിയ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് മെഷറബിൾ ആയിട്ടുള്ള കാര്യം, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പോൾ ആഡ്സ് റൺ ചെയ്യാനാണെങ്കിൽ പോലും വലിയ രീതിയിൽ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വളരെ ചെറിയൊരു ബഡ്ജറ്റ്, ഒരു 100 രൂപ മുതൽ നിങ്ങൾക്ക് ആഡ്സ് കാര്യമൊക്കെ മെറ്റയിൽ റൺ ചെയ്യാൻ കാര്യമൊക്കെ തന്നെ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ലീഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ റിസൾട്ടാണ് വന്ന് എന്ന് അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചുമ്മാ കുറേ അധികം മെസ്സേജസ് വന്നു എന്നുള്ളത് കാര്യം, എത്ര പേര് കൺവേർട്ടായി എന്നുള്ളതാണ് കാര്യമുള്ളത്. സോ കൃത്യമായിട്ടുള്ള ലീഡ്സ് നിങ്ങൾക്ക് മെഷർ ഔട്ട് ചെയ്യാൻ കാര്യമൊക്കെ സാധിക്കും. പിന്നെ ബിൽഡിങ് എ ലാസ്റ്റിംഗ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളൊരു സർവീസ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് പിന്നീടും റെക്കറിങ് ആയിട്ട് വരുന്ന, ഇപ്പോൾ മൊബൈൽ ഫോൺ എന്തെങ്കിലും തകരാറ് വരികയാണ് പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണമെങ്കിൽ ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ പോസിബിൾ ആണ്. പിന്നെ ബൂസ്റ്റ് ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ നെക്സ്റ്റ് വൺ ഈസ് ചലഞ്ചസ് ആൻഡ് വലിയൊരു കാര്യം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റ് ഹൈ കോമ്പറ്റീഷൻ, വളരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ് എന്നാണ് പലരും പറയാറ്. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം ഇപ്പോൾ എല്ലാവരും ഇൻഹൗസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഒരു 90% വർക്ക് ചെയ്യുന്നില്ല, 10% മാത്രമേ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ ഇൻഹൗസിൽ. ഏജൻസിയിലാണെങ്കിൽ പോലും ഹൈ കോമ്പറ്റീഷൻ ആണ് ഈ ഫീൽഡിൽ ഉള്ളത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് മാർക്കറ്റ് ചെയ്യാൻ കാര്യത്തിന് സാധിക്കുന്നത് വിൽ ബി ഇമ്മൻസ് പോർട്ടൽ. സാച്ചുറേഷൻ മാർക്കറ്റിലുണ്ട്, എന്നാൽ പോലും നിങ്ങൾക്ക് അതിനെ കവറപ്പ് ചെയ്യാൻ കാര്യമൊക്കെ സിമ്പിളായിട്ട് തന്നെ സാധിക്കുന്നതായിരിക്കും. പിന്നെ റാപ്പിഡ്ലി ചേഞ്ചിങ് അൽഗോരിതം ആൻഡ് പ്ലാറ്റ്ഫോം ചേഞ്ചസ്, അത് വളരെയധികം നിങ്ങളെ ചലഞ്ച് ചെയ്തൊരു കാര്യം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പണ്ട് നമുക്ക് 1:1 ആയിരുന്നു ഇമേജിൻ്റെ ഒരു റേഷ്യോ, അല്ലെങ്കിൽ ഇമേജിൻ്റെ പോസ്റ്റിൻ്റെ ഒക്കെ ഒരു സൈസ് റേഷ്യോ കാര്യമൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ 4:3 ആണ് ഒരു പോസ്റ്റേഴ്സിൻ്റെയോ ഡിസൈൻസിൻ്റെ ഒരു റേഷ്യോസ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസ്, അൽഗോരിതത്തിൽ വരുന്ന ചേഞ്ചസ്, പ്ലാറ്റ്ഫോമിൽ ചേഞ്ചസ് നിങ്ങൾ അഫക്റ്റ് ചെയ്യാം. ബട്ട് അതിലെല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ, അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ട്രെൻഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് കാര്യം ഇന്നത്തെ കാലത്ത് എല്ലാം AI ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് AIയോടൊപ്പം സഞ്ചരിക്കുന്നതാണ്. ബട്ട് പിന്നെ എല്ലാം AIക്ക് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് സാധിക്കത്തില്ല. ദർ മസ്റ്റ് ബി എ ഹ്യൂമൻ ടു കൺട്രോൾ AI. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എല്ലാം AI ടേക്ക് ഓവർ ചെയ്യുന്നൊരു കാലം വരും എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ വന്നേക്കാം. വരുമ്പോൾ ഹ്യൂമൻസ് ഉണ്ടാകുമോ, ഹ്യൂമൻ സിവിലൈസേഷൻ നിലനിൽക്കുമോ എന്നൊക്കെ ബോർഡ് ടോപ്പിക്. അതിനെക്കുറിച്ച് പല കോൺസ്പിറസീസ് ഉണ്ട്. എനിക്ക് കോൺസ്പിറസീസ് തിയറീസ് വായിക്കുന്ന ഇഷ്ടമാണ്. സോ അതൊക്കെ വായിച്ചു പോകാറുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. സോ അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്യൂച്ചറാണ്. ബട്ട് അത് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട. ബട്ട് ഇന്ന് AI ടൂളുകൾ ഉപയോഗിക്കുക, AI ഓട്ടോമേഷൻ ടൂളുകളുണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ബോബിയുടെ ഒരു എക്സാമ്പിളിന് ഞാൻ പറയാം. ബോബി ട്രഡീഷണൽ ഷോപ്പ് നടത്തിക്കൊണ്ട് ബോബി തന്നെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യണം, ബില്ലടിക്കണം, കസ്റ്റമറിന് കൊണ്ടു കൊടുക്കണം. ബട്ട് ഇപ്പോൾ എങ്ങനെയാണ്, ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ബിൽഡ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോയ്സ് സെൻഡ് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് പാക്ക് ചെയ്യുക, ഓട്ടോമാറ്റായിട്ട് തന്നെ അത് ഷിപ്പ് ചെയ്തൊക്കെ വളരെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ കാര്യമൊക്കെ സാധിക്കും. ഇനി ഇതിലും കൂടുതൽ ഓട്ടോമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അയക്കുന്ന മെസ്സേജ് ഒരു ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇമോഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് നമ്മൾ വീഡിയോ ജസ്റ്റ് സമ്മറി ആൻഡ് ടേക്ക് അവേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് എന്ത് കിട്ടി അല്ലെങ്കിൽ എന്ത് മനസ്സിലായി എന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എസെൻഷ്യൽ ഇൻ ടുഡേസ് ഓൺലൈൻ വേൾഡ്. ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് വെബ്സൈറ്റ് ആൻഡ് വാല്യുബിൾ കണ്ടന്റ്. വെബ്സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാല്യുബിൾ ആയിട്ടുള്ള ട്രസ്റ്റും അതിലെ കണ്ടന്റും അതിലൊരു അതോറിറ്റിയും ട്രസ്റ്റും ഒക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. സ്ട്രാറ്റജീസ് ടെക്നിക്സുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം കൂടെ വരുമ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകുന്നത്. അല്ലാതെ ഒരു സിംഗിൾ തിങ് സ്റ്റിക്ക് ഓൺ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സെയിൽസ് കാര്യങ്ങൾ വരാതിരിക്കത്തൊന്നുമില്ല. സോഷ്യൽ മീഡിയ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ സെയിൽസ് വരുന്നവരുണ്ട്. അതിൽ SEO മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്, നല്ല സെയിൽസ് വരുന്നുണ്ട്. ബട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുകയാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ. നിങ്ങൾക്കൊരു മോണോപോളി തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ്. അതിന് വളരെയധികം കുറേയധികം എക്സാമ്പിൾസ് നമ്മുടെ തന്നെ റിയൽ വേൾഡിലുണ്ട്. ഞാൻ ഇതിലേക്കും പോകുന്നില്ല. ലേണിംഗ് ഒരിക്കലും മറന്നു പോകില്ല. കാര്യം ഇത് ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ബേസിക്സ് ഫണ്ടമെന്റൽസ് എപ്പോഴും ഒന്നാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്നൊരു വർക്ക് ഒരു 4-5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന വർക്ക് ഒരു 5-6 വർഷം കഴിയുമ്പോൾ പുതിയൊരു ടൂൾ, വേറൊരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാർക്കറ്റ്. ആ ടൂളോട് നിങ്ങൾക്ക് 1-2 മിനിറ്റുകൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ടൂൾസുകൾ ഉപയോഗിക്കാൻ പഠിക്കുക. കുറേ അധികം ടൈം ആയിട്ടുണ്ട് എനിക്കറിയാം. പരമാവധി ഞാൻ ട്രിം ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് കളയാം. അൺഫിൽറ്റേർഡ് പോലെ പറഞ്ഞു പോയതാണ്. ഞാനും എല്ലാ ഡൊമൈനിലും ഇത്ര നോളജുള്ള ഒരു വ്യക്തിയല്ല. ബട്ട് എനിക്ക് എല്ലാ ഡൊമൈനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ടാണ് ഞാനിത്
പഠിച്ചു പോകുന്ന അതിനെക്കുറിച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നു എന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കമ്മ്യൂണിറ്റി. അത് റിലേറ്റ് ചെയ്ത ഗ്രൂപ്പിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കും. സോ നിങ്ങൾക്ക് ഇതെല്ലാം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം ടോട്ടലി ഫ്രീ ആണ്. ഒരു രൂപ നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റിംഗ് എന്തൂസിയസ് അല്ല, മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റഡ് ആയുള്ള ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഇത് ചെക്കൗട്ട് ചെയ്യാനായിട്ട് താഴെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ അകത്തെല്ലാം യൂട്യൂബ് വീഡിയോസാണ്. ഒരു 170+ വീഡിയോസ് ഇതിൻ്റെ അകത്തുണ്ട്. 180+ വീഡിയോസ് ഉണ്ട്. അത് വളരെയധികം ഇൻഡെപ്ത് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടോപ്പിക്കിലാണ് പോകുന്നത്. ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് ഓരോ വീഡിയോയ്ക്ക് ഫ്രീ ടൂൾസ് ഫോർ ഇൻഫ്ലുവൻസർ മാർക്കറ്റ് അത് റിലേറ്റ് ഏറ്റവും ബെസ്റ്റ് വീഡിയോസാണ് ഇവിടെ ലിങ്ക് ചെയ്തേക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് വാച്ച് ഔട്ട് ചെയ്ത് അത് റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു MCQ ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനുശേഷമായിട്ട് ഒരു ലോങ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നിങ്ങൾ ആൻസർ ഔട്ട് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ് #ടാഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ടാഗ് ഔട്ട് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് കവർ അപ്പ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അത് റിലേറ്റ് ചെയ്ത് അടുത്ത വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് ഇട്ട് പോകാൻ ശ്രമിക്കാം. നമുക്ക് വർക്കും ജോലിയും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് പോകേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പറയാൻ പോകുന്നത്. ഇതിന് മുൻപത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കവർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് ആദ്യം പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് നോട്ട് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ. ഒരു ബിസിനസ്സിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സ്പെസിഫിക്കേഷൻ മാത്രം പോരാ. അതിനകത്ത് കുറേയധികം ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സിൽ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സിന് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആകത്തുള്ളൂ. ദർ ആർ സോ മച്ച് വെറൈറ്റി ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറെ ഉണ്ട് എന്നല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അകത്ത് കുറെ അധികം കാറ്റഗറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ SEO, SEM, EPC തുടങ്ങിയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ട്. ഇതല്ലാതെ കുറെ അധികം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്സുകളുണ്ട്. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ മേജറായുള്ള 12 ടൈപ്സ് ഓഫ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബ്രീഫ് ഇൻട്രോ ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറഞ്ഞു തരുന്നതും ആയിരിക്കും. വി ലേൺ വാട്ട് ദേ ആർ, ഹൗ ദേ വർക്ക് ആൻഡ് ദെയർ ബെനിഫിറ്റ് വിത്ത് എക്സാമ്പിൾ. ഓരോന്നെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നത് അതിനൊരു എക്സാമ്പിളും കൂടെ പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ കവർ അപ്പ് ചെയ്യാൻ പോകുന്നത് 12 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്സ് ഇതൊക്കെയാണ്. SEO, SEM, content marketing, SMM, PPC, email marketing, affiliate marketing, influencer marketing, mobile marketing, video marketing, data analytics, marketing automation. ഇത് അല്ലാതെ വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെസിഫിക്കേഷനിലെ ടൈപ്സുകളുണ്ട്. എന്നാലും നമ്മൾ മേജർ ആയിട്ടുള്ള 12 ടൈപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ, ഇതിന്റെ ഫുൾ റിവ്യൂ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോൾ നമ്മൾ ഐ ബട്ടണും താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 17 ടോപ്പിക്സുകൾ കവർ അപ്പ് ചെയ്യുന്ന ഒരു ബണ്ടിലാണ്. ഈ ബണ്ടിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസുകളാണ്. അതിൻ്റെ അകത്ത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ താഴേക്ക് ഒരു ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് ഫണൽ എന്താണ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, അങ്ങനെ ഓരോരോ ടോപ്പിക്കുകൾ പോകും. അതേപോലെ 17 മെയിൻ ടോപ്പിക്സുകൾ. ഓരോ മെയിൻ ടോപ്പിക്സിന്റെ അകത്ത് 9 മുതൽ 12 ടോപ്പിക്കുകൾ വരെ ഉണ്ട്. സെക്കൻഡ് ടോപ്പിക്കൂടെ കാണാം SEO. SEOയ്ക്കകത്ത് 9 സബ് ടോപ്പിക്സുകളുണ്ട്. ഈ സബ് ടോപ്പിക്സിന്റെ അകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് ഇപ്പോൾ ഓൺ പേജ് SEOയിലേക്ക് വരികയാണ്. ഇതിനകത്ത് 3 വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഈ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇത് യൂട്യൂബ് വീഡിയോസ് ആണ്. യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാർക്ക് സെൽഫ് തോട്ട് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകാവുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ് പഠിക്കാത്തെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കൃത്യം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണം, താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ, ആ വാട്സപ്പ് നമ്പറിൽ DM ബണ്ടിൽ എന്ന് മെസ്സേജ് വിടുകയാണ് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഫ്രീ അല്ല, ചെറിയൊരു എമൗണ്ട് ഉണ്ട്. കാര്യം ഇതിൻ്റെ 4-5 മന്ത്സിന്റെ കഷ്ടപ്പാടാണ് ഈ ഒരു ബണ്ടിൽ പ്രിപ്പയർ ചെയ്തത്. സോ വലിയ പ്രൈസ് ഒന്നുമല്ല, വളരെ ചെറിയ പ്രൈസാണ്. ആ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും.
സാധിക്കും. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. വീഡിയോയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ്സ് ആണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തൊക്കെയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡെഫിനിഷൻ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് എ വെബ്സൈറ്റ് വിസിബിലിറ്റി ഓൺ സെർച്ച് എഞ്ചിൻ ഓർഗാനിക്കലി. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന വേർഡ് ഒരു ബ്രീഫായിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ? നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു ബിസിനസ് ആണെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. ആ വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് റാങ്ക് ചെയ്യിപ്പിക്കാം, ആ റാങ്ക് ചെയ്യിക്കാനുള്ള ടെക്നിക്സുകൾ ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ക്രോം ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ബെസ്റ്റ് കഫേ ഷോപ്പ് നിയർ മീ എന്ന് സെർച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട് അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ വരുന്ന റിസൾട്ടിന് SERP എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയും. താഴേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 പേജുകളൊക്കെ കാണാം. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. കഫേ നിയർ മീ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഈ വരുന്നൊരു പേജിന് SERPയിലെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയുന്നത്. ഞാനിവിടെ സെർച്ച് ചെയ്തേക്കുന്ന ഒരു ലൊക്കേഷൻ ബയാസ് അല്ലെങ്കിൽ ഒരു നാവിഗേഷൻ ടൈപ്പ് ഒരു കീവേഡാണ്. നിയർ മീ എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ ടൈപ്പ് കീവേഡാണ്. SEOനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് വീഡിയോകൾ മുമ്പോട്ട് വരുമ്പോഴുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സെർച്ച് ഇൻറ്റൻറ്റുകളെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു നാവിഗേഷൻ ടൈപ്പ് കീവേഡാണ്. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ലൊക്കേഷൻ ബയാസിൽ സെർച്ച് ചെയ്യുന്നൊരു ഇപ്പോൾ ആദ്യം നമ്മുടെ ഗൂഗിൾ മാപ്സ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന കുറച്ച് ബ്ലോഗുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് റാങ്ക് അപ്പ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ച് റിലേറ്റഡ് സെർച്ചുകൾ, കുറച്ച് ആൾക്കാർ റിലേറ്റഡ് സെർച്ച് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സെർച്ച് ചെയ്ത് കേൾക്കണം. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം പേജസ് ഇവിടെ കാണാൻ സാധിക്കും. 1, 2, 3, 4, 5, 6 എന്ന് പറയും. ഇതാണ് നെക്സ്റ്റ് പേജസ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യണം, അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട്. ഞാൻ ഇവിടെ ടൂൾസ് എന്ന ബട്ടനെ ക്ലിക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് ഈ കാണുന്ന ബെസ്റ്റ് കഫേ എന്ന് പറഞ്ഞ് കീവേഡ് വെബ്സൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ കാണാൻ സാധിക്കുന്നത്. എത്ര ഉണ്ട്? 1, 10, 100, 1000, lakh, 10 lakh, crore, 10 crore, മോർ ദാൻ 10 crore, 39 crore ആണെന്ന് തോന്നുന്നു. ലിറ്ററലി എനിക്ക് സീറോസ് ഒക്കെ കറക്റ്റായിട്ട് അറിയത്തില്ല. സോ നിങ്ങൾക്ക് തന്നെ അവിടെ റിസൾട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത്ര അധികം ആൾക്കാർ ബെസ്റ്റ് കഫേ അല്ലെങ്കിൽ നിയർ മീ ഇങ്ങനെ ഏതെങ്കിലും ഒരു കീവേഡ് അവരുടെ ഒരു വെബ്സൈറ്റിലോ പേജിലോ എവിടെയെങ്കിലും ആഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ അടുത്ത റിസൾട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത്ര അധികം റിസൾട്ടിൽ നിന്ന് ഫസ്റ്റ് വന്നേക്കുന്ന ഈ എത്ര വെബ്സൈറ്റാണ്? 1, 2, 3, 4, 5, 6, 7, 8 വെബ്സൈറ്റാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത് വേണം നമുക്ക് കൂട്ടാം. 9 വെബ്സൈറ്റുകളാണ് റാങ്ക് ചെയ്തത്. ഇതേപോലെ നമുക്ക് ഒന്നാമത് റാങ്ക് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഈ കാണുന്നത് ഇതാണ്. കഫേക്കായിട്ട് തിരക്കുകയാണ്. ഞാനിപ്പോൾ റോഡിൻ്റെ അടുത്ത് നിന്നാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് അടുത്തുള്ള കഫേയിലോട്ട് പോകണം. സോ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ പേജിൽ വരുന്ന ഒരാളിലേക്കായിരിക്കും ഞാൻ ആദ്യമേ പോകുന്നത്. സോ അതേപോലെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന 10ാമത്തെ പേജിലോ 9ാമത്തെ പേജിലോ 8ാമത്തെ പേജിലോ ആണെങ്കിൽ ആൾക്കാർ അവിടം വരെ വന്ന് തപ്പി നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടുപിടിക്കണം, നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യേണ്ട ആവശ്യകത അവിടെ ഇല്ല. സോ ലിറ്ററലി ഇതേപോലെ നമ്മുടെ ഫസ്റ്റ് പേജിൽ റാങ്ക് ചെയ്ത് ഫസ്റ്റ് പേജ് എന്ന് മാത്രമല്ല മുകളിലേക്ക് നമ്മളെ റാങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ടെക്നിക്ക് അല്ലെ അതിന് പറഞ്ഞൊരു പ്രോസസ്സിനാണ് നമ്മൾ SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഇറ്റ് വർക്ക്, ഒപ്റ്റിമൈസ് കണ്ടന്റുകൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും. എന്തൊക്കെ കണ്ടന്റുകളാണ് നമ്മുടെ ഒരു ബ്ലോഗിലുള്ളത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ബ്ലോഗ് എന്നുള്ള ഒരു വെബ്സൈറ്റുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കാണുന്ന വെബ്സൈറ്റ് അതിനെ ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കി. ഇതിനകത്ത് എങ്ങനത്തെ ടൈപ്പ് കണ്ടന്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് കാണാം. ഇവിടെ ഫസ്റ്റ് തിങ് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടൈറ്റിൽ. ഈ ടൈറ്റിലിനകത്ത് നിങ്ങൾക്ക് കീവേഡ്സുകളും കാര്യങ്ങളൊക്കെ കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്, കൊച്ചി, എറണാകുളം ഡിസ്ട്രിക്ട്, HTML ബേസ്ഡ് വെബ്സൈറ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് ഇട്ടേക്കാം. ഇവിടെ താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ ആയിട്ടൊരു പേജാണ് കാണാൻ സാധിക്കും. ഈ പേജിനകത്ത് എവിടെയെങ്കിലും ബെസ്റ്റ് കഫേ അല്ലെ കഫേ എന്ന് പറഞ്ഞ് കീവേഡ്സുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ആയിട്ട് നോക്കിയാൽ ഒന്നാമതൊരു കഫേ എന്ന് പറഞ്ഞ കീവേഡ് കാണാം. അത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഫേ എന്നൊരു കീവേഡ് കാണാം. സോ ഇതേപോലെ ഉള്ള ഇതിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കീവേഡ്സ് ഉപയോഗിച്ച് നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാം. സെക്കൻഡ് വേണം നമുക്ക് കണ്ടന്റ് ഉപയോഗിച്ച് റാങ്ക് ചെയ്യാം. കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ ബ്ലോഗ് പോസ്റ്റുകൾ കാണാം. ഒരു സ്പെസിഫിക് ആയിട്ടാണ് നമുക്ക് ബ്ലോഗ് ബെസ്റ്റ് 10 കഫേ യു മസ്റ്റ് വിസിറ്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞൊരു ബ്ലോഗ്. അതിനെയാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ കണ്ടന്റിന്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് വളരെ ഓർഗാനിക്കലി സ്ട്രാറ്റജിക്കലി നമ്മുടെ കീവേഡ്സുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലിങ്കുകൾ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ സൈറ്റ് സ്ട്രക്ചറൊക്കെ നമ്മുടെ ഓവറോൾ നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യുന്നതിന് അതേപോലെ SEOയിൽ മുകളിലേക്ക് റാങ്ക് അപ്പ് ചെയ്യാൻ സൈറ്റ് സ്ട്രക്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. നല്ല രീതിയിൽ തന്നെ ഒരു സ്കോറുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റാങ്ക് അപ്പ് ആകാൻ. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഫ്രീ ആണ്.
കാര്യം ഇതിനകത്ത് നമുക്ക് ₹1 പോലും ചെലവില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് എനിക്കൊരു വെബ്സൈറ്റ് വന്ന് ഞാൻ ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും മേടിച്ചു. അതെന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. കാര്യം ₹1 പോലും ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ അത് ചെയ്യുന്ന വ്യക്തി ₹1 പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് നോളേജ് അല്ലെ ആ ഒരു എസ്ഇഒ എക്സ്പെർട്ടിന്റെ നോളേജ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കും. ഇത് ലോങ് ടേം ട്രാഫിക് ആണ്. കാര്യം ഇതൊന്ന് റാങ്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കുറെ നാളത്തേക്ക് നമുക്കത് നമ്മുടെ വെബ്സൈറ്റ് ആ ടോപ്പിക് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരെ ആ ടോപ്പിക് ഉണ്ടാകും എന്നല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ അനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരണം. ഇപ്പൊ ജിയോ വന്നപ്പോൾ നമുക്കെന്താ ആഡ് ഓൺ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് നമുക്ക് Q&A ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് വീണ്ടും റാങ്കിങ് കൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ റാങ്കിങ് സ്റ്റെബിലൈസ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ നിർത്താൻ സാധിക്കും. സോ അങ്ങനെ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ബട്ട് വൺസ് ഇറ്റ്സ് റാങ്ക്ഡ് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ ട്രാഫിക് വരും. അതിലൂടെ നല്ല സെയിൽസോ എന്താണ് നിങ്ങൾക്ക് അതിന്റെ എൻഡ് ഗോൾ. പിന്നെ ബിൽഡ് ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി. ഷൂ വിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. സോ നിങ്ങളുടെ ഷൂവിനെ റിലേറ്റ് ചെയ്ത് ഒരു ആഡ് ഫേസ്ബുക്കിൽ കണ്ടു. സോ അവർ ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ ബെസ്റ്റ് ഷൂസ് എന്നോ അല്ല എന്തെങ്കിലും അടിച്ചു കൊടുത്തു. എന്തെങ്കിലും അടിച്ചാൽ ഫസ്റ്റ് പേജ് നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുകയാണെങ്കിലോ ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഷൂന്നോ എല്ലാം അടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഈ ടോപ്പിൽ റാങ്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് കാര്യം ആ ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു ആഡ് കണ്ട് ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നോ വന്നതായി. ബട്ട് നിങ്ങളൊരു ഫസ്റ്റ് പേജ് റാങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോടുള്ള ട്രസ്റ്റ് അല്ല ആ ഒരു ബ്രാൻഡിനോടുള്ള ട്രസ്റ്റ് ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. ഒരു അതോറിറ്റി നിങ്ങൾക്ക് അവിടെ കാണാനും കാര്യമൊക്കെ മനസ്സിലാകും. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. പെട്ടെന്ന് പോകാം. കാര്യം കഴിഞ്ഞ വീഡിയോ വളരെ ലോങ് ആയിപ്പോയി. എന്നാലും കുറേ പേര് കണ്ട് നല്ലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു സപ്പോർട്ട് അതിൽ നിന്ന് കിട്ടി. എവരിവൺ താങ്ക് യു. സോ നമുക്കിത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്രേക്ക് വരാതെ അത്യാവശ്യം ആഴ്ചയിൽ 2-3 വീഡിയോ എങ്കിലും എനിക്ക് പബ്ലിഷ് ചെയ്യണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് പോകുമെന്ന് ആഗ്രഹിക്കുന്നു. നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. റാങ്കിങ് ഓൺ ഗൂഗിൾ ഫോർ ബെസ്റ്റ് റണ്ണിങ് ഷൂ വിത്തൗട്ട് ബെസ്റ്റ് റണ്ണിങ് ഷൂ എന്ന് ഒരു കീവേഡ്. ഈ ബെസ്റ്റ് റണ്ണിങ് ഷൂ എന്നൊരു കീവേഡ് എടുക്കുമ്പോൾ സോ നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്നാമത്തെ പേജ് റാങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് സെയിൽസ് കിട്ടുന്നത് ആയിരിക്കും. നല്ലൊരു വോളിയമുള്ള കീവേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് ₹1 പോലും ചെലവാക്കാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് സെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെ SEM എന്ന് പറയുന്നത്. വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ബട്ട് നമ്മളിത് പെയ്ഡ് ആയിട്ടാണ് ചെയ്തത്. പെയ്ഡ് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ചെയ്തത്. കാര്യം നമ്മളിതൊരു പൈസ കൊടുത്താണ് നമ്മളെ വെബ്സൈറ്റുകൾ ടോപ്പിൽ റാങ്ക് ചെയ്യിപ്പിക്കുക. ഇതിന് കുറേ അധികം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ സിമ്പിൾ ഡെഫിനിഷൻ പറയാം. പെയ്ഡ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് സെർച്ച് വിസിബിലിറ്റി. നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് പേ ചെയ്ത് നമ്മളൊരു കീവേഡിനെ ബിഡ് ചെയ്യുകയായിരിക്കും. ഒരു ₹1000 നമ്മളൊരു കീവേഡിനായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. സോ ഒരു ₹1000 താഴെ ഒരു ബിഡ് റേറ്റ് വരുമ്പോൾ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഒരു ബിഡ് റേറ്റ് ₹1000 താഴെയാണെങ്കിൽ ₹1000 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. കാര്യം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ അതിനകത്ത് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാങ്ക് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് 1000 എന്നൊരു ഫിഗർ. കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് റൗണ്ടഡ് ഫിഗർ ആകുമ്പോൾ അടുത്ത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫിഗർ വരുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ എക്സാമ്പിളിലേക്ക് ബൈ ഇൻഷുറൻസ് ഓൺലൈൻ. ഇപ്പോൾ ബൈ ഇൻഷുറൻസ് ഓൺലൈൻ എന്ന് ജസ്റ്റ് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. ബൈ ഇൻഷുറൻസ് ഓൺലൈൻ എന്ന് നമ്മൾ സെർച്ച് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം കീവേഡ്സുകൾ വരുന്നതായിട്ട് കാണാം. ഇവിടെ സ്പോൺസേർഡ് കീവേഡ്സുകൾ വന്നിട്ടില്ല. കാര്യം ഞാൻ ആഡ് ബ്ലോക്കർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഓൺലൈൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് കുറച്ചെണ്ണം നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. 4 നമുക്ക് സ്പോൺസേർഡ് എന്ന രീതിയിൽ കാണാൻ സാധിക്കും. ഇതെന്തെന്ന് വെച്ചാൽ ഒരു കീവേഡിനായിട്ട് ബിഡ് ചെയ്തേക്കും. ഈ ഇൻഷുറൻസ് എന്ന കീവേഡിന് വേണ്ടി ഈ കാണുന്ന കമ്പനി ഇപ്പോൾ പോളിസി ബസാർ ആണെങ്കിൽ ടാറ്റയ്ക്ക് HDFC ആണെങ്കിൽ തുടങ്ങിയ ഈ കമ്പനികളെല്ലാം ആ കീവേഡിന് വേണ്ടി ബിഡ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഒന്നാമത് വന്നത്. കൃത്യമായി ടാർഗറ്റിംഗ് അവർ ഉപയോഗിച്ച് ഇപ്പോൾ പ്ലേസ് വെച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോരുത്തർ പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. പേഴ്സണൽ മീൻസ് ഓൺലൈൻ പ്രസൻസ് വെച്ച് ഇപ്പോൾ ഒരു ഡാറ്റ ഫോൾഡർ എപ്പോഴും ഗൂഗിളിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ മെറ്റാഡയിലുണ്ട്. ഇവിടെയായിട്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കീവേഡിനായിട്ട് ഇവിടെ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് SEO. ഇത് പൈസ കൊടുത്ത് ആൾക്കാർ ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ബിസിനസ്സിന് കോസ്റ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു മെറ്റയുടെ കാര്യത്തിലേക്ക് ആഡ് കാണിക്കുന്നതിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. ബട്ട് ഗൂഗിളിൻ്റെ കാര്യത്തിലേക്ക് ഒരു ആഡ് കാണിക്കുന്നതിനല്ല പൈസ പോകുക. ഒരു ബിഡ് എമൗണ്ട് അതിലുണ്ട്. ബട്ട് ആഡ് കാണിക്കുന്നതല്ല പൈസ പോകുക. നമ്മൾ ഈ ആഡെ ക്ലിക്ക് ഇപ്പോൾ ഞാൻ ഈ ആഡയിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോകും. ഈ ആഡെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന കീവേഡ് അവർ എത്ര രൂപയാണ് ബിഡ് ചെയ്തേക്കുക ആ പൈസ അവരിൽ നിന്ന് പോയിട്ടുണ്ട്.
അതാണ് നടക്കുന്നത്. കാരണം ഒരു ആഡ് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൈസ ആ കമ്പനിക്കാരുടെ കയ്യിൽ നിന്നല്ല കോസ്റ്റ് ആകുന്നില്ല. ക്ലിക്ക് ചെയ്യുകയാണെങ്കിലാണ് ആ പൈസ കോസ്റ്റ് ആകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എസ്-ടി-എമ്മിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസുകൾ മുൻപോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതും ആയിരിക്കും. സോ നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഹൗ ഇറ്റ് വർക്ക്സ് യൂസിങ് പെയ്ഡ് ആഡ്സ് ലൈക്ക് ഗൂഗിൾ ആഡ്സ്. ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ചാണ് ആഡ്സുകൾ റൺ ചെയ്യുന്നത്, ക്യാമ്പയിൻസുകൾ ബിൽഡ് ചെയ്യുന്നത്, കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ അതിനെക്കുറിച്ച് മുൻപോട്ട് വരുമ്പോൾ ഇടുന്നത് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിൽ എന്ന ബണ്ടിൽ നിങ്ങൾക്ക് നോക്കാനും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് എല്ലാത്തിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഞാൻ ഓരോന്ന് കണ്ട് അതിന് എൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതിൻ്റെ അകത്ത് എല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോരുത്തർ ഇട്ടേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വന്ന് ചെക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് വീഡിയോസ് എല്ലാം നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീമിനെ കുറിച്ചാണെങ്കിൽ PPCനെ കുറിച്ചാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വരാം കണ്ടന്റ് മാർക്കറ്റിംഗ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് വാല്യുബിൾ കണ്ടന്റ് ടു അട്രാക്ട് ആൻഡ് എൻഗേജ് ഓഡിയൻസ്. അപ്പോൾ നമുക്കൊരു ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് സർവീസ് ആണ് ആ പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനൊക്കെയാണ് മെയിൻലി കണ്ടന്റ് മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒരു ബ്ലോഗ് പോസ്റ്റ് റൈറ്റ് ചെയ്യുന്നതാകാം, ഒരു ബുക്ക് ആകാം, ഇൻഫോഗ്രാഫിക്സ് ആകാം, വീഡിയോസ് ആകാം, എന്തും ആകാം. ഇതിനെ നമുക്ക് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കണ്ടന്റ് നമ്മൾ ആര് വ്യൂവറിന് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ഫണൽ ആയിട്ടുള്ള ടോപ്പ് എന്ന് പറയുന്ന ടോപ്പ് ഓഫ് ദി ഫണൽ പീപ്പിൾസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ച് അവർക്ക് അവയർനെസ് കൊടുക്കുന്നത് അതിനൊക്കെ നമുക്ക് കണ്ടന്റ് എന്ന രൂപേണ കൊടുക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. സെക്കൻഡ് ബെനിഫിറ്റ്സ് ബിൽഡിംഗ് അതോറിറ്റി ആൻഡ് ഡ്രൈവ് ഓർഗാനിക് ട്രാഫിക്. കാര്യം നമുക്കൊരു ഇപ്പം ഞാൻ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് വീഡിയോസ് എൻ്റെ ഒരു അതോറിറ്റിയിലെ ആ ഒരു നിഷിനെ എൻ്റെ ഒരു നോളേജ് അപ്പോൾ ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാർ ഈ പയ്യന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ ഈ പയ്യൻ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നൊരു തോട്ട് പ്രോസസ്സ് അവരുടെ മൈൻഡിൽ വരും. കാര്യം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നു, അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുക, അതിനെക്കുറിച്ച് ഞാൻ ലേൺ ചെയ്ത് അതിനെക്കുറിച്ച് ഡോക്യുമെന്റ് ചെയ്ത് ഇതൊക്കെ ടോപ്പ് ഓഫ് ദി ഫണൽ തിങ് ആണ്. കൃത്യമായിട്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? അത് ബ്ലോഗ് ആകാം, വീഡിയോ കണ്ടന്റുകളാകാം, ഇൻഫോഗ്രാഫിക്സ് ആകാം, ബുക്സുകളാകാം, അല്ല ഷോർട്ട് ഫോം കണ്ടന്റുകളാകാം. അത് ഒരു കണ്ടന്റ് രൂപേണ നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ ആ ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാനാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഡ്രൈവ് ഓർഗാനിക് ട്രാഫിക്. ഓർഗാനിക് ആയിട്ട് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ വരുന്ന വ്യൂസ് എല്ലാം ഓർഗാനിക് ആയിരിക്കും. അല്ലെങ്കിൽ പെയ്ഡ് രൂപേണ ചെയ്യാം, ബട്ട് ഓർഗാനിക്കിലാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അതിൽ വരുന്ന വ്യൂസും റീച്ചും അതെല്ലാം വളരെ ഓർഗാനിക്കിലാണ്. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഒരു ബ്ലോഗ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുക, അതിലേക്ക് വരുന്ന വ്യൂസും റീച്ചും ഒക്കെ വളരെ ഓർഗാനിക്കിലാണ്. സോ ഒരു എക്സാമ്പിൾ ഹബ്സ്പോട്ട് ഫ്രീ എഡ്യൂക്കേഷണൽ ബ്ലോഗ്സ്. അപ്പോൾ ഹബ്സ്പോട്ടിന് തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ അടുത്ത് തന്നെ ഇടാം. ഹബ്സ്പോട്ടിന് കുറേ അധികം സർട്ടിഫിക്കേഷൻ കോഴ്സുണ്ട്. പല അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. പലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബ്രോഷേഴ്സിൻ്റെ അകത്ത് ഹബ്സ്പോട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്, സെമറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അടിച്ചു വെച്ചൊക്കെ കാണുന്നത് ലിറ്ററലി ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സർട്ടിഫിക്കേഷൻസ് ആണ്. ഫ്രീ ആയിട്ട് അവരുടെ അക്കാഡമി സൈറ്റ് ഇപ്പോൾ ഹബ്സ്പോട്ട് അക്കാഡമി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കേഷൻസ് എടുക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. ഈ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് ഒരു വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം. സർട്ടിഫിക്കേഷൻ പലപ്പോഴും ആരും ചോദിക്കുക നിങ്ങൾക്ക് അതിൻ്റെ സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് അതിനുള്ള പോർട്ട്ഫോളിയോ ഉണ്ടോ. പോർട്ട്ഫോളിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചാൽ മുൻപ് ചെയ്ത് അല്ല സാമ്പിൾ വർക്ക്സ് ആണെങ്കിൽ പോലും നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് അറിയുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നല്ല. സോ ലീവ് ദ സബ്ജക്ട്. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇന്നത്തെ കാലം 2025 വാട്ട് ഈസ് മൂവിങ് എന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് സിമ്പിൾ ഡെഫിനേഷൻ? യൂസിങ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ടു പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ട്, അതിനെക്കുറിച്ച് വീഡിയോസ് ആണെങ്കിലും കണ്ടന്റുകളാണെങ്കിൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്ത് സോഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സ്നാപ്പ് ഉണ്ട്, എക്സ് ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, അങ്ങനെ കുറേ അധികം പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്കറിയാൻ മേലാത്ത കുറേ അധികം പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപോട്ട് വരുമ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു പോയി. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഓവറോൾ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ആണ് ഹൈ റീച്ച് ബ്രാൻഡ് അവയർനെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാര്യം റീച്ച് വളരെ ഇപ്പം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ വളരെയധികം വ്യൂസോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ വളരെയധികം കുറയും. ബട്ട് വെൻ നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻ്റ് നിങ്ങൾക്കൊരു വ്യൂസ് കിട്ടാൻ തുടങ്ങുകയാണ്, പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കണ്ടന്റുകൾ നല്ല രീതിയിൽ പുഷ് ചെയ്ത് അൽഗോരിതം കൃത്യമായിട്ട് നിങ്ങളുടെ കണ്ടന്റുകൾ
പുഷ് ചെയ്തായിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ സഹായിക്കും. അങ്ങനെ എനിക്ക് വളരെ നല്ല രീതിയിൽ ഹൈ റീച്ച്, നല്ല വ്യൂസ് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ്, നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഇതിനെ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്, അത് നിങ്ങൾക്ക് അവിടെ സെല് ചെയ്യാനും അതിലൊക്കെ കൂടുതൽ സെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് PPCയിലെ പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിംഗ് എന്ന് പറയും. ഡെഫിനിഷൻ: പെയ്ഡ് മോഡൽ വെയർ അഡ്വർടൈസിംഗ് പേസ് ഫോർ ഈച്ച് ക്ലിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്ലിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ക്ലിക്ക്, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ആ വെബ്സൈറ്റ് ക്ലിക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുക. ആ ഒരു വേയാണ് PPC എന്ന് പറയുന്നത്. ഹൗ ഇറ്റ് വർക്ക്: ആഡ് ഷോൺ ഓൺ ഗൂഗിൾ, ബിങ്, സോഷ്യൽ മീഡിയ. ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ച് പരസ്യം ചെയ്യാം. അപ്പോൾ ആ പരസ്യം ചെയ്യുന്ന രീതിയാണ് PPC അഡ്വർടൈസിംഗ് എന്നത്. അല്ലെ ആ പരസ്യം ചെയ്യുന്ന ആൾക്കാരാണ് PPC അഡ്വർടൈസിംഗ്, PPC എക്സ്പേർട്ടുകൾ എന്ന് പറയും. സോ അതേപോലെ നമുക്ക് ബിങ് ആഡുകൾ റൺ ചെയ്യാം. അതേപോലെ ബൈഡു, കുറേയധികം സെർച്ച് എഞ്ചിൻ, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ സെർച്ച് എഞ്ചിനുകളുണ്ട്. മൈക്രോസോഫ്റ്റ് എഡ്ജ് അതുപോലത്തെ സെർച്ച് എഞ്ചിൻ. ഈ സെർച്ച് എഞ്ചിനുകളിൽ പരസ്യം ചെയ്യില്ല, ആ സെർച്ച് എഞ്ചിനുകളിൽ ആഡ്സ് റൺ ചെയ്യുന്ന വ്യക്തികളെ PPCയിലെ പേപ്പർ ക്ലിക്ക് അഡ്വർടൈസേഴ്സ് എന്ന് പറയുന്നത്. ഇത് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് വളരെയധികം പെയ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റേഴ്സും കൂടെയാണ്. നിങ്ങൾക്ക് ഇതിൽ എക്സ്പേർട്ട് ആകാൻ സാധിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ സാധനം, നിങ്ങൾ നല്ല രീതിയിൽ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് ആഡ്സ് റൺ റൈറ്റ് ഓഡിയൻസിലേക്ക് അവരുടെ കമ്പനിയെ ഗ്രോത്ത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാണ് അവർ തരുന്നത്. അല്ലാതെ സാലറി എന്നൊരു സംഭവം അതിലില്ല. നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്കൊരു 1 lakh വേണം എന്ന് പറയാൻ അവർ തരാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ഇതിനേക്കാൾ അപ്പുറത്ത് ആഡ് ബഡ്ജറ്റിന്റെ 30%, 50% ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കമ്മീഷൻ ബേസും ഉണ്ട്. അത് ഫസ്റ്റ് ഇയർ എല്ലാവർക്കും കിട്ടുമെന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു പൊട്ടൻഷ്യൽ PPC അഡ്വർടൈസിംഗിൻ്റെ അത്. അപ്പം നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകാൻ, PPC അഡ്വർടൈസിംഗ് എക്സ്പേർട്ട് ആകാൻ പറ്റും. നല്ല ഫ്യൂച്ചറിനേക്കാൾ ഉപരി നല്ല രീതിയിൽ നല്ലൊരു സാലറി കിട്ടുന്ന ഒരു കരിയർ നിങ്ങൾക്ക് PPC ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലും പഠിക്കണം. ബ്ലൈൻഡ് ആയിട്ട് പോയി ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങളെ കമ്പനിയിൽ നിന്ന് പിരിച്ചെടുക്കുക. കാര്യം നമ്മുടെ പൈസ വെച്ചാണ് കളിക്കുന്നത്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു എമൗണ്ട് ഉണ്ടായി, എമൗണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കണമെന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. നമുക്ക് അവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ആമസോണിന്റെ, ഫ്ലിപ്കാർട്ടിന്റെ വലിയ ജയന്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ അഡ്വർടൈസിംഗ് വരെ കാണാൻ സാധിക്കും. കാര്യം ഇവർ എല്ലാ പ്രൊഡക്റ്റിനും ഞാൻ പറയുന്നത് നല്ല സെർച്ച് വോളിയുമുള്ള പ്രൊഡക്റ്റുകളെല്ലാം കൃത്യമായിട്ട് ആഡ് റൺ ചെയ്യുന്നുണ്ട്. കാര്യം ആ പ്രൊഡക്റ്റ് വരുമ്പോൾ ഷോപ്പിംഗ് കാർട്ട് എന്ന രൂപയാണ് മേളിൽ വരുന്നത്. അതെല്ലാം ആമസോണിന്റെ ഒരു സ്റ്റാറ്റിക് ആഡുകളാണ് വരുന്നത്. അതൊക്കെ ആമസോണിന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് ട്രാഫിക് ബിൽഡപ്പ് ചെയ്യുന്ന. നെക്സ്റ്റ് വൺ ഈസ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റ് ഡെഫിനേഷൻ: യൂസ് ഇമെയിൽ ടു നേച്ചർ ആൻഡ് കൺവേർട്ട് ലീഡ്സ്. അപ്പോൾ ഇമെയിൽ മാർക്കറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോഫിറ്റബിൾ മാർക്കറ്റിംഗ് ആണ്. ഇവിടെ ആയിട്ട് നോക്കി, ഇമെയിൽ മാർക്കറ്റിംഗ് $1 സ്പെൻഡ് ചെയ്യുകയാണ്, അതിന്റെ റിട്ടേൺസ് $36 to $42 ആണ്. സോ $1 സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത്ര 36x നിങ്ങൾക്ക് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതാണ് ഇമെയിൽ മാർക്കറ്റിംഗിന്റെ പവർ. നമ്മൾ ടാർഗറ്റ് ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് ഇമെയിലുകൾ റൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ലിസ്റ്റ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുക. നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇമെയിൽ മാർക്കറ്റിംഗ്. ന്യൂസ് ലെറ്റർ, ഓഫർ, പേഴ്സണലൈസ്ഡ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യാതെ ബെനിഫിറ്റ്സ് എന്ന് കോസ്റ്റ് എഫക്റ്റീവ്, സ്ട്രോങ് ROI. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ ഞാൻ പറഞ്ഞതിന്റെ ഒരു പ്രൂഫും ഞാൻ ഗൂഗിളിൽ കാണിച്ചു. പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല, അത് ജസ്റ്റ് ജനറൽ തിങ് ഞാൻ കാണിച്ചു. കോസ്റ്റ് എഫക്റ്റീവ് ഇതിൽ വലിയ ചിലവ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണം റാൻഡമായിട്ട് നമുക്ക് തന്നെ മെയിൽ അയക്കാൻ പറ്റും. ബട്ട് അത് ടേക്ക് ടൈം. ബട്ട് ഫ്രീ ആയുള്ള കുറേയധികം ടൂളുകളുണ്ട്. ഇപ്പം മെയിൽചിമ്പ് പോലത്തെ ടൂളുകളുണ്ട്, കുറേയധികം ടൂൾസ് ഉണ്ട്. ഇമെയിൽ മാർക്കറ്റിംഗിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നമ്മുടെ ബണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഇമെയിൽ മാർക്കറ്റിംഗിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള 10 ടോപ്പിക്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ മെയിൽചിമ്പ് ഉപയോഗിക്കുക, എങ്ങനെ നമുക്ക് ക്യാമ്പയിൻ സ്ട്രക്ചർ ചെയ്യുക, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, ഒരു ഇമെയിൽ ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മുൻപോട്ട് ഒരു വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ താഴെ കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്? പെർഫോമൻസ് ബേസ്ഡ് ഓൺ മാർക്കറ്റിംഗ് യൂസിങ് അഫിലിയേറ്റ് പ്ലാറ്റ്ഫോം. അഫിലിയേറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. എൻ്റെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ലൈക്ക് ഒരു ഹെയർ ഓയിൽ എൻ്റെ ഒരു പ്രോഡക്റ്റ് എക്സാമ്പിളാണ്. ഹെയർ ഓയിൽ എന്നൊരു പ്രോഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇത് നമുക്ക് വേണം അഫിലിയേറ്റ് ത്രൂ നമുക്ക് വിൽക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഞാൻ ഇൻവെന്റ് ചെയ്തു, അല്ലാതെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇത് ആരെനിക്ക് വിറ്റ് തരുന്നു, ആ വിറ്റ് തരുന്ന ആൾക്ക് ഞാൻ എൻ്റെ ആ പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു 100 രൂപ പ്രോഡക്റ്റിന് അതിലൊരു 5% അല്ലെങ്കിൽ 10% കട്ട് പുള്ളിക്ക് ഞാൻ കൊടുക്കും. പുള്ളി അത് വിറ്റ് തരികയാണെങ്കിൽ ആ പുള്ളിക്കൊരു 5 നമ്മളിപ്പോൾ നാടൻ സ്റ്റൈലിൽ പറയുകയാണ്, ഇപ്പോൾ സ്ഥലം വിട്ട് കമ്മീഷൻ കൊടുക്കും. ഇതേ സാധനമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ബട്ട്
ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുന്നൊരു വേ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഹൗ ടു ഹബ്ലിക് പ്ലാറ്റ്ഫോംസ് ആൻഡ് ഏൺ കമ്മീഷൻ ഓൺ സെയിൽ. ആമസോൺ എന്ന് പറഞ്ഞ ജയന്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ അഫിലിയേറ്റ് പ്രോഗ്രാം അതേപോലെ നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അഫിലിയേറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ, അങ്ങനെ സെയിൽസ് കൂട്ടാൻ നിങ്ങൾക്കൊരു സെയിൽസ്മാനെയോ മാർക്കറ്റിങ്ങിന് എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യാതെ ഒരു വ്യക്തി നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റ് തരും. വിറ്റ് തരുന്നതിന് ഒരു 20% കട്ട് അല്ലെങ്കിൽ 10% കട്ട് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബെനിഫിറ്റ് ആണ് ലോ അപ്ഫ്രണ്ട് കോസ്റ്റ്. ഇത് പ്രത്യേകം കോസ്റ്റ് ഒന്നുമില്ല, വളരെ ലോ കോസ്റ്റേ വരത്തുള്ളൂ. അപ്പൊ അത് സെറ്റപ്പ് ചെയ്യുന്നതിന് കുറച്ച് കോസ്റ്റ്, അതെല്ലാം നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നുമില്ല. വെൻ ദി എമൗണ്ട് റീച്ച്, ഇപ്പൊ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പ്രൊഡക്റ്റ് വിറ്റ് നമുക്ക് പൈസ കിട്ടിക്ക് ഇത്ര പെർസെന്റ് കട്ട് ആ ഒരു വ്യക്തിക്ക്, ആ വിറ്റ് തന്ന വ്യക്തിക്ക് കൊടുത്താൽ മാത്രമേ. ആമസോൺ അസോസിയേറ്റ്സ് പ്രോഗ്രാം ഞാൻ പറഞ്ഞ്, ആമസോണിന്റെ പ്രോഗ്രാമിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിന്റെ പേരാണ് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം. ഇത് ഉപയോഗിച്ച് ഏണിങ്സ്, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ വർക്കിംഗ് പ്രൊഫഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പണ്ട് ഒക്കെ ഞാൻ ആമസോൺ അഫിലിയേറ്റ്സ് ഉപയോഗിച്ച് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. വലിയൊരു എമൗണ്ട് അല്ല, എന്നാലും അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നതും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻ 2025. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്, ബട്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ മാർക്കറ്റിംഗിന് ഉപയോഗിക്കും. ഇപ്പൊ റീസെന്റ് കണ്ടൊരു കാര്യമാണ്, റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാലമായി ചായ്വാല എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ബിൽ ഗേറ്റ്സ് ഇന്ത്യ വന്നപ്പോൾ പുള്ളിയുടെ ചായ പിടിച്ച് പുള്ളിയെ ഉപയോഗിച്ച് പല ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് പരസ്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഒരാൾ ചെയ്ത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഷോപ്പിന്റെ ഓണർ വിളിച്ച് അദ്ദേഹത്തിന് വെച്ചൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആ മൊബൈലുകൾ വിറ്റുപോയി ഉണ്ടാകാം. കാര്യം നല്ല രീതിയിൽ തന്നെ സെയിൽസ് കിട്ടിയിട്ടുണ്ടാകാം. കാരണം കൂടുതലും ചായ്വാലയുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ്വാല, ചായപ്പുള്ളിയുടെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ചായ്വാല എന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലായെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കാണേണ്ട ഫോട്ടോ ഇല്ല, ഫോട്ടോ ഒക്കെ വെച്ചാൽ ഫോട്ടോസും വീഡിയോസും ഉപയോഗിച്ച് നിങ്ങൾക്ക് ആളെ മനസ്സിലാവുന്നത് ആയിരിക്കും. സോ പുള്ളിക്കാരന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ബൈയിങ് പവർ, ഒരു മൊബൈലൊക്കെ വാങ്ങാനുള്ള ബൈയിങ് പവർ ഉള്ള ഒരു വ്യക്തി. ഇതല്ലാതെ വേറൊരാട് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഇദ്ദേഹത്തെ വെച്ചൊരു ആഡ് ഉണ്ട്. ഈ അദ്ദേഹത്തെ വെച്ച് റിയൽ എസ്റ്റേറ്റ് ആഡ് ഉണ്ട്. ഒരു എത്ര ഫ്ലാറ്റിൽ എത്ര ബിൽഡിംഗ് വിറ്റുപോയി കാണും. ഇവ വളരെയധികം സാധ്യത കുറവാണ്. ഒന്നോ രണ്ടോ വിറ്റ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു സെയിൽസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ക്യാമ്പയിൻ ആകാൻ സാധ്യതയില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, വളരെയധികം സ്പെൻഡിങ് ലിമിറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും, വളരെ ലോ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മൊബൈൽ ഫോണിന്റെ ഒരു ക്യാമ്പയിൻ ചെയ്യുകയാണ്, മൊബൈൽ ഫോൺ കൂടുതൽ വിറ്റുവാൻ സാധ്യത. റിയൽ എസ്റ്റേറ്റ് പെർസ്പെക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് കിട്ടാൻ വളരെയധികം സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഹൗ ഇറ്റ് വർക്ക്സ് പാർട്ണർഷിപ്പ് വിത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പോൾ മലയാളത്തിൽ തന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ എല്ലാ വീഡിയോയ്ക്കും അതൊരു പ്രൊഡക്റ്റ്, ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെങ്കിൽ അല്ല എന്തെങ്കിലും പ്രൊഡക്ട്സുകളാണെങ്കിലൊക്കെ പരിചയപ്പെടുത്തുക. ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിനല്ല ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അവരെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, കൃത്യമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുപിടിക്കുക, നമ്മൾ ക്യാമ്പയിൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് ആ വേ ഓഫ് മാർക്കറ്റിംഗ് ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നൈക്ക് കൊളാബറേറ്റ് വിത്ത് അത്ലറ്റ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പൊ നൈക്കിയുടെ ഒരു വലിയൊരു കൊളാബറേഷൻ തന്നെയായിരുന്നു ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ഉണ്ട്, പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് വളരെ അവരുടെ ഒരു തലവര മാറ്റിയ സംഭവമാണ്. അത് കുറെ ആർട്ടിക്കിൾസ്, റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. ഒരു ബാസ്കറ്റ് ബോളിലെ ആളാണ്, കൃത്യമായിട്ട് ഞാൻ പേര് ഓർക്കുന്നില്ല. ട്രെയിനിൽ കാണിച്ചേക്ക ആ റിലേറ്റ് ചെയ്തുള്ള ആർട്ടിക്കിൾസ് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ റിസോഴ്സസും പ്രൊവൈഡ് ചെയ്തേക്കും, ചെക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതും ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് മൊബൈൽ മാർക്കറ്റ് ഇൻ 2025. മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്, അതിലൂടെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നവർ വളരെയധികം കൂടുതൽ. ഇപ്പൊ മൊബൈൽ മാർക്കറ്റ് മൊബൈലിന് മാത്രം സ്പെസിഫൈ ചെയ്ത് ടാർഗറ്റ്. ഇപ്പൊ SMS മാർക്കറ്റിംഗ് ചെയ്യുക, പുഷ് നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ആഡ്സ് റൺ ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആഡ്സുകൾ അതിൽ മാർക്കറ്റിംഗ് ചെയ്യാം. അതിന് നമുക്ക് മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ആണ് ഡയറക്റ്റ് റീച്ച്, ഹൈ പേഴ്സണൽ. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു വ്യക്തികളിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യുന്നത് ഹൈലി പേഴ്സണൽ ആണ്. കാര്യം ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാനായിരിക്കും. മറ്റേ ഒരു വീട്ടിലുള്ള ഒരു ഡെസ്ക്ടോപ്പ് ആണെന്ന് വിചാരിക്കും, ഒരു PC സെറ്റപ്പ് ആണ് എന്ന് വിചാരിക്കുക. അത് ഉപയോഗിക്കുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കാം, അനിയൻ ഉപയോഗിച്ചേക്കാം, അല്ലെങ്കിൽ ചേച്ചി ഉപയോഗിച്ചേക്കാം, അല്ല ഓരോരുത്തർ ഉപയോഗിച്ച് സ്പെസിഫൈ ആയിട്ട് ഹൈലി പേഴ്സണൽ ആയിട്ട് ടാർഗറ്റ് നിങ്ങൾക്ക് മൊബൈൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് വരുന്നു. ഇപ്പൊ നമ്മളൊരു ഫണ്ടമെന്റൽസ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. വളരെയധികം എല്ലാത്തിനുമുള്ളൊക്കെ ഒരു ഓവർ ദി വാട്ടർ അല്ലെങ്കിൽ
കൃത്യമായിട്ട് എല്ലാവർക്കും ഒരു ബേസിക് നോളേജ് തന്നു പോകുന്നു എന്ന് മാത്രമാണ്. നെക്സ്റ്റ് വരുന്ന വീഡിയോ മാർക്കറ്റിംഗ്. വീഡിയോ മാർക്കറ്റിംഗ് യൂസ് വീഡിയോസ് ടു എൻഗേജ് ആൻഡ് പ്രൊമോട്ട് യുവർ പ്രൊഡക്ട്സ് ഓർ സർവീസ്. ടിവിയിൽ നിങ്ങളൊരു വീഡിയോ കാണും. അതിനകത്ത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ ഷസാം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വീഡിയോ ഇടും. അവിടെ നടക്കുന്നത് വീഡിയോ മാർക്കറ്റിംഗ് ആണ് കാണുക. അപ്പോൾ ചിലപ്പോൾ ഈ ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഷസാം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച ഫോണായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആയിരിക്കും, എന്തും ആകാം. ബട്ട് ആ ഒരു പ്രൊഡക്റ്റ് അത് ഉപയോഗിച്ചൊരു വ്യക്തി മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഇറ്റ് വർക്ക്സ്. ട്യൂട്ടോറിയൽ, ആഡ്സ്, എക്സ്പ്ലെയിനർ വീഡിയോസ്, UGC കണ്ടന്റ്. UGC കണ്ടന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, ബട്ട് UGC കണ്ടന്റ് വീഡിയോ മാർക്കറ്റിംഗ് വളരെയധികം സ്ട്രെങ്ത് തരുന്ന ഒരു സാധനമാണ്. പിന്നെ ബെനിഫിറ്റ് ഹൈ എൻഗേജിങ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. മൊബൈൽ ഫോണിനെ കുറിച്ചാണ് ആ മൊബൈൽ ഫോൺ സ്പെസിഫൈ ചെയ്ത വീഡിയോസ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, എങ്ങനെ ഉപയോഗിക്കുക, ഇതിന്റെ ക്യാമറ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ട്, എല്ലാം ഒക്കെ കൃത്യമായിട്ട് വീഡിയോ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് പ്രസന്റ് ചെയ്ത് വളരെ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിലായിരിക്കും ചെയ്യുക. ചിലപ്പോൾ ഒരു 60 സെക്കൻഡ് വീഡിയോ ആയിരിക്കും, ബട്ട് അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ സ്റ്റോറി ടെല്ലിംഗ് രൂപേണ തരും. ആൾക്കാർക്ക് അത് മനസ്സിലാകും, കൂടുതൽ നമുക്ക് റിസർച്ച് ചെയ്യാനും ചിലപ്പോൾ അത് മേടിക്കാനും, ചിലപ്പോൾ 60 സെക്കൻഡ് അത് മേടിക്കാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, ഡാറ്റ അനലിറ്റിക്സ്. കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനലിറ്റിക്സ് അറിയേണ്ട വളരെയധികം കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ അധികം റീച്ച് കിട്ടുന്നുണ്ടായിരിക്കും, കുറേ അധികം വ്യൂസ് വരുന്നുണ്ടായിരിക്കും, കുറേ അധികം റിസൾട്ടുകൾ വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ആർഡർ ഉണ്ട്, ആഡിൽ നിന്ന് അത്യാവശ്യം സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഈ സെയിൽസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയേക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് അനലറ്റിക്സ്. ട്രാക്കിംഗ് ആൻഡ് അനലൈസിങ് ഡിജിറ്റൽ പെർഫോമൻസ് യൂസിങ് ടൂൾസ് ആയി ഗൂഗിൾ അനലിറ്റിക്സ്. ഇപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് മെറ്റയാണെങ്കിൽ നമുക്ക് ആഡ്സ് മാനേജർ ഉപയോഗിക്കാൻ സാധിക്കുന്നതായി. അങ്ങനെ ഓരോതരം പ്ലാറ്റ്ഫോംസിന് അവരുടേതായ ടൂളുകളുണ്ട്. ഈ ടൂളുകൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാനും കൂടെ പഠിക്കേണ്ട ആവശ്യം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മറ്റേ ഉപയോഗിച്ച് സെല്ല് ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് നിൽക്കുക. ഇത് എവിടെ നിന്നൊക്കെയാണ് വന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്, അല്ല ഫേസ്ബുക്കിൽ നിന്നാണ്. ഈ ഫേസ്ബുക്കിൽ നിന്നാണ് വന്നെങ്കിൽ ഏത് ആഡ് സെറ്റാണ് അവരെ ക്ലിക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? ഇപ്പോൾ ഒരു റീല് കണ്ടപ്പോഴാണ് അവർ മേടിച്ചത്, അല്ല സ്റ്റോറി കണ്ടപ്പോഴാണ് മേടിച്ചത്, അല്ല കെറോസിൽ ആഡ്, അല്ല സ്റ്റാറ്റിക് ആഡ് കണ്ടപ്പോഴാണ് മേടിച്ചത്, അല്ലെങ്കിൽ ഇത് എപ്പോൾ കണ്ടത്, അല്ലെ ഏത് പ്രായക്കാരാണ് കണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രായക്കാരാണ് ഏറ്റവും കൂടുതൽ മേടിച്ചത്? 20 മുതൽ 25 ഇടയ്ക്കുള്ളവരാണ് മേടിച്ചത്, അല്ലെങ്കിൽ 25 മുതൽ 30 വയസ്സിന് ഇടയ്ക്കുള്ളവരാണ് മേടിച്ചത്? ആരാണ് ഏറ്റവും കൂടുതൽ മേടിച്ചത്? വളരെ വേഗം. ഇതൊക്കെ എന്തിന് ഇത്ര ഇൻഡെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് എന്ന്. നെക്സ്റ്റ്, നിങ്ങൾ ആഡ് റൺ ഇവരെ ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാൻ സാധിക്കും. റീടാർഗറ്റിംഗ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ വീണ്ടും കൂടുതൽ സെയിൽസ് കിട്ടും. നേരത്തെ നിങ്ങളുടെ CPC ഒരു 10 രൂപ ആണെങ്കിൽ സെക്കൻഡ് ഡേ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 10 രൂപ എന്നുള്ളത് ചിലപ്പോൾ 5 രൂപയ്ക്ക് വരെ കുറയ്ക്കാൻ സാധിക്കുന്നത്. ഞാൻ ഹൈപ്പോത്തറ്റിക്കലി പറയുന്നു എന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ കോസ്റ്റ് പെർ ക്ലിക്ക് കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള നിങ്ങളെ ടാർഗറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയാണ് പറ്റുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. 2025 ഓട്ടോമേഷൻ എന്ന വേർഡ് കേൾക്കാത്ത വളരെയധികം കുറവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീല് കാണുമ്പോൾ പോലെ കമന്റ് വേർഡ് DM എന്ന് പറയുന്നത് കേൾക്കാം. ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് കമന്റ് ചെയ്ത് നിങ്ങളുടെ ഇൻബോക്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് മെസ്സേജ് വരികയാണ്. ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ തരാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വരികയാണ് ചെയ്യുക. അതാണ് ഓട്ടോമേഷൻ. അതിനെ മാത്രമല്ല ഓട്ടോമേഷൻ, ഒരു സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു വേയിലാണ് ഞാൻ പറഞ്ഞത്. അത് അതുപോലെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊരു കാര്യം നടക്കണം. അപ്പോൾ അത് വളരെ ജനറിക്സ് ആണ്. അതിൻ്റെയൊക്കെ തുടക്കമാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കും. അപ്പോൾ പലതരം കമ്പനികൾ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വരെ മാനുഫാക്ചർ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഓട്ടോമേഷൻ സിസ്റ്റങ്ങളുണ്ട്. ചൈനയിലൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. റിലേറ്റീവ് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഇമെയിൽ വർക്ക് ഫ്ലോസ് നമുക്ക് അപ്പോൾ ഞാനൊരു ജനറിക് ഓട്ടോമേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞൊരു കമ്പനി ഓട്ടോമേഷൻ. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്ന ഇമെയിൽ ഓട്ടോമേഷൻ നടത്താൻ CRM ഇന്റഗ്രേഷൻസ്, ചാറ്റ് ബോട്ടുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓട്ടോമേഷനെ കുറിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി വേൾഡിൽ അത് സ്പെസിഫിക്കലി ഒരു 10-15 വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. വളരെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ഉണ്ട്. യൂട്യൂബിൽ നമ്മളത് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബണ്ട് റിലേറ്റ് അതിനകത്ത് ടോപ്പിക് അതിൻ്റെ അകത്ത് കവർ ചെയ്ത് എല്ലാ ടോപ്പിക്കുകളും ചെയ്യുന്നതായിരിക്കും. ബട്ട് അത് ടൈം എടുക്കും. ഒരു 170+ ടോപ്പിക്കുകൾ ആ ബണ്ടില്ലാത്ത തന്നെ ഉണ്ട്. പിന്നെ ടോപ്പിക്സുകൾ മുന്നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ടോപ്പിക്സുകളുടെ എണ്ണം കുറയാൻ തന്നെ സാധ്യത കുറവാണ്. കൂടാൻ മാത്രമാണ് സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബണ്ടിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ DM ബണ്ടിൽ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ 12 മേജർ ടോപ്പിക്സുകളും കവർ ചെയ്തിട്ട് വി എക്സ്പ്ലോർ 12 മേജർ ടോപ്പിക്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഞാൻ ജസ്റ്റ് 12 ടോപ്പിക്സ് 12 ടൈപ്സ് പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ കുറേയധികം ടൈപ്സുകളുണ്ട്. ബട്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. മൈനർ ആയിട്ടുള്ളതും കുറേ ഉണ്ട്. നിങ്ങൾ എല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ T-ഷേപ്പ് മാർക്കറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്, മുകളിലുള്ള റൂഫ് മൊത്തം കംപ്ലീറ്റ് ആക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ.
സോ ഈച്ച് ടൈപ്പ് സെർവ്സ് എ യുണീക് റോൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിനായിട്ട് സെർച്ച് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് വളരെ സ്പെസിഫിക്. ഇപ്പം SEO എക്സ്പേർട്ട് ഉണ്ട്, PPC എക്സ്പേർട്ട് ഉണ്ട്, സോഷ്യൽ മീഡിയ എക്സ്പേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ CRM എക്സ്പേർട്ട് ഉണ്ട്. അങ്ങനെ കുറെ എക്സ്പേർട്ടുകളും അതുപോലെ മാനേജേഴ്സ് നിങ്ങൾക്ക് അപ്പം SEO മാനേജർ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ സ്പെസിഫിക്കേഷനെ കുറിച്ച് അറിയുന്ന വളരെയധികം നല്ലതായിട്ടുള്ള കാര്യമായിരിക്കും ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ. സോ നിങ്ങൾ ഫസ്റ്റ് 2 years ഒക്കെ നിങ്ങൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എല്ലാം ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. പിന്നീട് നിങ്ങൾ ഇഷ്ടവും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. പിന്നെ ബെസ്റ്റ് റിസൾട്ട്സ് കം ഫ്രം കമ്പൈനിങ് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ്. പഠിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. ബട്ട് നിങ്ങൾ ബിസിനസ് ഓണർ ആണെങ്കിൽ SEO മാത്രം നോക്കി എന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് വരാൻ താമസിക്കും. ബട്ട് ആ ടൈമിൽ SEM അല്ലെങ്കിൽ PPC ഉപയോഗിക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് വരും. നിങ്ങൾക്ക് ഒരു ചെറിയ സ്പെൻഡ് വരണം. ബട്ട് അതിനോടൊപ്പം നിങ്ങൾ SEO സ്ട്രാറ്റജീസും ബിൽഡ് SEOയും കൂടെ നിങ്ങളുടെ ആ വെബ്സൈറ്റിലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും. കാര്യം നിങ്ങൾക്ക് ആഡ് സ്പെൻഡ് ഇല്ല, നിങ്ങൾക്ക് സെയിൽസും പ്രോഫിറ്റും ഒക്കെ അതിനായിരിക്കും. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സക്സസ് ഡിപെൻഡ്സ് ഓൺ ചൂസിങ് ദ റൈറ്റ് മിക്സ് ഓഫ് യുവർ ഗോൾസ്. ടാർഗറ്റഡ് ഓഡിയൻസ്, ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ ഏതൊക്കെ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് ചിലപ്പോൾ SEO ഉപയോഗിക്കേണ്ടി വരും, അല്ലെ SEM ഉപയോഗിക്കേണ്ടി വരും. സോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് നിങ്ങൾക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്സ് ഹെൽപ്സ് എ വെബ്സൈറ്റ് റാങ്ക് ഹയർ ഇൻ സെർച്ച് റിസൾട്ട് വിത്തൗട്ട് പെയ്ഡ് ഡയറക്ട്ലി ഫോർ ക്ലിക്സ്. PPC അഡ്വർടൈസിംഗ് ആണ്, SEO ആണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. കമന്റ് ചെയ്യുക. അറിയാവുന്നവർ നെക്സ്റ്റ് വീഡിയോയ്ക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞേക്കാം. സോ നമ്മുടെ ബണ്ടിലിനകത്ത് ഇങ്ങനെയാണ് പോകുന്നത്. കൃത്യമായിട്ട് ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക് കഴിയുമ്പോൾ 3 questions ഉണ്ട്. അതൊക്കെ വളരെ സ്ട്രക്ചർഡ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ബണ്ടിലിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാവുന്നതായിരിക്കും. അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങളൊരു ബുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരാണെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഉപയോഗിച്ച് കാണുന്നവരും പഠിക്കുന്നവരും ആണെങ്കിൽ ബുക്ക്, അത് പുതിയ ബുക്ക് വാങ്ങണമെന്നൊന്നുമില്ല. വീട്ടിലിരിക്കുന്ന പഴയ ബുക്കാണെങ്കിലും മതി. അല്ലെങ്കിൽ നോഷൻ പോലെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. ബട്ട് അതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ റഫ് നോട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. നിങ്ങളുടെ തോട്ട്സും ബ്രെയിൻ സ്ട്രോമിങ്ങും ഈ ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുന്നതായിരിക്കും. അതുപോലെ എഴുതുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലും കൂടെ പതിയുന്നതും ആയിരിക്കും. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. സോ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ മാർക്കറ്റിംഗ് ഫണലാണ്. എങ്ങനെ നമുക്കൊരു മാർക്കറ്റിംഗ് ഫണൽ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മോഫു ഇൻ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സിന്റെ 3ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫണൽ, സെയിൽസ് ഫണലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉറപ്പ് ചെയ്യാൻ പോകുന്നത് ദി സെയിൽസ് ഫണൽ ആയിരിക്കും. മോഫു എന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് ദി ഫണൽ, മോഫു എന്ന് വെച്ചാൽ മിഡിൽ ഓഫ് ദി ഫണൽ, ബോഫു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഫണൽ. വൈ ഇറ്റ്സ് ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ഈ കാണുന്ന ഈ സെയിൽസ് ഫണൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മാത്രമല്ല, ഏത് മാർക്കറ്റിംഗിലാണെങ്കിലും ഈ കാണുന്ന ഈ സെയിൽസ് ഫണൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ്. പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിച്ചതിന് ശേഷം ജോലികൾക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്താണ് മോഫു എന്ന് ചോദിക്കുമ്പോൾ പലർക്കും അറിയാൻ മേലാത്ത സിറ്റുവേഷൻ. ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അകത്ത് നമ്മൾ ബോഫു എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. സിംപിളി നമ്മളൊന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമറുടെ അവയർനെസ് സ്റ്റേജ് മുതൽ ഡിസിഷൻ സ്റ്റേജ് വരെയുള്ള ജേണിയാണ് നമ്മൾ സെയിൽസ് ഫണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ഇറ്റ് ഈസ് മാറ്റർ, എന്തുകൊണ്ടാണ് ഈ സെയിൽസ് ഫണൽ വളരെയധികം ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് അത്രയധികം മാറ്റർ ആണ്. നോട്ട് ഓൾ പ്രോസ്പെക്ടേഴ്സ് ആർ റെഡി ടു ബൈ റൈറ്റ് നൗ. ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് എല്ലാവരും അത് മേടിക്കണമെന്നില്ല. ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം കണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കണ്ട് എല്ലാവരും മേടിക്കണമെന്നില്ല. ഇതിന് നമ്മളൊരു കൃത്യമായിട്ട് അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകണം. ആ ഫോളോ അപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ സെയിൽസ് ഫണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റേഴ്സ് നീഡ് ടു നേച്ചർ ലീഡ്സ് ടു ഈച്ച് സ്റ്റേജ്. ഫസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞ് ലീഡ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നു. നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിക്കാനായിട്ട് ആദ്യം നമുക്കൊരു ലീഡ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയ ഒരു വ്യക്തിയായിരിക്കും വരെ. അവരെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ സെയിൽസ് ഫണലിലൂടെ നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ എൻഡ് യൂസറിൽ നമ്മുടെ കസ്റ്റമർ ആയിട്ടോ അല്ലെങ്കിൽ ആ സർവീസ് ബൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ മാറുന്നത്. ഫണൽ എൻഷ്യൂർസ് ദി റൈറ്റ് കണ്ടന്റ്, റൈറ്റ് ഓഡിയൻസ്, റൈറ്റ് ടൈം. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ്. അവരുടെ ഓഡിയൻസിനെ അറിയാതെ വീഡിയോസ് ഇടുന്നതൊക്കെ ആയിട്ട് കണ്ടത്. കറക്റ്റ് ഉള്ള ഓഡിയൻസിനെ ആദ്യമേ മനസ്സിലാക്കണം. അവരുടെ കണക്റ്റിംഗ് ടൈം അവർക്ക് വേണം. ഒരു അമ്പർല, ഇപ്പൊ മഴ സമയത്താണ് കുടയുടെ ആവശ്യമുള്ളത്. കുട നമ്മൾ വേനൽക്കാലത്തോ അല്ലെ മഞ്ഞുകാലത്തോ വയ്ക്കാൻ നോക്കിയാൽ മേടിക്കാൻ അല്ലെങ്കിൽ വിറ്റുപോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കൃത്യമായിട്ട് റൈറ്റ് ടൈമിൽ കൃത്യ സമയത്ത് അവരെ
അപ്രോച്ച് ചെയ്യേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫണലിനെ കുറിച്ച് ജസ്റ്റ് ഓവർവ്യൂ പറയാം. ഫസ്റ്റ് ടോപ്പ് ഓഫ് ദി ഫണൽ അല്ലെങ്കിൽ ടോപ്പ് ഫൂ എന്ന് പറയും. അതൊരു അവയർനെസ് സ്റ്റേജ് ആണ്. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. എക്സാമ്പിൾ എൻ്റെ ഒരു ഗാഡ്ജറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോൾ ഞാനതെങ്ങനെ സെൽ ഔട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ് യു മസ്റ്റ് നോ ദാറ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ ഒരാളോട് ചെല്ലു പറയുകയാണ്, ഈ ഫോൺ ഞാൻ വിൽക്കുകയാണ്, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അവരൊക്കെ അത് വാങ്ങേണ്ട ആവശ്യമില്ലായിരിക്കും. കാരണം അവരുടെ വേറെ ഫോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആ ഫോണോട് ഇൻട്രസ്റ്റഡ് അല്ലായിരിക്കും. സോ ഇത്തരമുള്ള റൈറ്റ് ഓഡിയൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനായിട്ടാണ് അവയർനെസ് സ്റ്റേജ് നടത്തുക, അവയർനെസ് ക്യാമ്പയിനുകൾ നടത്തുക. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന്, ഇപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഈ മൊബൈൽ ഫോൺ നമ്മുടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു വേനെയാണ് നമ്മൾ അവയർനെസ് സ്റ്റേജ്, ടോഫു അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മിഡിൽ ഓഫ് ദി ഫണൽ അല്ലെങ്കിൽ മോഫു എന്ന് പറയും. ഇത് കൺസിഡറേഷൻ സ്റ്റേജ് ആണ്. ലെറ്റ്സ് സേ നമ്മുടെ മൊബൈൽ ഫോണിന്റെ എക്സാമ്പിളിലേക്ക് വരും. നമ്മളൊരു അവയർനെസ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെയാണ് നടത്തി നമ്മുടെ മൊബൈൽ ഫോൺ കുറച്ച് ആൾക്കാരൊക്കെ അറിയുക ചെയ്തു. അതിൽ കുറച്ച് ആൾക്കാർ നമ്മളെ കൺസിഡർ ചെയ്യില്ല, അതിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ വന്നു. അവരൊക്കെ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഈ മൊബൈലിനെ കുറിച്ച് കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എത്രയുടെ വില കാര്യങ്ങളൊക്കെ ചോദിക്കുക. അങ്ങനെ നമ്മൾ ഒരു കൺസിഡറേഷൻ സ്റ്റേജിലേക്ക് വന്നു. അതിനാണ് മോഫ് അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി സ്റ്റേജ്. നെക്സ്റ്റ് മോഫ് അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് പറയും. ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത് ഡിസിഷൻ സ്റ്റേജാണ്. അവർക്ക് ആ മൊബൈൽ ഫോൺ വാങ്ങണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു സ്റ്റേജിനാണ് ബോഫു എന്ന് പറയുന്നത്. നെക്സ്റ്റ് താഴേക്ക് നിൽക്കുന്ന ജേണി, അട്രാക്ട്, എൻഗേജ്, കൺവേർട്ട്. ഇതാണ് നമ്മുടെ ടോഫുവിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാം. ഫസ്റ്റ് അട്രാക്ട് ചെയ്യുക, അതിനാണ് അവയർനെസ് സ്റ്റേജ് അല്ലെങ്കിൽ ടോഫു എന്ന് പറയുന്നത്. എൻഗേജ് ചെയ്യുക, അവരായിട്ടുള്ള ടാർഗറ്റഡ് ഓഡിയൻസ്, നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് എൻഗേജ് ചെയ്യുക. പിന്നെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ദിസ് ഈസ് ദ 3 സ്റ്റേജസ് ഓഫ് സെയിൽസ് ഫണൽ. അപ്പൊ എന്താണ് ടോഫു അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ഫണൽ? നമുക്ക് ഇത്തിരി ഇൻഡെപ്ത് ആയിട്ട് പോകാം. ഫസ്റ്റ് ആണ് ഗോൾ, ഗെറ്റ് അറ്റൻഷൻ, എഡ്യൂക്കേറ്റ്, ബിൽഡ് അവയർനെസ്. ഇതാണ് മെയിൻ തിങ് ഓഫ് ടോഫു അല്ലെങ്കിൽ അവയർനെസ് സ്റ്റേജ് നടക്കുന്നത്. നിങ്ങളുടെ ഒരു
മാസ്റ്ററി കോഴ്സിന്റെ ഫോർത്ത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇറ്റ് വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് യു മസ്റ്റ് നോ ഇൻ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇട്ട വീഡിയോ സെയിൽസ് ഫണലിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ്. യോഫു മോഫു ബോഫു. ആ വീഡിയോ കാണാത്തതാണ് അത് കാണുക. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ ലാസ്റ്റ് വീഡിയോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: at which stage of marketing funnel is the primary goal to create awareness? അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫണൽ, സെയിൽസ് ഫണലിൽ ഏത് ഫണലാണ്? മോഫ് ആണ്, ബോഫ് ആണ്, നോഫ് ആണ്? നോഫ് ആണ്. കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തത് കൺഗ്രാജുലേഷൻ. അതേപോലെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിലാണ്. ഇത് വേണമെന്നൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോസ് ചെയ്തിട്ട് ആ ഒരു ലിങ്ക് പോലെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് 117 മെയിൻ ടോപ്പിക്സും അതേപോലെ 170+ സബ് ടോപ്പിക്സുകളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കവർ ചെയ്തൊരു ബണ്ടിലാണ്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നോളജ് ഇതിലൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ഇത് പല പല ടോപ്പിക്സുകളും കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ SEO, SMM, PPC, മുന്നോട്ട് ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, അങ്ങനെ കുറെ അധികം ടോപ്പിക്സുകൾ കവറപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഓക്കെ ആകുമ്പോൾ എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ കവറപ്പ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് തിങ് എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് മനസ്സിലാക്കാം. വാട്ട് ഈസ് കൺസ്യൂമർ ബിഹേവിയർ? The study of how individuals or group or organization select, buy or use and dispose a good, service, idea or expenses dispose a goods. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്നു, അല്ലെ ഒരു വ്യക്തി എന്തൊക്കെ ഐഡിയേഷന്റെ ബേസിസിലാണ് ഒരു പ്രൊഡക്റ്റ് സർവീസ് സെലക്ട് ചെയ്യുന്നത്, അത് അവരുടെ വാണ്ട്സ് അല്ലെങ്കിൽ നീഡ്സിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതെങ്ങനെ അവരുടെ വാണ്ട്സ് അല്ലെങ്കിൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് കൺസ്യൂമർ ബിഹേവിയർ ചെയ്യും. ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓൺലൈൻ ആക്ഷൻസ്. നമ്മുടെ നോർമൽ മാർക്കറ്റ്, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ബയ്യർ അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ബട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? നമ്മൾ ഓൺലൈൻ പ്രോസസ്സാണ് നടക്കുക. കൺസ്യൂമർ നമ്മുടെ അടുത്തേക്കല്ല വരുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് കൺസ്യൂമറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് കൺസ്യൂമറിന്റെ അടുത്തേക്ക് പോകുന്നില്ല, ബട്ട് ആ ഗ്യാപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ കൺസ്യൂമറുടെ ഓൺലൈൻ ആക്ഷൻ, കൺസ്യൂമർ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ വന്നാൽ പർച്ചേസ് ചെയ്യുന്നത്, അവരുടെ ഓൺലൈൻ ആക്ഷൻസ് എങ്ങനെയാണ്? ഒരു വെബ്സൈറ്റിൽ വരെ എവിടേക്കാണ് അവർ ക്ലിക്ക് ചെയ്യുന്നത്, അത് എന്തൊക്കെയാണ് അവർ വായിക്കുന്നത്, എന്തൊക്കെയെ കുറിച്ചാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓൺലൈൻ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഫോർ ഡിജിറ്റൽ മാർക്കറ്റ്. എന്തുകൊണ്ടാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ ഡിജിറ്റൽ മാർക്കറ്റ് ക്രിട്ടിക്കൽ അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്? ഇറ്റ്സ് ദി ഫൗണ്ടേഷൻ ആൻഡ് എഫക്റ്റീവ് സ്ട്രാറ്റജി. അതൊരു ഫൗണ്ടേഷനാണ്, ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി. കൺസ്യൂമറുടെ ബിഹേവിയർ അല്ല, കൺസ്യൂമറുടെ എന്താണ് കൺസ്യൂമർ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ബുക്ക് ഉണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയും. വായിച്ചവർക്കറിയാം വളരെ വളരെ അതിനകത്ത് ഓരോ ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു ഹാബിറ്റ്സ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്കത് നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന സാധനം. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ പല്ല് തേക്കുന്നത്, അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറി. ഇവിടെ ഉറങ്ങുന്ന മുമ്പേ പല്ല് തേക്കുന്നത് വേറെ ഹാബിറ്റ് ആയിട്ട് മാറി. ഉറങ്ങുമ്പോൾ പല്ല് തേക്കാത്തവരുണ്ട്, അപ്പോൾ അത് വിട്ടേക്കും. ബട്ട് എഴുന്നേൽക്കുമ്പോൾ മിക്കവരും പല്ല് തേക്കും, അതൊരു റുട്ടീനായി മാറി. ഇതാണ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് വരികയാണ്. ആമസോണിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ആ താഴെ പോയ റിവ്യൂസ് വായിച്ചുണ്ട് അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ഒരു ജെനുവിനിറ്റി, ട്രസ്റ്റ് കൊടുക്കുക. ടു ഹെൽപ്പ് us know who our audience is. നമ്മുടെ ഓഡിയൻസ് ആരാണ് എന്ന് മനസ്സിലാക്കുക. വാട്ട് ദേ വാണ്ട്, അവർക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക. ഹൗ ടു റീച്ച് ദം, എങ്ങനെ അവരിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഡ്രൈവ്സ് ഡിസിഷൻ ഓൺ കണ്ടന്റ്, ചാനൽസ് ആൻഡ് ക്യാമ്പയിൻസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അത് ഇങ്ങനെ ടൈപ്പ് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ് അല്ല, എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മൾ റൈറ്റ് ചെയ്യുന്ന കണ്ടന്റ് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ചാനൽസ് ത്രൂ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ആരിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്, ആരാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് മനസ്സിലാവുക. ആ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചാനൽസ്, സോഷ്യൽ ചാനൽസുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അവർക്ക് എങ്ങനെ നമുക്ക് ക്യാമ്പയിൻ സ്ട്രക്ചർ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഇവോൾവ് ഡിജിറ്റൽ കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെ നമുക്ക് ഒരു ജേണി ആക്കി മനസ്സിലാക്കാം. ഇതിനു മുമ്പത്തെ വീഡിയോ നമ്മൾ സിംപ്ലി സെയിൽസ് ഫണലിനെ കുറിച്ച് പറഞ്ഞത്. അതൊന്ന് റീക്യാപ്പ് ചെയ്തെടുക്കുക. അവയർനെസ് സ്റ്റേജ് എന്ന് പറഞ്ഞ ടോപ്പ് ഓഫ് ദി ഫണൽ. അതുപോലെ നമ്മൾ പഠിച്ചു വരുന്ന മോഫ്, മിഡിൽ ഓഫ് ദി ഫണൽ, നെക്സ്റ്റ് വൺ ബോഫ്, ബോട്ടം ഓഫ് ദി ഫണൽ. ഇതാണ് ഫസ്റ്റ് 3 സ്റ്റേജസ് വരുന്നത്. ഫസ്റ്റ് വൺ അവയർനെസ് സ്റ്റേജ്, ടോപ്പ് ഓഫ് ദി ഫണൽ. സെക്കൻഡ് വൺ കൺസിഡറേഷൻ സ്റ്റേജ്, മിഡിൽ ഓഫ് ദി ഫണൽ. നെക്സ്റ്റ് തേർഡ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് വന്നു. നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ലീഡ്സ് എല്ലാം കൺവേർട്ട് പർച്ചേസ്, നമ്മൾ അവസാനമായിട്ട് നമ്മൾ അവരെ കുറിച്ച് റിവ്യൂ ചെയ്യുക, ടെസ്റ്റിമോണിയൽസ് വായിക്കുക, ആ ഒരു സ്റ്റേജ് എത്തുക. എന്ന് വെച്ചാൽ വളരെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഒരു ക്ലിക്ക് അകലെയാണ്. അതിനാണ് ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് 1-2 ഫണൽ നമുക്ക് കസ്റ്റമർ ജേണിക്കകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. വൺ ഈസ് ലോയൽറ്റിക്ക് നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് നേരത്തെ പറഞ്ഞ അറ്റോമിക് ഹാബിറ്റ്സിലേക്ക് തന്നെ വരാം. നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുക കോൾഗേറ്റ് ആയിരിക്കും കൂടുതൽ. കാര്യം നമുക്ക് അതിലേക്ക് ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ലോയൽറ്റി ഉണ്ട്. കാര്യം നമ്മൾ കുറെ നാളായിട്ട് ഉപയോഗിച്ച് നമുക്ക് അതിലൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ് ഈസ് കോൾഗേറ്റ് എന്നത്. ഇറ്റ് ഡിപ്പെൻസ് ആണ്, ബട്ട് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് അത് നമുക്കൊരു എല്ലാവർക്കും വളരെ സുപരിചിതവും അതുപോലെ വളരെ ലോയൽറ്റി ഉള്ള ഒരു ബ്രാൻഡാണ്. കടയിൽ പേസ്റ്റ് തരാൻ പറയുമ്പോൾ ഏതാണ് പറയും, കോൾഗേറ്റ് തരാൻ പറയും. ദാറ്റ് ഈസ് ദ ലോയൽറ്റി. അതാണ് നമുക്ക് റിപ്പീറ്റഡ് പർച്ചേസ് വരും. നെക്സ്റ്റ് വേണം അഡ്വക്കസി എന്ന് പറയും. ദാറ്റ് മീൻസ് ഷെയറിംഗ് പോസിറ്റീവ് എക്സ്പീരിയൻസ്, ബിക്കമിങ് എ ബ്രാൻഡ് അഡ്വക്കേറ്റ്. അപ്പൊ ഇതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എക്സ്പീരിയൻസ്, നമ്മൾ കോൾഗേറ്റ് എന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് തന്നെ പറയാം. നമ്മൾ കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ കടക്കാരനോട് നമ്മൾ പറയുകയാണ്, ചേട്ടാ ഒരു പേസ്റ്റ് തരാൻ പറയുകയാണ്. ഏത് കമ്പനിയുടെ വേണ്ടത്, ഏതെങ്കിലും കമ്പനിയുടെ വെച്ചോളാൻ പറയും. അപ്പൊ ആ കടക്കാർ ഇങ്ങോട്ട് വെച്ചാൽ കോൾഗേറ്റ് വെച്ചാൽ നല്ല ബ്രാൻഡ് അല്ലേ എന്ന് സജസ്റ്റ്. ഇതാണ് ബിക്കമിങ് എ ബ്രാൻഡ് അഡ്വക്കേറ്റ്. നമ്മൾ പോലെ നമ്മൾ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തൊരു സ്റ്റേജിലേക്ക് വരുന്നത്. ഇതൊരു കസ്റ്റമർ ജനറൽ പ്രോസസ്സാണ്. നെക്സ്റ്റ് വൺ ഈസ് കീ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എ ഡിജിറ്റൽ ബിഹേവിയർ. ഒരു കൺസ്യൂമർ ഡിജിറ്റൽ ബിഹേവിയർ, ഓൺലൈൻ ബിഹേവിയറിന്റെ കീ ഫാക്ടേഴ്സ് അവർ ഇൻഫ്ലുവൻസ്. വൺ ഈസ് കണ്ടന്റ്, ദ റൈറ്റ് കണ്ടന്റ് അറ്റ് റൈറ്റ് ടൈം. റൈറ്റ് കണ്ടന്റ്, റൈറ്റ് കൃത്യമായിട്ട് 2 റൈറ്റ് ഉണ്ട്. റൈറ്റ് കണ്ടന്റ്, കറക്റ്റ് കണ്ടന്റ് ആയിരിക്കും. ചുമ്മാ എന്തെങ്കിലും കുറിച്ച് കണ്ടന്റ് ഇട്ടിട്ട് കാര്യം. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരിക്കും. റൈറ്റ് ടൈം, കറക്റ്റ് അവർക്ക് ആവശ്യമുള്ള ടൈമിൽ ഇട്ടിരിക്കും. മുൻപത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ എക്സാം, അതിനെ ഒന്ന് റീക്യാപ്പ് ചെയ്യും. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കുടയാണ്. അപ്പൊ റൈറ്റ് കണ്ടന്റ് കുടയെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ നമ്മൾ വേനൽക്കാലത്തോ മഞ്ഞുകാലത്തോ കൊടുത്തിട്ട് കാര്യം, നമ്മൾ മഴക്കാലത്താണ് കൊടുക്കുക. റൈറ്റ് ടൈമിൽ റൈറ്റ് കണ്ടന്റ് കൊടുക്കും. എക്സാമ്പിൾ ബ്ലോഗ് പോസ്റ്റുകൾ, കൺസിഡറേഷൻ ബ്ലോഗ് പോസ്റ്റുകൾ നമുക്ക് റൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ട്യൂട്ടോറിയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് പർച്ചേസ് വീഡിയോസ് ചെയ്യാം. പോസ്റ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ പർച്ചേസിന് ശേഷം റിവ്യൂ വീഡിയോസ്, UGC വീഡിയോസ് പോലത്തെ വീഡിയോസ് പലരെയും കണ്ടിട്ടുണ്ട്. അതുപോലത്തെ പോസ്റ്റ് പർച്ചേസ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കും. സെക്കൻഡ് സോഷ്യൽ പ്രൂഫാണ്. റിവ്യൂ, ടെസ്റ്റിമോണിയൽസ്, അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, അല്ലെങ്കിൽ UGC വീഡിയോസ്, ഇതുപോലത്തെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് നമുക്ക് യൂസർ അല്ലെങ്കിൽ ഒരാൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിക്കാൻ വരികയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അതിന് ഏത് ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ട ക്യാമറ ഫീച്ചേഴ്സ് എന്താ, അതിനെക്കുറിച്ച് ജസ്റ്റ് ഇപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യും. അതിനുശേഷം 1-2 മൊബൈൽ ഫോൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന് പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റ്. ഇവരെ നിങ്ങൾ കുറെ നാളായിട്ട് ഫോളോ ചെയ്ത് അവരിടുന്ന വീഡിയോസ് അത്യാവശ്യം ജെന്യുവിൻ ആയിട്ട് തോന്നുന്നുണ്ട്. പുള്ളി പറയുന്നത് അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ അല്ലായിരിക്കും. അപ്പോൾ കമ്പനിക്കാർ ഫോൺ അയച്ചു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി തന്നെ പൈസ കൊടുത്ത് മേടിച്ചതായിരിക്കും. ബട്ട് നിങ്ങൾക്ക് അവരിലൊരു വിശ്വാസമുണ്ട്. ആ ഒരു ക്രിയേറ്ററിലുള്ള ഒരു വിശ്വാസമാണ്, ഇൻഫ്ലുവൻസർ വിശ്വാസമാണ്. സോ നിങ്ങളത് കാണുമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടും. വിശ്വാസം കൊണ്ട് മാത്രം എടുക്കുന്നതിന് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആ പേഴ്സണിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുള്ളി പറഞ്ഞത് ജെന്യുവിൻ ആണ് എന്നൊരു ഫീൽ ഉണ്ട്. ലൈക്ക് ദാറ്റ്. അതാണ് UGC അല്ലെങ്കിൽ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. ഇതേപോലെ കമ്പനീസ് കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. അവരെങ്ങനെയാണ് ചെയ്യാറുള്ളത്? മെയിൻലി ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക. അവർ വീഡിയോസ് കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസേഴ്സിന് പൈസ കൊടുക്കും. എന്ന് വെച്ചാൽ എല്ലാവരും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വീഡിയോസ് ഇടുന്നത് പൈസ മേടിച്ചാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൈസ മേടിച്ചിടുന്നവരുണ്ട്, സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചിടുന്നവരുണ്ട്. അതുപോലെ കമ്പനികൾ പ്രൊഡക്റ്റ് ഒക്കെ അയച്ചു കൊടുത്ത് വീഡിയോസ് ഇടുന്നവരുണ്ട്. അതാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പേഴ്സണലൈസേഷൻ. നമ്മുടെ കണ്ടന്റ് എന്താണ്? ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ ഞാനൊരു കാർ കമ്പനി ഓണറാണ്.
ആ കാറാണ് എനിക്ക് വിൽക്കുന്നത്. അപ്പൊ ആ കാർ വിൽക്കാനായിട്ട് ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ പോകേണ്ട ആൻഡ് സ്മോക്കിയുടെ ചാനലിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കാർ റിലേറ്റഡ് വീഡിയോ ഇടുന്ന ബൈജു നായർ പോലത്തെ ചാനലിലേക്കാണ് പോകുന്നത്. അവരിൽ റിലേറ്റ് ചെയ്ത് നമ്മളെ ഇൻഫ്ലുവൻസർ കമന്റ്സും കാര്യങ്ങളൊക്കെ ബില്ല്. അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ ടൈലർ ചെയ്യണം. അതേപോലെ നമ്മൾ ഇൻഫ്ലുവൻസർ മാത്രമല്ല, നമുക്ക് ഓൺ ബ്രാൻഡ്, നമുക്ക് ഓണായിട്ട് തന്നെ നമുക്കൊരു പേഴ്സണൽ ഓണായിട്ട് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യും. വളരെ സ്പെസിഫൈ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് തന്നെ വീഡിയോസ് കാര്യമൊക്കെ അവരിലേക്ക് പുഷ് ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അത് ഓർഗാനിക്കലിയും പെയ്ഡ് ആയിട്ടും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെങ്കിൽ പെയ്ഡ് മീഡിയയിലേക്ക് പോകേണ്ടി വരും. അത് നിങ്ങൾക്ക് ഓർഗാനിക്കലി ആണ് വേണ്ടത്, നിങ്ങൾക്കൊരു ട്രസ്റ്റ് ആണ് വേണ്ടത്, ജെനുവിനിറ്റി ആണ് വേണ്ടത്, ഓർഗാനിക്കലി പോകുന്നതായിരിക്കും ബെറ്റർ. പേഴ്സണലൈസ്ഡ് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് കാര്യമൊക്കെ ചെയ്യാം. ഒരാൾ ഒരു കാർ കമ്പനിയിലേക്ക് വരികയാണ്. ഒരു പ്രത്യേകിച്ച് ഒരു കാറിന്റെ എക്സാമ്പിൾ കാര്യം, കാർ കൂടുതൽ ആൾക്കാർ പ്രീ പ്ലാൻഡ് ആണ് വരുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ കാര്യത്തിലേക്ക് വരാം. ഒരാൾ മൊബൈൽ ഫോൺ മേടിക്കാൻ വരും. അവരോട് നമ്മൾ ചോദിക്കും എന്ത് ടൈപ്പ് മൊബൈലാണ് സാറിന് വേണ്ടത് എന്ന്. അപ്പോൾ അവർ പറയുകയാണ് എൻ്റെ ക്യാമറ ഇത്ര വേണം, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോറേജ് ഇത്ര വേണം, ബാറ്ററി ലൈഫ് വേണം. അപ്പോൾ നമ്മളായിട്ട് അങ്ങോട്ട് വന്ന് സജസ്റ്റ് ചെയ്യും. പ്രൊഡക്റ്റ് നമ്മൾ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ട്രഡീഷണൽ മാർക്കറ്റിംഗിലേക്കാണ്, ഇതേപോലെ നമുക്ക് ഓൺലൈനിലും ചെയ്യാം. ഓൺലൈനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കമന്റ് ബോക്സിൽ കാണാം ബെസ്റ്റ് ഫോൺ അണ്ടർ 50K ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന്. അപ്പോൾ അവരതിനെക്കുറിച്ച് വീഡിയോസ്, ബെസ്റ്റ് ഫോൺ അണ്ടർ 50K വീഡിയോസ് കാണിക്കും. അങ്ങനെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനുകൾ, പിന്നെ ഇമെയിൽസ് ഉപയോഗിച്ച് റെക്കമെൻഡേഷൻസ്, അങ്ങനെ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് ഓരോരുത്തരുടെ എന്താണ് അവരുടെ ബിഹേവിയർ, എന്താണ് അവരുടെ ഓൺലൈൻ ആക്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി പേഴ്സണലൈസ് ചെയ്ത് കണ്ടന്റുകൾ വരെയൊക്കെ പുഷ് ഔട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ UX ആണ്. സീംലെസ് ആൻഡ് ഇനാക്റ്റീവ് വെബ്സൈറ്റ് ഓർ ആൻഡ് ആപ്പ് ഡിസൈൻ. ഒരു എക്സാമ്പിളിലേക്ക് തന്നെ നമുക്ക് അതിന് പോകാം. വൺ ഈസ് ആമസോൺ. അപ്പൊ ആമസോൺ എന്ന കമ്പനി എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ ഞാൻ ഐഫോൺ എന്നാണ് അടിച്ചു കൊടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് വെബ്സൈറ്റ് സ്ക്രോളിങ് ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ ഏത് മൊബൈൽ ഫോണാണ് മേടിക്കുക, അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാനും കഴിക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ ഐഫോൺ ആണ്, 128 GB ആണ്, ബ്ലാക്ക് കളറാണ് അവരിവിടെ ബ്ലാക്ക് ആണ് കൊടുത്തത്, ബ്ലൂ കളറാണ് ഇവിടെ ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ പിങ്ക് കളർ, ഇവിടെ പിങ്ക് ആണ് കൊടുത്തത്. വളരെ നമുക്ക് അപ്പൊ തന്നെ ഫീൽ ബ്ലാക്ക് നമുക്ക് ഇപ്പുറത്ത് കാണാം, ബ്ലാക്ക് ആണ് എന്ന് പറഞ്ഞു. ഇനി ബ്ലാക്ക് എന്ത് ടൈപ്പ് ബ്ലാക്ക് ആണെന്ന് അറിയണം, നമ്മൾ അതേ ക്ലിക്ക് നെക്സ്റ്റ് മിനിറ്റിലോട്ട് പോകേണ്ട ആവശ്യം. എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്ന് കാണാം, ഓഫർ പ്രൈസ് കാണാം, എന്നിത് വരും. ഇപ്പൊ സെപ്റ്റംബർ 1-ാം തീയതി ഇത് വരും എന്നുള്ള ഡെലിവറി ടൈം വരെ ഇവിടെ കൊടുത്തു. നമുക്കിത് ബൈ ചെയ്യാൻ ഇവിടെ കാണാം, ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ ബൈ ചെയ്യാൻ കാര്യമൊക്കെ തന്നെ സാധിക്കും. അതേപോലെ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. ഈ പ്ലാറ്റ്ഫോം എല്ലാവർക്കും അറിയാം, OLX വേണ്ടി സെക്കൻഡ് ഹാൻഡ് ആണ് വിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഐഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് കുറെ അധികം ഡേറ്റാസ് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. നമുക്കിവിടെ പ്രൈസ് കാണാം, 1 lakh കാണാം, iPhone 60 Pro ആണെന്ന് കാണാം. അതേപോലെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്ര നാൾ ഉപയോഗിച്ച് അതിന്റെ ഫുൾ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കും. അതുപോലെ ഫോട്ടോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്യാമറയില്ല, ജസ്റ്റ് ഐഫോണിന്റെ ലോഗോ മാത്രമാണ്. താഴേക്ക് വന്നാൽ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത്, നമ്മളിത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോയാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇവിടെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസും കാണാം, പ്രൈസ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കും. ഇവിടെ സെയിം ഐഫോൺ ആമസോണിൽ കണ്ടതും OLX കണ്ട ആ സെയിം ഐഫോണുകളാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. ബട്ട് ഇവിടേക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് തിങ് എന്താണ്, ഇവിടെ കളറ്, ഫസ്റ്റ് തിങ് ഇവിടെ iPhone 40 Pro Max പ്രൈസ് നമുക്ക് കാണാം 56 to 68, ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല. അതേപോലെ ഇവിടെ എന്തില്ല, ഒരു കോൾ ടു ആക്ഷൻ ഇല്ല, ബട്ടൺ ഇല്ല. നമുക്കിത് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ അതേ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകണം പർച്ചേസ് ചെയ്യാൻ. അത് കൂടുതൽ കാര്യങ്ങൾ അറിയാം, എത്ര GB ആണെന്ന് അറിയണം. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകണം. യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, നമ്മൾ ബൈ ചെയ്യുന്നതിലേക്ക് ഒരു സ്റ്റെപ്പ് ഫോർവേഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആമസോണിൽ നമുക്ക് ഇമ്പൾസ് ബൈ ആണ് വരുന്നത്, പെട്ടെന്ന് ഒരാൾക്ക് മേടിക്കണം എന്ന് തോന്നി അതേ ക്ലിക്ക്. ആമസോൺ പിന്നെ ഐഫോണിന്റെ കേസ് എടുത്തത്, ബട്ട് ചെറിയ പ്രൊഡക്റ്റുകൾ നമുക്ക് വേണം എടുക്കാം. അപ്പൊ ഐഫോണാണ് ഇപ്പൊ ഒരു 60,000 പർച്ചേസ് ഒക്കെ അത്ര ഇമ്പൾസ് ആയിട്ട് ആരും എടുക്കാറില്ല, എടുക്കുന്നവരുമുണ്ട്. ബട്ട് ചെറിയ പ്രൈസ്, ഇപ്പൊ നമ്മുടെ ഹെഡ്സെറ്റ് ആണ് എന്ന് വിചാരിക്കും, 200 രൂപയുടെ ഹെഡ്സെറ്റ് ആണ്, അപ്പൊ തന്നെ നമ്മൾ ബൈ ചെയ്യും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നില്ല. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുക, ബൈ ചെയ്യുക.
ഇത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഓപ്പൺ ഇപ്പോൾ കൂടുതൽ കാര്യം ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ആഡ് ടു കാർട്ട് അടിച്ച് പിന്നീട് നമ്മൾ അങ്ങനെ ഓരോരോ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യം മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് യൂസർ എക്സ്പീരിയൻസ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കാം, മൊബൈൽ ഫസ്റ്റ് മെന്റാലിറ്റി. ഇപ്പൊ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ പ്രൊഡക്റ്റോ സർവീസ് എല്ലാം മേടിക്കാനും റിസർച്ച് ചെയ്യാനും അല്ല വീഡിയോസ് കാണാൻ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരു ബോഡി പാർട്ടായി മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട്. സോ മൊബൈൽ ഫോണിന് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുക. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഡെവലപ്പറിൻ്റെ കയ്യിലായിരിക്കും കൊടുക്കുന്നത്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലായിരിക്കും കൊടുക്കുന്നത്, ഒരു വെബ് ഡിസൈനറിൻ്റെ കയ്യിലായിരിക്കും കൊടുക്കുന്നത്. അവർ ജസ്റ്റ് ഡെസ്ക്ടോപ്പിലായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്ത് അവർ വേണ്ടത് മൊബൈൽ ഫോൺ ഒപ്റ്റിമൈസ്ഡ് ആണോ എന്ന് നോക്കാറില്ല. അവർ ജസ്റ്റ് ഇപ്പോൾ കോഡിംഗ് വെബ്സൈറ്റ് ആയാലും നോ കോഡ് വെബ്സൈറ്റ് ആയിരിക്കാം. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്, ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന സ്ക്രീനിൻ്റെ സൈസ് എന്താണ് അതിനനുസരിച്ചായിരിക്കും ഒപ്റ്റിമൈസേഷൻസ് വരും. ചിലവർ മൊബൈൽ ഒപ്റ്റിമൈസ് ചെയ്യും, ചിലവരൊന്നും ചെയ്യാറില്ല. സോ മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആണോ എന്ന് നോക്കാം. കാര്യം കൂടുതൽ ആൾക്കാർ ഇന്ന് ഒരു വെബ്സൈറ്റ് ആണെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ആക്സസ് കൂടുതൽ ശ്രമിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ്. മൊബൈൽ ഫോൺ ഒപ്റ്റിമൈസ്ഡ് ആണോ നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺസ്യൂമർ ആക്ഷൻ എടുക്കുന്ന ഒരു ഏരിയ മൊബൈൽ ഫോൺ ഒപ്റ്റിമൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കും. നെക്സ്റ്റ് വൺ ഈസ് ദി പവർ ഓഫ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ്. The digital marketer, you must know about this. We can now track and analyze behavior like never before. ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ കൺസ്യൂമർ അല്ലെ നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആ വെബ്സൈറ്റിലേക്ക് വന്നൊരു വ്യക്തി എവിടെയൊക്കെയാണ് ക്ലിക്ക് ചെയ്തത്, എവിടെയൊക്കെയാണ് വായിച്ചത്, കൂടുതൽ കാര്യങ്ങൾ ഏത് കണ്ടന്റാണ് സ്പെൻഡ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യം വളരെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാം. ടൈപ്സ് ഓഫ് ഡാറ്റ, ബിഹേവിയർ ഡാറ്റ, ക്ലിക്സ് ആകാം, സ്ക്രോൾ ആകാം, പേജ് വ്യൂഡ് ആകാം, ടൈം ഓൺ സൈറ്റ് ആകാം. ഇതൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് CTA ബട്ടൺ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് ഏത് CTA ബട്ടൺ അല്ലെങ്കിൽ ഏത് ബട്ടണെയാണ് എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ലാൻഡിംഗ് പേജുകൾക്ക് ഫസ്റ്റ് നമുക്കൊരു ബട്ടൺ കൊടുക്കാം, താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്ക്രോളിൽ നമുക്കൊരു ബട്ടൺ കൊടുക്കാം, സെക്കൻഡ് സ്ക്രോളിൽ ബട്ടൺ കൊടുക്കാം, ടോപ്പ് റൈറ്റ് സൈഡിൽ നമുക്ക് എപ്പോഴും ഒരു ബട്ടൺ വേണം കൊടുത്താൽ അങ്ങനെ ഏത് ബട്ടണാണ് കൂടുതൽ നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലേക്ക് വരുന്ന ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഏത് പേജ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഏത് പേജിലേക്കാണ് അടുത്ത പോകുന്നത്, ഏതൊക്കെ പേജാണ് വ്യൂ ചെയ്തതെന്ന് മനസ്സിലാവും. എത്ര നേരം നമ്മൾ വെബ്സൈറ്റിൽ അവർ സ്പെൻഡ് ചെയ്ത്, എത്ര നേരം നമ്മുടെ സൈറ്റിൽ സ്പെൻഡ് ചെയ്തെന്ന് മനസ്സിലായി. ഡെമോഗ്രഫി എന്ന് പറഞ്ഞ് ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ICP അല്ലെങ്കിൽ നമ്മുടെ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മുതൽ 30 ഇടയ്ക്കുള്ള വ്യക്തികളാണ്. ഈ ഏജിലുള്ളവരാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജെൻഡർ നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന മെയിൽ ഓഡിയൻസ് നമ്മൾക്ക് വെബ്സൈറ്റിലേക്ക് വരുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ സോഷ്യൽ ഹാൻഡിൽസിലേക്ക് വരുന്നത് ഈ ഏത് ജെൻഡറിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക, ഏത് ലൊക്കേഷനുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുക. സൈക്കോഗ്രാഫിക്സ് അവർ ഇൻട്രസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കി ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഷൂ ആണ്, ആണുങ്ങൾക്കുള്ളൊരു ഷൂ ആണ്, സ്പോർട്സ് ഷൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കാം, നമ്മൾ വയ്ക്കുക സ്പോർട്സ് ഷൂ ആണ്. അപ്പോൾ സ്പോർട്സ് ഷൂ നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യാൻ ആ ഇൻട്രസ്റ്റിലേക്ക് നമുക്ക് ആഡ്സ് ആണ്, പെയ്ഡ് ആഡ്സ് ആണെങ്കിൽ നമുക്ക് സ്പെൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. വാല്യൂ, ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ദുബായിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേയധികം കാറുകൾ കാണാം. അപ്പോൾ കുറേയധികം കാർ ഷോറൂമുകളും കമ്പനീസുകളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ലംബോർഗിനിയുടെയോ അങ്ങനെയൊക്കെയുള്ള കാർ കമ്പനീസ് നമുക്ക് കേരളത്തിലൊന്നും കാണാൻ സാധിക്കും. ബട്ട് ദുബായിലേക്ക് വളരെ സുലഭമായിട്ട് അതുപോലത്തെ ഷോറൂമുകൾ കാര്യങ്ങളൊക്കെ കാണാം. കാര്യം എന്താണ്, ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ കേരളത്തിൽ ലംബോർഗിനി എത്ര എണ്ണം ഓടുന്നുണ്ട്, ബട്ട് ദുബായിൽ എത്ര ലംബോർഗിനി ഓടുന്നത്, അതാണ് ലൈഫ് സ്റ്റൈൽ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ആ ഗ്രാഫ് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ലൈഫ് സ്റ്റൈൽ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് സൈക്കോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ ഈ സെക്ഷൻ. ഇപ്പോൾ ഫണ്ടമെന്റൽസ് നമ്മൾ കുറച്ച് ടോപ്പിക്സ് നമ്മൾ കവർ അപ്പ് ചെയ്തുള്ള 4th വീഡിയോ ആണ്. ഇനിയും കുറച്ചെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അതൊരു ബേസ് മനസ്സിലാക്കണം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മാത്രമല്ല മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെന്റൽസും കൂടിയാണ്. ഇത് അറിയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മാർക്കറ്റർ ആകാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ കോർ എന്താണ്, മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഓർഡർ വന്നതിന് ശേഷം ചോദിക്കുക എത്ര സെയിൽസ് കിട്ടി എന്നാണ്. നിങ്ങളുടെ ക്ലയൻറ്റ് വന്നതിന് ശേഷം ചോദിക്കുക എത്ര സെയിൽസ് നടന്നു എന്നാണ്. ഇൻഡസ്ട്രിയിൽ നമുക്കുള്ള മാർക്കറ്റിംഗ് ആണ് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അക്കാഡമീസും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂൾ പരിചയപ്പെടുത്തുക. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കണം. എന്താണ്, അപ്പോൾ ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കണം,
ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ബിസിനസ് സ്യൂട്ട് എങ്ങനെ ഉപയോഗിക്കണം, മെറ്റാ ആഡ്സ് എങ്ങനെ ഉപയോഗിക്കണം. ഇത് മാത്രമല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇതൊരു ടൂളാണ്. മാർക്കറ്റിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ബണ്ടിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിൽ. ഇത് വളരെയധികം അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പോകുന്ന ടോപ്പിക് കൺസ്യൂമർ ബിഹേവിയർ ആണ്. നല്ല മാർക്കറ്റ് റിസർച്ച് ആണ്. അപ്പോൾ ഏതാണ് അതിനെ റിലേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് വീഡിയോസ് ആണ് അവിടെ ആഡപ്പ് ചെയ്തേക്കുന്നത്. യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ വീഡിയോസ് ആണ്. അവിടെ ഞാൻ വളരെ സ്ട്രക്ചർ ആയിട്ട് 200+ വീഡിയോസ് ഇതിൻ്റെ അകത്തുണ്ട്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സെൽഫ് തോട്ട് ആയിട്ട് മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോകുന്ന ഒരു വ്യക്തിയാകട്ടെ, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അക്കാഡമികൾ പറയുന്നത് അത്ര വലിയൊരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഒരു ഡെയിലി ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കുറഞ്ഞ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി. സോ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആക്സസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. DM ബണ്ടിൽ എന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കാര്യങ്ങൾ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാര്യങ്ങൾ സാധിക്കുന്നതായിരിക്കും. ടൂൾസ് വി യൂസ്, നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് വെബ് ട്രാഫിക്കുകൾ, യൂസർ ബിഹേവിയർ, യൂസർ ഫ്ലോ, ഹീറ്റ് മാപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ തന്നെ. സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും സ്നാപ്ചാറ്റ് ആണെങ്കിലും എക്സ് ആണെങ്കിലും ഇതിനെല്ലാത്തിനും നമുക്ക് ഒരു സ്റ്റുഡിയോ വേർഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെ യൂസേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്, ഏതൊക്കെ ലൊക്കേഷനിലാണ് വരുന്നത്, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിൽ നിന്നാണ്, ഇതിന് ഏതൊക്കെ പോസ്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസാണ് എൻഗേജ്, ഏതിനൊക്കെയാണ് റീച്ച് കൂടുതൽ, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസുകൾ ഉപയോഗിക്കുക. CRM സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മാനേജ് ചെയ്യാനും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനൊക്കെ ചെയ്യാം. നെക്സ്റ്റ് പേഴ്സണലൈസ്ഡ് ആൻഡ് മൈക്രോ മൂവ്മെന്റ്. വാട്ട് ഈസ് പേഴ്സണലൈസേഷൻ? എന്താണ് പേഴ്സണലൈസേഷൻ? യൂസ് ഡാറ്റ ടു ഡെലിവർ റിലവന്റ് എക്സ്പീരിയൻസ്. എക്സാമ്പിൾസ് റെക്കമെൻഡിങ് ഫോർ യു സെക്ഷൻസ്. ചില പ്ലാറ്റ്ഫോമിലൊക്കെ പോയി നമുക്ക് അവിടെ റെക്കമെൻഡഡ് ഫോർ യു എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും. യൂട്യൂബിൽ പോയതിനു ശേഷം യൂട്യൂബിൽ മുകളിൽ ഒരു ടാബ് നോക്കാം. അവിടെ ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയതിനു ശേഷം അവിടെ ആയിട്ട് ചിലപ്പോൾ റെക്കമെൻഡഡ് ഫോർ യു എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതേ ക്ലിക്ക് അത് റിലേറ്റ് ചെയ്ത വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ കുറെ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്ത വീഡിയോസ് ഞങ്ങൾക്ക് അവിടെ ആയിട്ട് വന്ന് കിടക്കുന്നതാണ്. ഇതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു. എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുക. എന്താണ് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടത്, ആ കസ്റ്റമർ റിലേറ്റ് ചെയ്ത് വീഡിയോസ് അതിനനുസരിച്ച് പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് കണ്ടന്റ് കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും സാധിക്കും. വാട്ട് ആർ മൈക്രോ മൂവ്മെന്റ്സ് ഡെവലപ്ഡ് ബൈ ഗൂഗിൾ? ഇന്ത്യൻ റിച്ച് മൂവ്മെന്റ് when a person turns to device to an act on a need. അപ്പോൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിക്കാൻ വേണം. അപ്പൊ I want to know about iPhone 16. I want to go to Singapore. I want to do this activity. I want to buy this mobile phone. എന്നൊക്കെ ആൾക്കാർ സെർച്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ റാങ്ക് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ തപ്പുമ്പോൾ നിങ്ങൾ റാങ്ക് അപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ കൺവേർട്ട് ആകാൻ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ഇതുപോലത്തെ കീവേഡ്സിലൊക്കെ റാങ്ക് ചെയ്യും. കീവേഡ്സിന് ഇന്റന്റ് ഒക്കെ ഉണ്ട്. കീവേഡ്സ് എന്ന് പറഞ്ഞ ഒരു പീസ് ഓഫ് എ വേർഡ് മാത്രമല്ല, അതിപ്പോൾ കീവേഡ് ഇന്റന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ SEO റിലേറ്റ് ചെയ്ത് വീഡിയോ വരും, അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോകാം. മാർക്കറ്റേഴ്സ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദിസ് വിത്ത് റിലവന്റ് ഇൻഫർമേഷൻ. ലാസ്റ്റ് വേർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റിലവന്റ് ഇൻഫർമേഷൻ. ഇവിടെ എല്ലാം ചുമ്മാ പ്രസന്റ് ആയിട്ട് വന്നിട്ട് കാര്യമില്ല. സെർച്ച് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് വന്നിട്ട് കാര്യമില്ല. ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചാണ് ചോദിക്കുന്നെങ്കിൽ അവിടെ മൊബൈൽ ഫോണിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റികൾ വളരെയധികം ആക്റ്റീവ് ആയി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഡിസ്കവർ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്കവർ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെയധികം ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ ഉപയോഗിച്ച് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ഒതന്റിസിറ്റി റെക്കമെൻഡേഷൻ ഫ്രം പിയർ ഗ്രൂപ്പ്സ്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ അതേ ഇൻഡസ്ട്രിയിലുള്ള അതേ നിഷിലുള്ള ആൾക്കാർ, ഇവരിലേക്ക് നമുക്ക് റെക്കമെൻഡേഷൻ ഒതന്റിസിറ്റി കൊടുക്കാൻ സാധിച്ചു. 2-way കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്രാൻഡ്. നമ്മുടെ ബ്രാൻഡ് ഒരു 1-way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കരുത്. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ, നമ്മൾ മേടിച്ചവരായിരിക്കാം അല്ലെങ്കിൽ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, ഇവരും നമ്മൾ ബ്രാൻഡും തമ്മിൽ 2-way കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. പവർ ഓഫ് കമ്മ്യൂണിറ്റി. ഓൺലൈൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫോംസ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ. നമുക്കൊരു കമ്മ്യൂണിറ്റി, ഒരു ഓൺലൈൻ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് കമ്മ്യൂണിറ്റികൾ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്വോറ പോലത്തെ പ്ലാറ്റ്ഫോം, റെഡിറ്റ് പോലത്തെ പ്ലാറ്റ്ഫോം, ഇതൊക്കെ നമ്മുടെ നിഷ് റിലേറ്റഡ്സുകളും ചാൻസ് കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. ബ്രാൻഡ് ബിൽഡിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഫോസ്റ്റർ
സ്ട്രോങ് ലോയൽറ്റി ആൻഡ് അഡ്വക്കസി. അഡ്വക്കസിയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയൊക്കെ നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് ബ്രാൻഡ് ബിൽഡിംഗ് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിജിറ്റൽ കൺസ്യൂമർ ബിഹേവിയർ ഈസ് ഡൈനാമിക് ആൻഡ് നോൺ കൺസ്യൂമറുടെ ബിഹേവിയർ മനസ്സിലാക്കുക, അതിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക. സ്കൂളിൽ സെയിൽസ് കിട്ടുന്നതിനേക്കാളും ഉപരി നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാക്കാൻ കാര്യമൊക്കെ തന്നെ സാധിക്കും. പിന്നെ നമുക്ക് എസെൻഷ്യൽ ടൂൾസുകൾ ഉപയോഗിക്കുക. ഡാറ്റയ്ക്കായിട്ട് നമുക്ക് എസെൻഷ്യൽ ടൂളുകൾ ഉപയോഗിക്കുക. പേഴ്സണലൈസേഷന് വേണ്ടിയുള്ള ടൂളുകളുണ്ട്. ഇതൊക്കെ മൊബൈൽ ഒപ്റ്റിമൈസ്, നമ്മുടെ വെബ്സൈറ്റ് മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആണോ എന്നറിയാൻ വേണ്ടി കുറേയധികം ടൂൾസുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ടൂൾസുകൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് കൺസ്യൂമേഴ്സിന് എത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അവർക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ്, അവർക്കത് കൃത്യമായിട്ട് കൺവേ ആക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ദ വൈ, എന്തുകൊണ്ടാണ് അവിടെ ആൾക്കാരെ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡിംഗ് പേജ് കൊടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ CTA ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് വന്ന ടോപ്പ് റൈറ്റിലുള്ള ബട്ടണാണ്. എന്തുകൊണ്ട് ആ ബട്ടൺ വന്നു ഏറ്റവും കൂടുതൽ ക്ലിക്ക്, അതിന് പറഞ്ഞ വൈ എന്താണ് മനസ്സിലാക്കുക. ദി ഗോൾ ഈസ് ടു ക്രിയേറ്റ് സീംലെസ് വാല്യുബിൾ എക്സ്പീരിയൻസ് ദാറ്റ് മൂവ്സ് ദി കൺസ്യൂമർ ഫ്രം സ്ട്രേഞ്ചർ ടു അഡ്വക്കസി. ഒരു കൺസ്യൂമർ എവിടുന്നോ കേട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ച് അല്ല സർവീസ് മേടിച്ച് അതിനുശേഷം പിന്നീട് പുള്ളിയുടെ പിയർ ഗ്രൂപ്പിലെ ഫ്രണ്ട്സിനായിട്ട് ആ പ്രൊഡക്റ്റിലെ സർവീസ് റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ അഡ്വക്കേറ്റ് ആയി മാറി അഡ്വക്കസി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക, സീംലെസ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ലീഡ്സ് മുതൽ പിന്നീട് നമുക്ക് അതിനുശേഷമുള്ള ലോയൽറ്റി ആഫ്റ്റർ സർവീസുകൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ക്വിക്ക് ചെക്കിനിലേക്ക് പോകുകയാണ്. നമ്മൾ ലാസ്റ്റ് സെക്ഷനാണ് നമ്മുടെ വീഡിയോസിന്റെ അകത്ത് എല്ലാം ഫോളോ ചെയ്യുന്ന സെക്ഷനാണ്. ഇന്ന് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ബിസിനസ്സസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ ബിഹേവിയർ അക്കോർഡിംഗ് ടു ദിസ് വീഡിയോ? ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ടു increase their social media presence, to tailor the product, service and marketing strategies to meet the specific customer needs. നെക്സ്റ്റ് വൺ, ടു റെഡ്യൂസ് ദർ ഓപ്പറേഷണൽ കോസ്റ്റ്. ഈ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിന്റെ ആൻസർ ഡിസ്കസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് ആയിരിക്കും. വീഡിയോ എൻഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി വേണ്ടി ആക്സസ് ചെയ്യണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു ലിങ്ക് കൊടുത്തേക്കാം, അതുപോലെ ഒരു വാട്സാപ്പ് നമ്പറും കൊടുത്തേക്കാം. DM വണ്ടിൽ വന്നൊരു മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി വേണ്ടി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഫ്രീ അല്ല, ഞാൻ 5-6 മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ബണ്ടിൽ. ഇത് എനിക്ക് തന്നെ പഠിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് രഹസ്യയെ കുറിച്ചൊരു ഡൗട്ടോ നിങ്ങൾക്ക് ഇതോടെ സെർച്ച് ചെയ്യാൻ സാധിക്കും. അത് റിലേറ്റ് ചെയ്തൊരു എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ഇവിടുത്തെ കിട്ടുന്നതായിരിക്കും. എല്ലാ അക്കാഡമീസിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോകാൻ സമയമില്ല, അല്ല അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയ്ക്ക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ മാർക്കറ്റ് റിസർച്ച് എന്നുള്ള 5th വീഡിയോ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സിന്റെ. അപ്പൊ എന്താണ് മാർക്കറ്റ് റിസർച്ച് നെക്സ്റ്റ് വീഡിയോയ്ക്ക് അത് കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. അതേപോലെ സൈഡിലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ പ്ലേലിസ്റ്റിലെ വീഡിയോ എല്ലാം ടോട്ടലി ഫ്രീ ആണ്, ഒരിക്കലും അതൊരു പെയ്ഡ്, ടോട്ടലി ഫ്രീ ആയിരിക്കും. എനിക്ക് എപ്പോഴും ആക്സസ് ചെയ്യാനും കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡു കമന്റ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സുകളിലെല്ലാം ആക്റ്റീവ് ആകുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സുകളെല്ലാം ടോട്ടലി ഫ്രീ ആണ്, ഒരു രൂപ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. ഇന്നത്തെ വീഡിയോസിനെ കുറിച്ച് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. അത് ജസ്റ്റ് ലിങ്ക്ഡിനിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് ടാഗ് ചെയ്യുക. നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, നമുക്ക് മാർക്കറ്റേഴ്സിന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു. മാസ്റ്ററി കോഴ്സിന്റെ 5th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാർക്കറ്റ് റിസർച്ച് ഫോർ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്. മാർക്കറ്റ് റിസർച്ച് എന്താണ്? ഇതിനു മുമ്പത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സിന്റെ എല്ലാ വീഡിയോസും നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഐ ബട്ടൺ കൊടുത്തിട്ട് അത് ചെക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് 5th വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായി. എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ആൻസർ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ബിസിനസ്സസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ ബിഹേവിയർ അക്കോർഡിംഗ് ടു ദാറ്റ് വീഡിയോ? ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുപോലെ ടു ടൈലർ ദി പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടു മീറ്റ് ദി സ്പെസിഫിക് കസ്റ്റമർ നീഡ്സ്. സെക്കൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. ബി എന്ന് കമന്റ് ചെയ്തിട്ടുള്ള കൺഗ്രാജുലേഷൻ. അപ്പൊ എല്ലാവരും അവരുടെ നോട്ട്ബുക്കും പേനയും എടുത്തോളൂ. നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാർക്കറ്റ് റിസർച്ച് ആണ്. ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുന്നവരാണെങ്കിൽ
ഒരു പുതിയ ടാബ് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കോ ഓപ്പൺ ആക്കിയിട്ടേക്ക് അതിനകത്ത് നോട്ട്സ് ഓപ്പൺ ചെയ്തിട്ടേക്ക് ക്വിക്കായിട്ട് നിങ്ങൾക്ക് വരുന്ന സ്പാർക്ക് വരുന്ന പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് റൈറ്റപ്പ് ചെയ്ത് വെക്കുക. റൈറ്റപ്പ് ചെയ്ത് അവിടെ കിടക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നീട് അത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് എഴുതിക്ക്, ഇന്നത്തെ ഡേറ്റ് എഴുതിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മാർക്കറ്റ് റിസർച്ച്? എന്താണ് മാർക്കറ്റ് റിസർച്ച്? ഒരു ഡെഫിനേഷൻ പറയാം. സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഗ്യാതറിംഗ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ചുള്ള ഡേറ്റാസ് നമ്മൾ ഗ്യാദർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. ഇന്റർപ്രറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക, ഇൻക്ലൂഡിങ് യുവർ ടാർഗറ്റഡ് ഓഡിയൻസ്, കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഫൗണ്ടേഷൻ. വൈ ഇറ്റ് ഹെൽപ്പ് us to move from മേക്കിംഗ് അസംഷൻ ടു മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻ. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ വർക്കൗട്ട് ആയേക്കും. ഒരു എക്സാമ്പിൾ ആക്കി പേനയുടെ കേസ് തന്നെ എടുക്കാം. ഈ പേനയുടെ കമ്പനി ഇപ്പോൾ സെല്ലോടെ പെന്നാണ് കാണാമെന്ന് വിചാരിക്കും. സെല്ലോടെ പെന്നാണ്. ഇപ്പൊ ഇവരുടെ കമ്പനി ഓണേഴ്സിലെ സ്ട്രാറ്റജിസ്റ്റുകളുടെ അസംഷൻ എടുക്കുകയാണ്. ഇത് കൂടുതൽ വിറ്റ് പോകാൻ സാധ്യത ഒരു 15 വയസ്സ് മുതൽ 20 വയസ്സുള്ള ആയിരിക്കും. ഒരു അസംഷനാണ്. നമ്മൾ കൃത്യമായി മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോം ഡിസിഷൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഒരു പേനയാണ്, ഒരു 10 റുപ്പീസ് വരുന്ന പേന. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്തായിരിക്കും? കൂടുതൽ പേന ഉപയോഗിക്കുന്നവർ ആരായിരിക്കും? ഇപ്പോൾ കൂടുതൽ സ്റ്റുഡൻസ് ഉപയോഗിക്കും. 8ാം ക്ലാസ് മുതൽ പേന ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ 8 എന്ന് പറയുമ്പോൾ ഒരു 13 വയസ്സ് സംതിങ് ആണ്. 13 മുതൽ പിന്നെ ഓഫീസുകൾ പേന ഉപയോഗിക്കും. ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു 50 ഇയേഴ്സ് വരെ നമുക്ക് 50 വയസ്സ് വരെയാണ് നമുക്ക് കൂട്ടാം. ബട്ട് എല്ലാ ഓഫീസിനും പേന ഉപയോഗിക്കും. IT കമ്പനികൾ പേന ഉപയോഗിക്കും. ബട്ട് അവർ വളരെ ഓഫ്റ്റനായിട്ട് ഉപയോഗിക്കുകയാണ്. കൂടുതൽ സിസ്റ്റത്തെ കോഡിങ്ങും മറ്റ് സിസ്റ്റത്തിലാണ് വരുന്നത്. സോ അവർ കൂടുതൽ പേന ഉപയോഗിക്കാറില്ല. പേന ഉപയോഗിക്കും, ബട്ട് അവർക്ക് അങ്ങനെ ഓഫ്റ്റനായിട്ട് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. ടാർഗറ്റ് ഇപ്പം ജോലിക്കാരാണെങ്കിൽ തന്നെ ഏത് ജോലിക്കാർക്കാണ് വിൽക്കേണ്ടത്, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. ഇറ്റ് ഈസ് എ കോമ്പോസ് ഓഫ് ദാറ്റ് ഗൈഡ്സ് ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്സിന് നമുക്ക് ഗൈഡ് ചെയ്യുന്നൊരു എഫേർട്ട്. ചുമ്മാ എവിടെ ഇവിടെയൊക്കെ എഫേർട്ട് ഇട്ട കാര്യം, കൃത്യമായിട്ട് എഫേർട്ട്, കൃത്യമായിട്ട് ഗൈഡഡ് എഫേർട്ട് ഇടാൻ നമുക്ക് മാർക്കറ്റ് റിസർച്ച് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കൊരു ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ റിസർച്ച്. ഡിജിറ്റൽ റിസർച്ച് ട്രഡീഷണൽ റിസർച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നോക്കാം. യൂസേഴ്സ് ഓഫ്ലൈൻ മെത്തേഡ്സ് ലൈക്ക് ഫോക്കസിംഗ് ഗ്രൂപ്പ്സ്, ഓൺ സർവേ ആൻഡ് ഫിസിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ്സിൽ പോകുമ്പോൾ ഒരു സറൗണ്ടിങ് ഗ്രൂപ്പ്സിൽ പോയിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ഒരു സർവീസ്, അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ല സർവീസ് അല്ല നമ്മൾ വിൽക്കാൻ പോകുന്ന ഒരു സംതിങ്. ഇപ്പോൾ ഒരു പേന, ഈ പേനയെക്കുറിച്ച് നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കോൾ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനേഴ്സ് നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് ട്രഡീഷണൽ വേ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ ടൈമും അല്ലെങ്കിൽ കോസ്റ്റ് കൺസ്യൂം ചെയ്യും. ഇപ്പോൾ കുറച്ചൊക്കെ ഗ്യാദർ ചെയ്യണം, നമ്മളൊരു സ്ഥലം വാടകയ്ക്ക് എടുക്കേണ്ട വരികയായിരിക്കും. ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട വെള്ളം, അവർക്ക് ചിലപ്പോൾ ചില ഫുഡോ അല്ലെ വെള്ളമോ അല്ലെങ്കിൽ കുറച്ചധികം ഇരിക്കാൻ വേണ്ടി കസാരയോ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് കോസ്റ്റ് വേറെ ടൈം കൺസ്യൂം ചെയ്യും. ഓൺലൈൻ ഡാറ്റയിൽ മുൻപ് കിടക്കുന്ന ഡേറ്റാസ് ഉണ്ട്. ChatGPT കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റാസ് ഒക്കെ പിക്കപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മുമ്പോട്ടൊരു വീഡിയോയ്ക്ക് അത് കാണിച്ചില്ല. അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ആണെങ്കിലും ബ്ലോഗുകളായിരിക്കും, ഇതിൻ്റെ അകത്ത് കുറേ അധികം ഡേറ്റാസ് കിടക്കും. ഇതൊക്കെ ഉപയോഗിക്കും. ബട്ട് കൃത്യമായിട്ട് ഡേറ്റാ സോഴ്സസുകളും ഒരു ടൂൾസുകൾ ഉപയോഗിക്കുക. ഓഫർ റിയൽ ടൈം ഇൻസൈറ്റ്സ്. ഡിജിറ്റൽ ആകുമ്പോൾ തന്നെ ഇൻസൈറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടി. അത് ക്വസ്റ്റ്യനെയർ നടത്തി. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയറിന്റെ റിസൾട്ട് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുക. അടുത്തുള്ള ഓൺലൈൻ ക്വസ്റ്റ്യനെയർ ആണ് നടത്തുന്നത്. നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ക്ലിക്കിൽ തന്നെ നമുക്കതിൻ്റെ എത്ര ഇൻസൈറ്റ് വന്നു, എത്ര പേര് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതിൽ പിൻ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് മോർ അഫോർഡബിൾ ആൻഡ് പ്രൊവൈഡ്സ് എ ഡീപ്പർ ലുക്ക് ഇൻ ടു ദ ഓൺലൈൻ ബിഹേവിയർ. നമ്മൾ പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിന്റെ ബേസിക്സ് എല്ലാം കിടക്കുന്ന മാർക്കറ്റിംഗ് ആണ്. ബട്ട് നമ്മൾ പഠിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റാണ്, ഓൺലൈൻ ബിഹേവിയേഴ്സ് ആണ്. ഓൺലൈൻ ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കാര്യമാക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നത് സാധിക്കുന്നില്ല. സോഴ്സസ് ഓഫ് ഡാറ്റ, 2 ടൈപ്പ് ഓഫ് ഡാറ്റസ് ആണ് മെയിൻ. വൺ ഈസ് പ്രൈമറി ഡാറ്റ, സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഡാറ്റ. നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്, നമ്മൾ തന്നെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിനാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പുകളിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സർവേ നടത്തുകയും ഒരു പെയ്ഡ് സർവേ നടത്താം. നമ്മളിപ്പോൾ ഒരു വെബിനാർ നടത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സർവേ നടത്തുകയാണ്. അതിൽ നമുക്ക് കുറേ ഇൻസൈറ്റ്, കസ്റ്റമർ ഇന്റർവ്യൂ. അപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് മെയിൽ അയക്കാം. മെയിൽ അയച്ചതിന് ശേഷം അവരുടെ ഫീഡ്ബാക്സുകൾ എടുക്കുക. അല്ലെ വാട്സപ്പ് ഗ്രൂപ്പ് അല്ല അത് ആയിട്ട് അവർ റിലേറ്റഡ് ഉള്ള ഗ്രൂപ്പ്സുകളുണ്ട്, ഫോറംസുകളുണ്ട്. ഈ ഫോറംസുകളിൽ പോയതിനു ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വോറ പോലത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം, റെഡിറ്റ് പോലത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. നമ്മുടെ പിൻ പോയിന്റ്സുകൾ നമുക്കവിടെ ടാർഗറ്റഡ് ഗ്രൂപ്പ്, ടാർഗറ്റഡ് ഓഡിയൻസ് ഫേസ് ചെയ്ത പിൻ പോയിന്റ്സുകൾ മനസ്സിലാക്കുക. അതുപോലെ അവരുടെ വെബ്സൈറ്റിനകത്ത് ഫീഡ്ബാക്ക് ഫോമുകൾ ആഡ് ചെയ്യുക.
ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന് ഫീഡ്ബാക്ക് ഫോമുകൾ ആഡ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് മേടിച്ചതിന് ശേഷം ഒരു ഫസ്റ്റ് 24 അവേഴ്സിനുള്ളിൽ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് ഒരു ഫീഡ്ബാക്ക് ഫോമിന് അവർക്ക് അയച്ചു കൊടുക്കാം. ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക. സെക്കൻഡറി ഡേറ്റ എന്ന ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബ്ലോഗ് ആയിട്ടാകട്ടെ, യൂട്യൂബിലെ വീഡിയോസുകളാകട്ടെ, മറ്റ് ഡേറ്റകളാകട്ടെ, ഡേറ്റാസ് വെച്ചാൽ കുറേ ഉണ്ട്. ഓഫ്റ്റൻ കളക്റ്റഡ് ബൈ അതേഴ്സ് ഫോർ ഡിഫറെന്റ് പർപ്പസസ് ആൻഡ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങളുടെ അതേ കോമ്പറ്റേറ്റേഴ്സ് കളക്ട് ചെയ്തേക്കുന്നതായിരിക്കും, ബട്ട് അവരത് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പർപ്പസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റിപ്പോർട്ട്സുകൾ ഒരു എക്സാമ്പിളിന് ഗവൺമെന്റ് ഡേറ്റാസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കാര്യങ്ങൾക്ക് തന്നെ സാധിക്കുക. സെൻസസ്, സർവേസ്, അത് റിലേറ്റഡ് ഡേറ്റാസ് ഗവൺമെന്റ് അവൈലബിൾ, അതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുക. ചിലർക്ക് ചെറിയ പൈസ അടയ്ക്കേണ്ട വരുമായിരിക്കും, എന്നാൽ പോലും വളരെ ചെറിയ പൈസ ഗവൺമെന്റിന് അടച്ചാൽ നിങ്ങൾക്ക് വലിയൊരു രീതിയിൽ തന്നെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഡേറ്റാസ് കാര്യങ്ങളിലേക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കോമ്പറ്റേറ്റർ അനാലിസിസ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ യുവർ ഓൺ വെബ്സൈറ്റ് അനലിറ്റിക്സ്, നമ്മുടെ വെബ്സൈറ്റിലെ അനലിറ്റിക്സിനെ നമുക്ക് മനസ്സിലാക്കാനും ഇത് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റകൾ കാര്യങ്ങൾ റിസർച്ച് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ കീ ഡിജിറ്റൽ റിസർച്ചിങ് മെത്തേഡ്സ്, അപ്പോൾ നമുക്ക് റിസർച്ച് കുറച്ചധികം മെത്തേഡ്സ് കൂടെ പറഞ്ഞുതരാം. One is website analytics, understanding visitors or demography, traffic resources, and non-site behavior. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് ഒരു വ്യക്തി വരികയാണ്, ഒരു ഡെമോഗ്രഫീസ് മനസ്സിലാക്കാം. നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണോ ഉണ്ട്, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് 20 മുതൽ 30 വയസ്സിനിടയ്ക്കുള്ള ഒരു വ്യക്തികളാണ്. ഇവരാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡെമോഗ്രഫി, നമുക്ക് കൂടുതൽ നമ്മൾ ടാർഗറ്റ് US ഓഡിയൻസിന്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ US ഓഡിയൻസ് ആണോ എന്ന് മനസ്സിലാക്കാം. ട്രാഫിക്, എന്തൊക്കെ ട്രാഫിക്കുകളിലൂടെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെയാണ്, ഡയറക്റ്റ് സെർച്ചിലൂടെയാണ്, ഓർഗാനിക്കലാണ്, പെയ്ഡാണ്, എന്നൊക്കെ മനസ്സിലാക്കുക. സൈറ്റ് സൈറ്റിൽ വന്നതിന് ശേഷം ബിഹേവിയർ എങ്ങനെ, അവരെവിടെയൊക്കെയാണ് പോകുന്നത്, ഏത് പേജാണ് കൂടുതൽ നോക്കുന്നത്, ഏതൊക്കെ ബട്ടൺസിനാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഹിറ്റ് മാപ്പ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണ് അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഗൂഗിൾ അനാലിറ്റിക്സ് പോലത്തെ ടൂൾസുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഗൂഗിൾ അനാലിറ്റിക്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പേ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിലെ കാര്യം ആരും മറന്നു പോകല്. 17 മെയിൻ ടോപ്പിക്സും 170+ സബ് ടോപ്പിക്സും കവർ ചെയ്തൊരു സെൽഫ് തോട്ട് ആയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തൊരു ബണ്ടിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അവൈലബിൾ ഉള്ള ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് വെച്ച് പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞേക്കണം, മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇവിടെ ആഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് വീഡിയോസ് ആണ്, മലയാളം വീഡിയോസ് അല്ല. ഇംഗ്ലീഷ് വീഡിയോസ് ആണ് കൃത്യമായിട്ട് ഞാൻ ആഡപ്പ് ചെയ്യും. കാര്യം നമുക്ക് മലയാളത്തിൽ ഇത്ര നല്ല വീഡിയോസ് അവൈലബിൾ അല്ല. നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം നമുക്ക് മനസ്സിലാവും. വളരെ തിയറട്ടിക്കൽ ബേസിൽ പോകുന്ന വീഡിയോസ് അല്ല, വളരെ പ്രാക്ടിക്കൽ ആയിട്ട് പോകുന്ന വീഡിയോസ് ആണ് നമ്മൾ കൂടുതൽ ആഡ് ഓൺ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫണ്ടമെന്റൽസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ആണ്. ഫണ്ടമെന്റൽസ് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് SEOയിലേക്കാണ്. SEO കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് PPCയിലേക്കാണ്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അതേപോലെ നമ്മൾ പിന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓരോന്നും നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഓരോ വീഡിയോ, ഈ വീഡിയോ മാത്രം കാണുക എന്നല്ല ഞാൻ പറയാം. നിങ്ങൾക്ക് അവിടെ ഒരു ടോപ്പിക് കാണാം, ആ ടോപ്പിക്കിനെ കുറിച്ച് ബ്ലോഗുകൾ വായിക്കുക, അതേപോലെ ഫോറംസുകൾ സെർച്ച് ചെയ്യുക, അത് റിലേറ്റ് ചെയ്ത വീഡിയോസ് കൂടുതൽ കാര്യങ്ങൾ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കേൾക്കാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ എന്നൊരു ഹാഷ്ടാഗ് ഉപയോഗിക്കുക. പക്ഷേ ലിങ്ക്ഡിനിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബുകളിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റികൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി വേണ്ടി ആക്സസ് ചെയ്യണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിനകത്ത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നവര് അല്ല, ബട്ട് വളരെ അധികം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. നിങ്ങൾക്ക് ഒരു ദിവസം ജോലിക്ക് പോകുന്ന കിട്ടുന്ന സാലറി ഇല്ല, അപ്പോൾ ആ സാലറി കൊണ്ട് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അത്രയധികം അഫോർഡബിൾ ആണ്. ഞാനിത് അത്ര അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ അക്കാഡമീസും വലിയ പ്രൈസാണ് ഓരോ കോഴ്സുകൾ ഇടുന്നത്. അപ്പൊ ആ കോഴ്സിൽ അവർ പഠിപ്പിക്കുന്ന മെന്റേഴ്സ് അവിടെ കാണും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരവിടെ കാണും. എന്നാൽ പോലും എനിക്ക് സെൽഫ് തോട്ട് ആയിട്ട് പഠിക്കണം. അവർ ഇത്ര അധികം ടോപ്പിക്സുകൾ കവറപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് 180+ ടോപ്പിക്സുകൾ കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്കത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതുപോലെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോസിലേക്ക് കാര്യങ്ങൾ തന്നെ പോകാം. അപ്പോൾ മാർക്കറ്റ് റിസർച്ചിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഡിബേറ്റ് പോകുന്നത്. നോട്ട് ബ്രാൻഡ് മെൻഷൻ, ബ്രാൻഡിനെ മെൻഷൻ ചെയ്യുന്നത്, കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സുകൾ കാര്യമൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്താണ്, അത് റിലേറ്റ് എന്തെങ്കിലും ട്രെൻഡുകൾ സോഷ്യൽ മീഡിയ നടക്കുന്നു, ആ ട്രെൻഡുകൾ നടക്കുക അതിനോടൊപ്പം പോകാനല്ല, അത് റിലേറ്റ് ചെയ്തുള്ള കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യാനും കാര്യമൊക്കെ തന്നെ ശ്രമിക്കുക. നെക്സ്റ്റ് കീവേഡ് റിസർച്ച്. കീവേഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു പേനയാണ്, ഈ പേന റിലേറ്റഡ് കീവേഡ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു
ഫോണാണ്. ആ ഫോൺ റിലേറ്റഡുള്ള കീവേഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്? നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഇൻഡസ്ട്രിയെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്? അതൊക്കെ ഗൂഗിൾ കീവേഡ് പ്ലാന്റ് പോലത്തെ ടൂളുകൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുൻപോട്ട് വരുമ്പോൾ ഇടുന്നുണ്ട്. Next one is online survey and a poll. Gathering direct feedback from your audience using tools like SurveyMonkey or Typeform. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആണ് നിങ്ങളുടെ ഓഡിയൻസ്. ആ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് സർവീസ് കാര്യങ്ങൾ നടത്തുക, പോളുകൾ കാര്യങ്ങളൊക്കെ നടത്തുക, അങ്ങനെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ പിൻ പോയിന്റുകൾ എന്താന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കുക. അവർ ഇന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് മാത്രമല്ല നിങ്ങളുടെ കോമ്പറ്റേറ്ററുടെ പ്രൊഡക്റ്റ് ആകട്ടെ അതുപോലത്തെ പ്രൊഡക്റ്റുകളാകട്ടെ, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്നത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് അത് മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുക. കോമ്പറ്റേറ്റർ അലയൻസ് എക്സാമിൻ റൈവലറീസ് ഡിജിറ്റൽ പ്രസൻസ് കണ്ടൻസ് ആക്കാമേഴ്സ് ഫോർ ഇൻസൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. കോമ്പറ്റേറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അകത്ത് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തെന്ന് മനസ്സിലാക്കുക. അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ പെർഫോം ചെയ്യുക. അവിടെ ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്യുക. കൃത്യമായി ഇൻസൈറ്റ്സുകൾ യൂസ് ചെയ്യുക, അനലിറ്റിക്സുകൾ യൂസ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. കൃത്യമായിട്ട് ആ ഗ്യാപ്പ് കണ്ടുപിടിക്കുക, ആ ഗ്യാപ്പിലേക്ക് റഷ് ചെയ്ത് കയറാൻ ശ്രമിക്കുക. വൈറ്റ് മാറ്റുക. കണ്ടിന്യൂ പ്രോസസ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് മാർക്കറ്റ് റിസർച്ച്. ഫസ്റ്റ് നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മന്ത് കഴിഞ്ഞ് അത് തന്നെ ആയിരിക്കണമെന്നില്ല നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നിഷ് അതായിരിക്കണമെന്നില്ല. അതിന് റാപ്പിഡ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. സോ മാർക്കറ്റ് റിസർച്ച് ഈസ് ആൻ ഓൺഗോയിങ് ജേർണി, നോട്ട് വൺ ടൈം ഡെസ്റ്റിനേഷൻ. വൺ ടൈം ഡെസ്റ്റിനേഷൻ അല്ല മാർക്കറ്റ് റിസർച്ച്, അതൊരു ഓൺഗോയിങ് ജേർണിയാണ്. സോ ഹെൽപ്പ് യു പ്രിക്വയർലി ഐഡന്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ ട്രൂ ടാർഗറ്റഡ് ഓഡിയൻസ്. നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റിന്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ഏതാ അവരെ മനസ്സിലാക്കുക. എൻഷുറിംഗ് യുവർ എഫേർട്സ് ആൻഡ് വെൽ ഡയറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വെൽ ഗൈഡഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു റൂട്ട് ഒരു പാത്ത് നിൽക്കുന്ന ഡയറക്ഷൻ ഇവിടെ ഉണ്ട്. കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡിങ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ്. കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നോളജ് ഉണ്ടായിരിക്കും. കാര്യം കോമ്പറ്റേറ്റീവ് അനാലിസിസിനെ കുറിച്ച് എങ്ങനെ നമുക്കൊരു കോമ്പറ്റേറ്റേഴ്സ് അനലൈസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ലൈവായിട്ട് മുന്നോട്ട് വരുമ്പോൾ എടുത്ത് വീഡിയോസൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹൈലൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഗ്യാപ്പ് എന്താണ് മനസ്സിലാക്കുക, ആ ഗ്യാപ്പിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ICP ഇവർ ഫേസ് ചെയ്യുന്ന ത്രെഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, പിൻ പോയിന്റ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് റിലവൻറ്റ് മെസ്സേജ്. കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിക്കുക. എൻഷുറിംഗ് യുവർ മാർക്കറ്റിംഗ് മെസ്സേജസ് ആർ നോട്ട് ജസ്റ്റ് സീൻ. ചുമ്മാ ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, കാണുന്നു എന്നതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കില്ല, ബട്ട് ആർ ഓൾസോ റിലവൻറ്റ്, റെസ്പോൺസിറ്റീവ് ആൻഡ് ഹൈ എഫക്റ്റീവ്. കൃത്യമായിട്ട് ആൾക്കാരെ കാണുമ്പോൾ റിലവൻ്റ് ആയിരിക്കണം, റെസണേറ്റ് ചെയ്യണം, നമ്മുടെ ബ്രാൻഡിനെ റെസണേറ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ അതൊരു എഫക്റ്റീവായിട്ട് എന്തെങ്കിലും എഫക്റ്റീവ്നെസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ക്ലിക്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ അവരങ്ങനെ ഒന്ന് തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അവരുടെ മൈൻഡിൽ ഒന്ന് ഓർത്തിരിക്കണം. ഇതൊക്കെയാണ് റെസണേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻസ് സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. Market research is crucial for understanding a target audience by examining all of the following X. ഇതിലേതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത ഡെമോഗ്രഫിയാണ്, കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ്, ഓൺലൈൻ ബിഹേവിയർ ആണ്. ഈ മൂന്നിൽ ഏതാണ് നമ്മൾ ഇതുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതുമായിട്ട് മാർക്കറ്റ് റിസർച്ചുകൾ. കൃത്യമായിട്ട് A ആണോ B ആണോ C ആണോ എന്ന് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക, ആൻസർ നിങ്ങൾക്ക് താഴേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ലിങ്കിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ലിങ്കിൽ പോസ്റ്റ് ചെയ്യുക. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കാൻ മറക്കില്ല. നമ്മുടെ ഭാഗമാകാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോ നമ്മൾ കവറപ്പ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വെച്ചാൽ ബ്രാൻഡിങ് ആൻഡ് പൊസിഷനിങ് ആണ്. നമ്മുടെ ബ്രാൻഡ് എങ്ങനെ നമുക്ക് പൊസിഷൻ ചെയ്യാം, എങ്ങനെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിൽ ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ DM ബണ്ടിൽ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. കൂടുതൽ ഇൻഫർമേഷൻ തന്നെ കിട്ടുന്നത് ആയിരിക്കും. അതേപോലെ ആ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ എല്ലാ ലിങ്കുകളും വരെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ ടോട്ടലി ഫ്രീ ആണ്, ഒരു രീതിയിലുള്ള ചാർജസ് കാര്യങ്ങളും ഇപ്പോഴില്ല.
നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ നടത്തുക. ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റി നമുക്ക് കേരളത്തിൽ ബിൽഡ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ. മാസ്റ്ററി കോഴ്സിന്റെ 6ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ബ്രാൻഡിങ് ആൻഡ് ഹൗ ടു പൊസിഷൻ യുവർ ബ്രാൻഡ് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് കവറപ്പ് ചെയ്തത് മാർക്കറ്റ് റിസർച്ചിനാണ്. എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ എങ്ങനെ നമുക്കൊരു ബ്രാൻഡിന് മാർക്കറ്റ് റിസർച്ച് ചെയ്യാം, എങ്ങനെ അവരുടെ കോമ്പറ്റേറ്റീവ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണ് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കാണുക. അതേപോലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. മാർക്കറ്റ് റിസർച്ച് ഈസ് ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് എ ടാർഗറ്റ് ഓഡിയൻസ് ബൈ എക്സാമിനിങ് ഓൾ ദി ഫോളോയിങ് എക്സ്പെക്ട്. ഇതിന്റെ അകത്ത് നമ്മൾ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡെമോഗ്രഫി, കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ആൻഡ് സ്ട്രാറ്റജി, ഓൺലൈൻ ബിഹേവിയർ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയവർക്കെല്ലാം കൺഗ്രാജുലേഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയ്ക്ക് എന്താണ് ബ്രാൻഡിങ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുക എന്നതാണ്. ഫസ്റ്റ് തിങ്, എന്താണ് ബ്രാൻഡിങ്, വാട്ട് ഈസ് ബ്രാൻഡിങ് അല്ലെ വാട്ട് ഈസ് ബ്രാൻഡ് പൊസിഷനിങ്. ഡെഫിനിഷൻ, ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് പൊസിഷനിങ് ഈസ് ദി സ്ട്രാറ്റജി പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ യുണീക്ക് ആൻഡ് വാല്യുബിൾ പ്ലേസ് ഓഫ് യുവർ ബ്രാൻഡ് ഇൻ ദി കസ്റ്റമേഴ്സ് മൈൻഡ്, ഡിഫറൻഷിയേറ്റിംഗ് ഇൻ ദി ഫോം ഓഫ് കോമ്പറ്റേറ്റേഴ്സ്. ഓരോ കോമ്പറ്റേറ്റേഴ്സ്, ഇപ്പൊ നമുക്ക് ഒരു ബ്രാൻഡിൽ കുറേയധികം കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഷൂ ബ്രാൻഡാണ്, നിങ്ങൾ നൈക്കി ആണ്, നിങ്ങൾക്ക് കോമ്പറ്റേറ്റർ അഡിഡാസ് കാണാം, അല്ലെ ബാറ്റ കാണാം. വളരെയധികം വ്യത്യസ്തമായ കോമ്പറ്റേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ഈ കോമ്പറ്റേറ്റേഴ്സ് എങ്ങനെ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതിനെയാണ് നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ് എന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എഫക്റ്റീവ് പൊസിഷനിങ് ചെയ്യും റിസപ്ഷൻസ്, ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് പർച്ചേസിംഗ് ഡിസിഷൻ ബൈ ക്രിയേറ്റിംഗ് എ ക്ലിയർ, മെമ്മറബിൾ, ഐഡന്റിഫൈയിങ് ദാറ്റ് റിസണേറ്റ് വിത്ത് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ നൈക്കിയുടെ എക്സാമ്പിൾ. നൈക്കി എന്നൊരു ബ്രാൻഡ് നമ്മൾ വ്യത്യസ്തനാക്കുന്ന ഒരു സ്പോർട്സ് ഷൂ അല്ലെങ്കിൽ ഒരു മോഡേൺ ഷൂ, അല്ലെങ്കിൽ ഇത്തിരി കൂടെ നമുക്ക് ഡെയിലി യൂസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷൂ എന്ന രീതിയിലേക്കാണ് നമ്മളൊക്കെ ബ്രാൻഡ് പൊസിഷൻ ചെയ്തത്. കാര്യം നമ്മുടെ ഒരു കംഫർട്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നൈക്കി എന്ന ബ്രാൻഡ് പൊസിഷൻ ചെയ്തേക്കുന്നത്. അവരുടെ മിക്ക ആഡിലും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള ബ്രാൻഡ് പൊസിഷനിങ് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, നമ്മുടെ ക്ലിയർ ഗോൾ എന്താ, അതിനെ കൃത്യമായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പൊസിഷൻ ചെയ്യാൻ സാധിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ബ്രാൻഡ്, എന്താണ് ബ്രാൻഡ് എന്നതിനെ കുറിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. എ ബ്രാൻഡ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ ലോഗോ ഓർ എ പ്രൊഡക്റ്റ് നെയിം. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷണൽ കണക്ഷൻ കസ്റ്റമേഴ്സ് ഹാവ് വിത്ത് യുവർ ഓഡിയൻസ് അല്ലെ കമ്പനി. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു പേര് മാത്രമല്ല. നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് മറ്റുള്ള ഒരു പെർസ്പെക്റ്റീവില് എങ്ങനെയാണ് ഒരു വ്യക്തി നിങ്ങളുടെ ബ്രാൻഡിനെ അല്ലെ കമ്പനിയെ കാണുന്നത്, അതിനാണ് ബ്രാൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഇമേജസ് വലിയൊരു പങ്ക് വഹിക്കുന്നത്. അതിപ്പോൾ ലോഗോ ആകാം, കളർ ആകാം, ഡിസൈനിങ് എലമെന്റ്സ് ആകാം, അല്ലെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ആണ്. പേഴ്സണാലിറ്റി, ഹ്യൂമൻ ക്യാരക്ടർ ആൻഡ് വാല്യൂ യുവർ ബ്രാൻഡ് എംബസിസ് ഇൻവോൾവ്സ്. പേഴ്സണാലിറ്റി, എങ്ങനെ ബ്രാൻഡ് ഒരു പേഴ്സൺ ആയിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ കൊമേഴ്സ് ഒക്കെ പഠിച്ചൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണണം എന്ന് പറയാറുണ്ട്, സെപ്പറേറ്റ് അസറ്റ് ആയിട്ട് കാണണം എന്ന് പറയാറുണ്ട്. അതേപോലെ നമ്മൾ ബ്രാൻഡ് നമ്മളൊരു പേഴ്സണാലിറ്റി, ഒരു പേഴ്സൺ എന്ന രീതിയിൽ കാണാൻ സാധിക്കും. അതിൻ്റെതായ ഒരു ഫേസ് കൊടുക്കണം, അതിൻ്റെതായ ഒരു കളർ കൊടുക്കണം, അതിൻ്റെതായ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ കൊടുത്ത് അതൊരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും. പെർസെപ്ഷൻ, ഹൗ കൺസ്യൂമേഴ്സ് തിങ്ക് ആൻഡ് ഫീൽ അബൌട്ട് യുവർ ബ്രാൻഡ് ബേസ്ഡ് ഓൺ എവറി ഇന്ററാക്ഷൻ ആൻഡ് ടച്ച് പോയിന്റ്സ്. എങ്ങനെയാണ് ഒരു വ്യക്തിയിലെ, എങ്ങനെയാണ് ഒരു കസ്റ്റമറിൽ, എങ്ങനെയാണ് ഒരു ഓഡിയൻസ് നിങ്ങളുടെ ബ്രാൻഡിന് സർവീസിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ആ കൺസ്യൂമർ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ വ്യക്തി അതിനെ പെർസ്പെക്റ്റീവ് എടുക്കുന്നത് എന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ പെർസെപ്ഷൻ അതിന് കൊടുക്കാൻ സാധിച്ചിരിക്കണം നമ്മുടെ ബ്രാൻഡിന്. എക്സാമ്പിൾ ആയിട്ട് ആപ്പിൾ ബ്രാൻഡിന്റെ ഇമ്പാക്ട് പറഞ്ഞാൽ, Apple has built one of the world's most valuable brand through consistent positioning as innovation, premium, and user-friendly. Their brand value exceeds $5 billion, demonstrating the power of the strategy, branding, and positioning. അത് നമുക്ക് എല്ലാ ആപ്പിളിന്റെ ഒരു ഇവന്റ് നടക്കുമ്പോൾ, ആപ്പിളിന്റെ പുതിയൊരു ഫോൺ ലോഞ്ച് നടക്കുമ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആൾക്കാരുടെ ഒരു കൃത്യ ഒരു ഇൻഫ്ലുവൻസിൽ ആൾക്കാർക്ക് ആ ബ്രാൻഡിലേക്കുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കി വെച്ച മുതൽ കൃത്യമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്നൊരു കാര്യമാണ് ആ ബ്രാൻഡ് ഇമ്പാക്ട് അവരുടെ എല്ലാ പ്രൊഡക്റ്റിലും അവർ ഇറക്കുന്ന എല്ലാ മൊബൈൽ ഫോണും കൊണ്ടുവരാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ,
പർപ്പസ് ഓഫ് ബ്രാൻഡ് പൊസിഷൻ. എന്തിനാണ് നമ്മൾ ബ്രാൻഡ് പൊസിഷൻ ചെയ്തത്? എന്താണ് അതിന്റെ പർപ്പസ് എന്ന് നമുക്ക് മനസ്സിലായി. കമ്മ്യൂണിക്കേറ്റ് സുപ്പീരിയർ വാല്യൂ. നമ്മുടെ ബ്രാൻഡ് നമ്മൾ സുപ്പീരിയർ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർലി ആർട്ടിക്കുലേറ്റ് വൈ യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് ബെറ്റർ ചോയ്സ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ സർവീസ് ഏറ്റവും ചൂസ്ഫുൾ ആണ്? നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ എന്തുകൊണ്ട് ആ മൊബൈൽ ഫോൺ ഏറ്റവും വാല്യുബിൾ ആക്കുന്നു? അല്ല ആ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് മേടിക്കും? അതിനെ സെപ്പറേറ്റ് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ്സ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചൂസ് compared to alternative, highlighting unique benefits that matters most to your audience. Audience അത് എന്തുകൊണ്ടൊരു യൂണിക് പ്രോഡക്റ്റ് ആണ്, എന്തൊക്കെ തിങ് ആണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓൺ യുണീക് സ്പോട്ട് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. പ്രൊഡക്റ്റ് മേടിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ കൺസ്യൂമറുടെ മൈൻഡിൽ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ. ക്ലൈം എ ഡിസ്ട്രക്ഷൻ സ്പേസ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ് ദാറ്റ് കോമ്പറ്റീറ്റേഴ്സ് cannot analyze, easily replicate, create a mental shortcut for consumer when making പർച്ചേസ് ആ ഡിസിഷൻ. ഒരു പർച്ചേസ് ഡിസിഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കണം. കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ മറ്റൊരു പ്രൊഡക്റ്റിനെ പെട്ടെന്ന് റിപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേക ഒരു മെന്റാലിറ്റി അതുണ്ട്. ഇപ്പൊ നൈക്കി ഷൂസിന്റെ ഇതിലേക്ക് നമുക്ക് പ്രത്യേക മോട്ടിവേഷൻ, നമുക്കൊരു ഒരു സെൽഫ് ഇമ്പ്രൂവ്മെന്റ് അല്ലെ സെൽഫായിട്ട് നമുക്കൊരു പവർ തരുന്ന ഒരു സാധനം എപ്പോഴും അവരുടെ കോഴ്സിലൂടെ നല്ല മോട്ടിവേഷൻ കോഴ്സിലൂടെ ആഡ്സിലൂടെ ക്യാമ്പയിൻസിലൂടെ അവർ പുഷ് ചെയ്യുന്നൊരു കാര്യം. സോ അങ്ങനെ നമുക്കൊരു മെന്റാലിറ്റി കൊണ്ടുവരാൻ ഒരു പെട്ടെന്നൊന്ന് റിപ്ലേസ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. സെക്കൻഡ്, എലമെന്റ്സ് ഓഫ് എഫക്റ്റീവ് ബ്രാൻഡ് പൊസിഷൻ. ഒരു ബ്രാൻഡ് നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനേക്കാളുള്ള കുറച്ച് എലമെന്റ്സ്. വൺ ഈസ് ക്ലാരിറ്റി. എന്താണ് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തത ഉണ്ടായിരിക്കുക. യുവർ പൊസിഷനിങ് മസ്റ്റ് ബി ക്രിട്ടിക്കൽ, ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായിരിക്കണം എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് എന്നതിനെ കുറിച്ച്. അവോയ്ഡ് ജാർഗൺസ് ആൻഡ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ക്ലാരിറ്റി ഇല്ലാതെ അത് ഇത് അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് ആയിട്ട് എല്ലാത്തിലും ഞങ്ങൾ ഉണ്ട് എന്നതിനേക്കാളും ഇന്നൊരു കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഞങ്ങളാണ് എന്നൊരു പെർസ്പെക്റ്റീവ് അങ്ങനെ ഒരു വിഷൻ കൊടുക്കാൻ സാധിക്കും. കൺസ്യൂമർ ഷുഡ് ഇൻസ്റ്റന്റ്ലി ഗ്രാബ് വാട്ട് മേക്സ് യുവർ ബ്രാൻഡ് ഡിഫറെന്റ്. എന്ത് നിങ്ങളുടെ ബ്രാൻഡ് വ്യത്യസ്തമാക്കുന്ന കോമ്പറ്റേറ്റേഴ്സ് എന്ത് നിങ്ങളുടെ ബ്രാൻഡ് വ്യത്യസ്തമാക്കുന്നതിനുള്ള ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കും. സെക്കൻഡ്, റിലവൻസ് ആണ്. അഡ്രസ്സിംഗ് റിയൽ നീഡ്സ് ആൻഡ് ഡിസയർ ഓഫ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റഡ് ഓഡിയൻസിന്റെ എന്താണ് കൃത്യമായിട്ട് അവർക്കുള്ള അഡ്രസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന്, അവരുടെ പിൻ പോയിന്റ്സുകൾ എന്താ, അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് റിലവൻ്റ് ആണ് ആൻസർ അതിന് കൊടുക്കാൻ സാധിക്കും. യുവർ പൊസിഷനിങ് ഷുഡ് റെസൊനേറ്റ് ഡീപ്ലി വിത്ത് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് യുവർ ഐഡിയൽ കൺസ്യൂമേഴ്സ് ആൻഡ് ഐഡിയൽ കസ്റ്റമേഴ്സ്. നമ്മുടെ ഐഡിയൽ കസ്റ്റമേഴ്സ് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ പ്രോബ്ലംസ് കൃത്യമായിട്ട് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് റെസൊനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡിനെ കൊണ്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് പൊസിഷൻ ചെയ്തെടുക്കണം. Next one is consequence. Keeping it a brief, memorable. The most effective positioning can be communicating in a single sentence that sticks in people's mind. ഒരൊറ്റ സ്ലോഗൻ എന്നൊക്കെ പറയുന്നത് എല്ലാ ബ്രാൻഡിനും ഒരു സ്ലോഗൻ കാണും. അപ്പൊ റെഡ് ബുള്ളിന്റെ ഒരു സ്ലോഗനാണ് റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്ന്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അത് ശരിക്കും റെഡ് ബുൾ കുടിച്ച് നമുക്ക് പറക്കത്തൊന്നുമില്ല. ബട്ട് നമുക്ക് ആ ഒരു ഫീല് നമുക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ അത് റെഡ് ബുൾ ആണ്, അല്ലാതെ നമുക്ക് മെമ്മറബിൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്കൊരു കോൺസിക്വൻസ് കൊടുക്കാൻ എപ്പോഴും നിങ്ങളുടെ ബ്രാൻഡിന് സാധിക്കണം. എപ്പോഴും സ്ലോഗൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. എന്നാലും നിങ്ങളുടെ ബ്രാൻഡിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി നെയിം കാണുമ്പോൾ കൃത്യമായിട്ട് റെസൊനേറ്റ് ചെയ്യാൻ അല്ല ഇത് കാണുമ്പോൾ ഒരു കൺസ്യൂമറിന്റെ മൈൻഡിലേക്ക് കൃത്യമായിട്ടൊരു ബ്രീഫ് മെമ്മറബിൾ തിങ്ക് എപ്പോഴും ഉണ്ടായിരിക്കാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡ് പൊസിഷൻ. ബ്രാൻഡ് പൊസിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് സ്ട്രാറ്റജി ഒരു ബ്രാൻഡ് പൊസിഷനിങ് ഉണ്ടായി. അത് കുറച്ച് ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് വൺ തിങ് ഫണ്ടമെന്റൽസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. വൺ ഈസ് ബിസിനസ് സക്സസ്. എന്താണ് നമ്മുടെ ബിസിനസ് സക്സസ് എന്ന് പറയാൻ സാധിച്ചത്? സ്ട്രോങ് പൊസിഷൻ ഡ്രൈവ്സ് റവന്യൂ ബൈ കമാൻഡിങ് പ്രീമിയം പ്രൈസിംഗ്, ഇൻക്രീസിംഗ് മാർക്കറ്റ് ഷെയർ ആൻഡ് റെഡ്യൂസിംഗ് കൺസ്യൂമർ അക്വിസിഷൻ കോസ്റ്റ്. കൃത്യമായിട്ട് ബിസിനസ് സക്സസ് എന്താന്ന് പറയാൻ സാധിക്കും. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ് പൊസിഷൻ ആയിരിക്കാം, റവന്യൂ വൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമർ അക്വിസിഷൻ ബേസിസിലായിരിക്കണം, കോസ്റ്റ് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിലായിരിക്കണം. അങ്ങനെ ഏത് ഫാക്ടർ ആകാം. അല്ലെങ്കിൽ കൺസ്യൂമർ ലോയൽറ്റി ആയിരിക്കും. When consumers connect with the position, they become advocate, returning, repeated and committed your brand to. അപ്പൊ നിങ്ങളുടെ കൺസ്യൂമർ ലോയൽറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസ്യൂമറത്തിന് ഒരു അഡ്വക്കറ്റ് ആക്കി മാറ്റാൻ സാധിക്കും, അഡ്വക്കസി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അഡ്വക്കസി എന്താന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു. അഡ്വക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടയിൽ ചെന്ന് നമ്മൾ മുൻപ് പറഞ്ഞ കടയിൽ ചെന്ന് ഒരു വ്യക്തി ഒരു പേസ്റ്റ് ചോദിക്കും, കടക്കാരനോട് പേസ്റ്റ്, കടക്കാരൻ ഇങ്ങോട്ടൊരു പേസ്റ്റ് സജസ്റ്റ് ചെയ്യണം, കോൾഗേറ്റ് ഉപയോഗിച്ചോളൂ എന്ന്. അതാണ് അഡ്വക്കസി. അതാണ് അഡ്വക്കസി. അങ്ങനെ നമ്മുടെ കൺസ്യൂമറിൽ തന്നെ നമ്മുടെ ഒരു
അഡ്വർടൈസ്മെന്റ് പറയാൻ, അത് നമ്മുടെ തന്നെ വേർഡ് ഓഫ് മൗത്ത് ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യുന്നൊരു കൺസ്യൂമർ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ് മാർക്കറ്റ് ക്ലാരിറ്റി. ക്ലിയർ പൊസിഷനിങ് cuts through a noise, making it easy for the right customers to find you, choose you over competitors. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന് പുറമെ നമ്മുടെ ബ്രാൻഡിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിന് കൃത്യം മാർക്കറ്റിൽ നമുക്കൊരു ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റിനെ റെസണേറ്റ് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. ആ ബ്രാൻഡിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ മാർക്കറ്റിൽ കൃത്യമായിട്ട് ക്ലാരിറ്റി വേണം. ഒരു ഇന്ന പ്രൊഡക്റ്റ് ആണ്, ഒരു ഫോണാണ്, ഫോൺ നമ്മൾ ഫസ്റ്റ് ഐഫോൺ എന്ന് പറയും, സാംസങ് എന്ന് പറയും. അങ്ങനെ കൃത്യമായിട്ട് മാർക്കറ്റിൽ നമുക്കൊരു മാർക്കറ്റ് ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് വൺ ഓഫ് ദി ബ്രാൻഡ് പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് അല്ല ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ബിസിനസ് സക്സസ് ഉണ്ടാക്കിയാൽ കൺസ്യൂമർ ലോയൽറ്റി ഉണ്ടാക്കിയാൽ നെക്സ്റ്റ് മാർക്കറ്റ് ക്ലാരിറ്റി ഉണ്ട്. കുറച്ച് എക്സാമ്പിൾസിലേക്ക് ആയിട്ട് ഇപ്പോൾ എടുത്തത് ടെസ്ല ഹാസ് റെസൊനേറ്റ് ദി ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ത്രൂ സ്ട്രാറ്റജിക് പൊസിഷൻ ദാറ്റ് എംഫസിസ് ഇന്നോവേഷൻ ആൻഡ് സ്റ്റെബിലൈസിംഗ് ഓവർ ട്രഡീഷണൽ സെല്ലിംഗ് ഗൂഡ്സ്. ട്രഡീഷണൽ ആണ് കാറുകൾ വിറ്റ്, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് കാറുകൾ വിറ്റതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ടെസ്ല ബ്രാൻഡ് പൊസിഷൻ ചെയ്യുന്നത്. ഒന്നാണ് ലോങ് റേഞ്ച് ഇൻഡസ്ട്രി ലീഡിംഗ് ബാറ്ററി ടെക്നോളജി ഓഫർ 300+ മൈൽസ് ചാർജ്. ഒരു പ്രാവശ്യം ചാർജ് ചെയ്യാനിട്ട് 300+ മൈൽസ് നമുക്ക് ഒരു ഓഫർ ചെയ്യുന്നില്ല, നമുക്കൊരു ബാറ്ററി പവർ കിട്ടുന്നു എന്നാണ്. എലിമിനേറ്റിംഗ് റേഞ്ച് ആൻസൈറ്റി. ചാർജ് കഴിഞ്ഞാൽ എത്ര ദൂരം പോകും എന്നൊരു ആൻസൈറ്റി ഉണ്ടാകും. ഈ ആൻസൈറ്റിന് കൃത്യമായിട്ട് ഒരു ഗ്യാരണ്ടി കൊടുത്താണ് ടെസ്ല അവിടെ മാറ്റിയത്. ഒരു 300+ മൈൽസ് ഒറ്റ ചാർജ് നമ്മുടെ വണ്ടി അല്ല കാർ അല്ല ടെസ്ല പോകും എന്നൊരു എക്കോ ഫ്രണ്ട്ലിനെസ്. ഇന്നത്തെ 2025 ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻവയോൺമെന്റിനെ, നമ്മുടെ ഭൂമിയെ കുറിച്ച് കുറെ അധികം ഒരു കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് ടെസ്ലയുടെ വരവ്. അതിന് എക്കോ ഫ്രണ്ട്ലിനെസ് ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഇലക്ട്രിക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പെട്രോളിയം, ഡീസൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദൂഷ്യവശങ്ങൾ ഇതിനെല്ലാം പിന്തള്ളാൻ ഈ ഇലക്ട്രിക് കാർ അല്ലെങ്കിൽ ഈ ഒരു EV സെക്ടറിൽ എക്കോ ഫ്രണ്ട്ലിനെസ് കൊണ്ടുവരാൻ സാധിക്കും. സീറോ എമിഷൻസ് ആൻഡ് സൂട്ടബിൾ എനർജി സൊല്യൂഷൻ പൊസിഷനിങ് ടെസ്ല ആസ് എ ഇമോഷണൽ ചോയ്സ്. ഒരു ഇമോഷണൽ, നമ്മൾ ഈ കാറ് വാങ്ങിക്കുന്നുണ്ട്, നമ്മുടെ ലോകത്തിലെ നമ്മുടെ വേൾഡിനായിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ലെസ് ഇമിഷൻ കൊണ്ടുവരുന്നു എന്നൊരു പോയിന്റ് അവിടെ കൺവേ ചെയ്യാൻ സാധിച്ചു. പിന്നെ ലക്ഷറി. ഒരിക്കലും ടെസ്ല ഒരു സാധാ കാർ, ജസ്റ്റ് ഒരു സാധാ കാറല്ല, ഒരു ലക്ഷറിയെ കാണിക്കുന്ന ഒരു കാർ. പ്രീമിയം ഫീച്ചേഴ്സ് അല്ലെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ആൻഡ് സീക്കിംഗ് ഡിസൈനിങ് കോമ്പറ്റേറ്റീവ് ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡ്സിനെ വെച്ച് കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ അങ്ങനെ ഒരു ലക്ഷറിനെസ് ഫസ്റ്റ് തൊട്ട് ടെസ്ല ടാർഗറ്റ് ചെയ്ത് അതിപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. സ്ട്രാറ്റജി ബ്രാൻഡ് പൊസിഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. 1-2 സ്റ്റെപ്പുകൾ ഞാൻ കൃത്യം ഓർഡറിൽ പറയും. ഫസ്റ്റ് നോ യുവർ കോമ്പറ്റേറ്റർ. ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റേറ്റർ, നമ്മുടെ ബ്രാൻഡിന്റെ കോമ്പറ്റേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. കൃത്യമായിട്ട് അവരെ റിസർച്ച് ചെയ്യാൻ, ആ കോമ്പറ്റേഷനെ പൊസിഷൻ സ്ട്രാറ്റജിക്കലി ഞാൻ വീക്ക്നെസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഐഡന്റിഫൈ ഗ്യാപ്സ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിഫറൻഷിയേഷൻ. കൃത്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന് നമ്മുടെ ബ്രാൻഡിനെ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ സാധിക്കും. എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കുക. സ്ട്രെങ്ത് ഉള്ള ഏരിയ നമ്മൾ കൂടുതൽ ഇടപെടാതെ നമ്മുടെ ബ്രാൻഡ് അത്ര പൊസിഷൻ ചെയ്യാൻ, വീക്ക്നെസ്സുകൾ കൃത്യമായിട്ട് നമ്മുടെ ബ്രാൻഡിന് ഓവർകം ചെയ്യാൻ, അല്ല ആ സ്ട്രെങ്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ മനസ്സിലാക്കുക. സെക്കൻഡ്, അണ്ടർസ്റ്റാൻഡ് യുവർ കൺസ്യൂമർ ഓർ കസ്റ്റമർ. ആരാണ് നമ്മുടെ ഉപഭോക്താക്കൾ, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ മേടിക്കുന്നത്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് അവരെ കുറിച്ച് പഠിക്കുക. അവരുടെ പിൻ പോയിന്റ്സുകൾ എന്താണ്, ഡിസയറുകൾ എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ്, കൃത്യം അതിനെ നിങ്ങൾ സർവേസ് ചെയ്യുക, ഇന്റർവ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് അനലിറ്റിക്കലായിട്ട് ChatGPT ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ മറ്റ് എല്ലാ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാണ് എന്താണ് അവരുടെ ഡേറ്റാസ്, അല്ലെ എന്താണ് അനലിറ്റിക്സുകൾ എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു കോൺഫിഡൻസ് ആയിട്ടാണ് ബസോടെ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടാക്കാൻ, ICP ഉണ്ടാക്കാൻ ഒക്കെ ശ്രമിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഡിഫൈൻ യുണീക് സെല്ലിംഗ് പോയിന്റ്. എന്താണ് നിങ്ങളുടെ USP എന്ന് മനസ്സിലായിരിക്കണം. യുണീക് സെല്ലിംഗ് പോയിന്റ് അത് കൃത്യമായിട്ട് ബ്രാൻഡിന്റെ ജെനുവിനിറ്റി കൊണ്ടുവരാൻ സാധിക്കും. എന്ത് വാല്യൂ ആണ് നിങ്ങൾ പ്രൊവൈഡ്, ഫോക്കസ് ഓൺ ബെനിഫിറ്റ് ദാറ്റ് കോമ്പറ്റേറ്റേഴ്സ് കനോട്ട് ഈസിലി കോപ്പി. എന്താണ് നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സിന് നിങ്ങളുടെ ബ്രാൻഡിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റാതെ അതുപോലെ നിങ്ങളെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ സാധിക്കണം. അതാണ് യുണീക് സെല്ലിംഗ് പോയിന്റിലെ USP ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ക്രാഫ്റ്റിംഗ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻസൈറ്റ് ഉണ്ടായിരിക്കും. കോംപ്ലക്സ് സ്റ്റേറ്റ്മെന്റുകളെല്ലാം മാറ്റി കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ പ്രൊഡക്റ്റ് അല്ലെ എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് ഡെലിവർ ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചത്, കൃത്യമായിട്ട് ക്യാപ്ചർ ബ്രാൻഡ് യുണീക് വാല്യൂ ആൻഡ് ടാർഗറ്റ് ഓഡിയൻസ്. കൃത്യമായിട്ട് ബ്രാൻഡിന്റെ യുണീക് വാല്യൂ എന്താണ് എന്ന് കൃത്യമായിട്ട്
പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അത് ടാർഗറ്റഡ് ഓഡിയൻസ് അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കൃത്യമായിട്ട് ടാർഗറ്റഡ് ഓഡിയൻസിന് നമ്മുടെ യുണീക് പോയിന്റുകൾ യുഎസ്പികൾ ഇതാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിച്ചിരിക്കും. വാട്ട് ഈസ് ബ്രോഡ് പൊസിഷനിങ് സ്റ്റേറ്റ്മെന്റ്? ഈ ബ്രാൻഡ് പൊസിഷനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ എന്താണെന്ന് പറയാം. ഫസ്റ്റ് ടാർഗറ്റഡ് ഓഡിയൻസ് കൃത്യമായിട്ട് നിങ്ങൾ ടാർഗറ്റഡ് ഓഡിയൻസിനെ സ്പെസിഫൈ ചെയ്തിരിക്കും. നിങ്ങൾ ബ്രാൻഡ് പൊസിഷൻ ചെയ്യുമ്പോൾ കുറച്ചധികം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ ബ്രാൻഡ് പൊസിഷൻ ചെയ്യുമ്പോൾ കുറച്ചധികം ഫാക്ടേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കില്ല. ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും. ഫസ്റ്റ് നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചു. സെക്കൻഡ് കാറ്റഗറി, ഏത് കാറ്റഗറി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ബ്രാൻഡ് നമ്മുടെ ബിസിനസ് ഏത് കാറ്റഗറിയാണ് എന്ന് കൃത്യമായിട്ട് ഡിറൈവ് ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ബ്രാൻഡ് ബെനിഫിറ്റ്സ്, നമ്മുടെ ബ്രാൻഡിന് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും. നെക്സ്റ്റ് പ്രൂഫ് പോയിന്റ്സ്, കൃത്യമായിട്ട് പ്രൂഫ് ഉണ്ടായിരിക്കണം. ചുമ്മാ നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് അതിന് നമുക്ക് കൃത്യമായിട്ട് പ്രൂഫുകൾ ഡിറൈവ് ചെയ്യാനുള്ള പ്രൂഫുകൾ നമുക്ക് വെച്ച് കാണിക്കാനും സാധിച്ചിരിക്കും. അതിനായിട്ടൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചത് ഫോർ എൻവയോൺമെന്റൽ കോൺസിക്വൻസ് മില്യൺസ് ഹു നീഡ് reliable transportation. Tesla is an electric vehicle that combines sustainability with luxury performance because we offer industry leading range and cutting edge consumer technology. ഇത് ടെസ്ലയുടെ ഒരു സ്ലോഗൻ, ടെസ്ലയുടെ ഒരു ക്യാമ്പയിൻ എന്താണ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് എൻവയോൺമെന്റിന്റെ കൃത്യമായിട്ട് രക്ഷിക്കൽ, എൻവയോൺമെന്റിനെ ഇത്തിരി സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ആവശ്യമുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അത് ലക്ഷറി ബ്രാൻഡ് ആയിരിക്കുന്നു. ലക്ഷറി വാഹനങ്ങളാണ്. കൃത്യമായിട്ട് പെർഫോമൻസ് ലീഡിങ് ടെക്നോളജീസ് ഒക്കെ ഉള്ളൊരു ബ്രാൻഡാണ് എന്നാണ് കൃത്യമായിട്ടൊരു എക്സാമ്പിൾ ടെംപ്ലേറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റത്തെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ടെസ്ല ഫോക്കസ് ഓൺ ഇറ്റ്സ് ബ്രാൻഡ് അക്കോർഡിംഗ് ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് ടെസ്ല ഫോക്കസ് ചെയ്യാത്ത കാര്യം എന്താണ്? ലോങ് റേഞ്ച്, അഫോർഡബിലിറ്റി, ലക്ഷറി ഫീച്ചേഴ്സ്. ഇതിന്റെ ആൻസർ എന്ന് നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് പറയുന്നത്. കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടെങ്കിൽ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ ആൻസർ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാൻ ശേഷം നമ്മളെ മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യാം. നമ്മളത് റീപോസ്റ്റ് ചെയ്യുന്നതും ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ആൻസറും പറയുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രം സ്ക്രാച്ച് ടു ആൻ എക്സ്പേർട്ട് നിങ്ങൾക്ക് സെൽഫ് തോട്ട് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബണ്ടിലാണ്. ആ ബണ്ടിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വീഡിയോസുകൾ നമ്മൾ അലൈൻ ചെയ്ത് വെച്ചാൽ അത് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് വീഡിയോസ് ആണ്. ജസ്റ്റ് ഒരു ബണ്ടിൽ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് വളരെ സ്ട്രക്ചർ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ഫണ്ടമെന്റൽസ് പഠിക്കാം, പിന്നീട് എന്താണ് SEO എന്ന് പഠിക്കാം, SMM എന്താണ്, അങ്ങനെ ഓരോന്നിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ട് ബേസിക്സ് മുതൽ എക്സ്പേർട്ട് ലെവലിലേക്ക് പഠിക്കുന്ന ഒരു ബണ്ടിലാണ്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണത് ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും കാര്യങ്ങൾ തന്നെ സാധിക്കുന്നതും ആയിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. മാസ്റ്ററി കോഴ്സിന്റെ 7ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എന്താണ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാം. പിന്നെ കുറച്ച് ഫ്രെയിം വർക്ക്സും പിന്നെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ കുറച്ച് മെട്രിക്സും ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് മുൻപത്തെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസിന്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇതിനുശേഷം നമ്മൾ SEOയിലേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ഫണ്ടമെന്റൽസിന്റെ വീഡിയോസ് ഇതിനു മുമ്പ് കാണാത്തവരാണെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഇപ്പോൾ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൃത്യം ഓർഡർ ഈ വീഡിയോസ് കണ്ടു വരിക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോക്ക് എങ്ങനെ നമുക്ക് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ലേൺ ടു ഇവാലുവേറ്റ് യുവർ മാർക്കറ്റ്, മാപ്പ് യുവർ കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് ചാർട്ട് യൂണീക് കോഴ്സസ് ഫോർ യുവർ ബിസിനസ് വിത്തൗട്ട് റിലൈയിങ് ഓൺ ഗസ്റ്റ് വർക്ക്. നമ്മൾ ഗസ്റ്റ് വർക്ക് ചെയ്യാതെ ചുമ്മാ നമ്മൾ ഇങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാതെ അങ്ങനെ ഊഹിക്കാതെ എങ്ങനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാതെ കാണിച്ചു. അനലൈസ് ഹെൽപ്സ് യു ടു ഫൈൻഡ് എക്സാക്ട്ലി വെയർ യു ഫിറ്റ് ഇൻ ദി മാർക്കറ്റ്. നമ്മളെ മാർക്കറ്റ് നമ്മളെ എങ്ങനെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ പ്ലേസ് ചെയ്യണം എന്നൊക്കെ കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കുറച്ച് പില്ലേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഒരു 3 പില്ലേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ട്രെൻഡ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദ കറന്റ് ഡയറക്ഷൻ ഓഫ് മാർക്കറ്റ് ആൻഡ് വാട്ട് കസ്റ്റമേഴ്സ് ആർ മൂവിങ് ടുവേർഡ്സ്. എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റോ സർവീസോ ഇപ്പൊ കറണ്ട് എന്ത് ട്രെൻഡിലാണുള്ളത്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തൊരു ബുക്ക് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, എന്തെങ്കിൽ നിങ്ങൾ ഏത് ട്രെൻഡിനാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ കറന്റ് മാർക്കറ്റ് എന്തെങ്കിലും ട്രെൻഡ് നടപ്പുണ്ട്, ആ ട്രെൻഡ് എന്തെന്ന് മനസ്സിലാക്കുക, അതിനെ കൃത്യമായിട്ട് മാപ്പ് അപ്പ് ചെയ്യാൻ
അതിനെ കൃത്യമായിട്ട് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാനും ശ്രമിക്കുക. സെക്കൻഡ് സ്പോട്ടിങ് ദി ഗ്യാപ്സ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് നമ്മൾ മാപ്പ് ചെയ്ത്, അപ്പോൾ ആ കോമ്പറ്റേറ്റേഴ്സ് എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യുക. ഫൈൻഡിങ് ദി മിസ്സിംഗ് പീസസ് വാട്ട് പീപ്പിൾസ് വാണ്ട് ദാറ്റ് നോ വൺ എൽസ് ഈസ് കറന്റ്ലി ഓഫറിങ്. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, പെർട്ടിക്കുലർ സർവീസിൻ്റെ അകത്ത് നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് മിസ് ചെയ്തൊരു ഏരിയ ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മളിപ്പോൾ അവരുടെ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലിലേക്ക് പോവുക. ഇപ്പോൾ അവർ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ അതിൻ്റെ റിവ്യൂസ് പോയി വായിച്ചു നോക്കുക. 3 സ്റ്റാർ റിവ്യൂസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ അത് എന്താണ് അവരുടെ കസ്റ്റമേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോൾവ് ചെയ്യുന്നൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനുള്ള മാർക്കറ്റ് ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സ്പോട്ടിംഗ് ഗ്യാപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. തേർഡ്, ഡിഫൈനിങ് യുവർ USP. USP എന്ന് പറഞ്ഞാൽ യുണീക് സെല്ലിംഗ് പോയിന്റ്. Pinpoint your unique selling proposition, the specific reason a customer should choose you over anyone else. മറ്റ് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് യൂണിക് സെല്ലിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. USP കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. നെക്സ്റ്റ്, യുവർ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ലൈവ്സ് ഇൻ ദി എംപ്റ്റി സ്പേസസ്. നേരത്തെ പറഞ്ഞതുപോലെ സ്പോട്ടിംഗ് ദി ഗ്യാപ്സ്. ഈ ഗ്യാപ്സിൻ്റെ നമുക്ക് കുറെ എംപ്റ്റി സ്പേസസ് ഉണ്ട്. ഈ എംപ്റ്റി സ്പേസ് നമ്മൾ കണ്ടത് വാട്ട് കോമ്പറ്റേറ്റേഴ്സ് ഓഫേഴ്സ്. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ ഓഫേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഓഫേഴ്സിലൂടെ പോകുക, അതിനകത്ത് ഗ്യാപ്സ് ഉണ്ടോ ഫൈൻഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് മാർക്കറ്റ്. സ്റ്റാൻഡേർഡ് മാർക്കറ്റ് ഇപ്പോൾ എത്രയാണ് പ്രൈസിങ് ഓഫറിന്, അല്ല പെർട്ടിക്കുലർ ഓഫറിനോ സർവീസിനോ പ്രൊഡക്റ്റിനോ ഇപ്പോൾ 999 രൂപയ്ക്ക് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ആ പ്രൈസ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് വിചാരിക്കുക 1999 rupees ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഫാർ അവേ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രൈസിങ്ങിൽ ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വാട്ട് കസ്റ്റമേഴ്സ് വാണ്ട്. നിങ്ങളുടെ ഓഫർ ഓൾമോസ്റ്റ് നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സിന് ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടത് എന്തെന്ന് മനസ്സിലാക്കും. കുറെ കാര്യം അതിൻ്റെ അത് കാണും, വേണ്ടാത്തതും വേണ്ട. അതായത് കസ്റ്റമേഴ്സ് ആയിട്ട് വേണ്ടത് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സാധനം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഗ്യാപ്പിനാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ പ്രൈസിങ്ങിലാണെങ്കിൽ കസ്റ്റമർ വാണ്ട്സിലാണെങ്കിൽ ഓഫേഴ്സിലാണ്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ഇതിനൊക്കെ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഈ PPT കാണിക്കുന്ന ഈ സെൻട്രലായിട്ടൊരു ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഗ്യാപ്പ് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് അല്ല നിങ്ങളുടെ മാർക്കറ്റിംഗ് ഈ ഗ്യാപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽസും കാര്യമൊക്കെ കിട്ടാനും നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫുൾ ഓഫ് ചെയ്യാനും സാധിക്കുന്നത് ആയിരിക്കും. നെക്സ്റ്റ് വൺ, നോട്ട് ഓൾ കോമ്പറ്റേറ്റേഴ്സ് ലുക്ക് ദി സെയിം. അപ്പം മെയിൻലി നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് എല്ലാം ഒരേപോലെ ആകണമെന്നില്ല. കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയാൻ മെയിൻലി 2 ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റേഴ്സ് ആണ് ഉള്ളത്. വൺ ഈസ് ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ്. ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് എന്തൊക്കെയാണ്? നമ്മളെ സെയിം പ്രൊഡക്റ്റോ അല്ല സെയിം നീഡ്സോ സാറ്റിസ്ഫൈ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നെറ്റ്ഫ്ലിക്സ്, HBO ഇവരൊക്കെ നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയാം. ഇവരുടെ പ്രൊഡക്റ്റ് ഒരേ സാധനമാണ്, ഇവർ സെല് ചെയ്യാൻ പോകുന്ന ഒരേ ആൾക്കാർക്കാണ്. ബോത്ത് ഓഫേഴ്സ് ഹോം എന്റർടൈൻമെന്റ് സ്ട്രീമിംഗ് കണ്ടോ, ഇതാണ് ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ്. ഡയറക്റ്റ് പ്രൊഡക്ട്സുകളായിരിക്കും, ബട്ട് സെയിം നീഡ്സ് ആയിരിക്കും. സെയിം നീഡ്സ് എല്ലാം സെയിം ആയിരിക്കും. എക്സാമ്പിൾ ആമസോൺ വേഴ്സസ് ടാർഗറ്റ്. ആമസോൺ ഓഫർ എക്സ്ട്രീം ഹോം കൺവീനിയൻറ്റ് while targeting offer premium in-person shopping experience, but both solve the end to buy household needs. ആമസോൺ എന്ന് പറഞ്ഞാൽ കുറെ അധികം പ്രൊഡക്ട്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഹോം അപ്ലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെഹിക്കിൾ റിലേറ്റഡ്, ഓട്ടോമോട്ടീവ് റിലേറ്റീവ് ഉണ്ട്, എഡ്യൂക്കേഷൻ റിലേറ്റീവ്, പലധികം പ്രൊഡക്ട്സുകളുണ്ട്. ബട്ട് ഇതിൻ്റെ എല്ലാം കളക്ഷൻ ഓഫ് തിങ് ആണ് ആമസോൺ എന്ന് പറയുന്നത്. ആമസോണിന്റെ ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് ഹോം അപ്ലയൻസ് വിൽക്കുന്നവരല്ല, അല്ലെങ്കിൽ ബുക്സ് വിൽക്കുന്നവരല്ല. കൃത്യമായിട്ട് അവരുടെ ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായി. ബട്ട് ഈ കാണുന്ന പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്ത് കോമ്പറ്റേറ്റേഴ്സ് തന്നെയാണ്, ബട്ട് അവർ ഇൻഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഈ PPT ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത് ഫ്രീ ടു ഡൗൺലോഡ് ആണ്. ഡൗൺലോഡ് ചെയ്ത് യൂസ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. നെക്സ്റ്റ്, ദ 6 സ്റ്റെപ്പ് ബ്ലൂ പ്രിന്റ് ഫോർ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഈ കാണുന്ന 6 സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ മാർക്കറ്റിംഗ് അനാലിസിസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. മാർക്കറ്റ് അനാലിസിസ് ആൻഡ് കോമ്പറ്റേറ്റീവ് അനാലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡന്റിഫൈ യുവർ കോമ്പറ്റേറ്റേഴ്സ്. ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ്? നമ്മുടെ സെയിം പ്രൊഡക്റ്റ് അല്ല നമ്മുടെ സെയിം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഹു ആർ ദേ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. സെക്കൻഡ്, ഇവാലുവേറ്റിംഗ് ദയർ പ്രോഡക്റ്റ്. അവരുടെ പ്രോഡക്റ്റും നമ്മുടെ പ്രോഡക്റ്റും തമ്മിൽ എന്തൊക്കെയാണ്? വാട്ട് ഡു ദേ സെൽ? എന്തൊക്കെയാണ് അവർ സെല് ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു മാച്ചപ്പ് ചെയ്യാനും കമ്പാരിസൺ ചെയ്യാനും ഒക്കെ ശ്രമിക്കും. അവർ എവിടെയൊക്കെയാണ് പോസിറ്റീവ് ഉള്ളത്, അവിടെയൊക്കെയാണ് അവർക്ക് നെഗറ്റീവ് ഉള്ളത്. ഇത് തമ്മിൽ നമ്മൾ മാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേറ്റിംഗ് സെയിൽസ്
ഹൗ ഡു ദേ സെയിൽ, എങ്ങനെ അവർ മാർക്കറ്റ് ചെയ്യും, എങ്ങനെ അവർക്ക് സെയിൽസ് കിട്ടും, എങ്ങനെ അവർക്ക് ലീഡ്സ് കിട്ടും, ഇതൊക്കെ നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാം. അനലൈസിങ് പ്രൈസ്, വാട്ട് ഡു ദേ ചാർജസ്, ഇതിനെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്താണ് മാർക്കറ്റ് വാല്യൂ. ഇപ്പൊ ആ പ്രൊഡക്റ്റിന് ആ സർവീസിന് ഇപ്പോൾ കറന്റ് മാർക്കറ്റിന് എത്രയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് എന്ന് നോക്കുക. ഈ മാർക്കറ്റ് പ്രൈസിങ്ങിനെ വെച്ച് അവരുടെ പ്രൊഡക്റ്റോ സർവീസോ മാച്ചപ്പ് ചെയ്യാനല്ല കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ഓവർ പ്രൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആയിരിക്കും. ഓവർ വാല്യൂ എന്ന സെൻസ് ഞാൻ ഇവിടെ പറയുന്നത് അവർക്ക് കുറെ അധികം ഗുഡ്സ് അല്ലെ കുറെ അസറ്റ്സുകൾ അതിൻ്റെ അകത്തുണ്ട്. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കുറെ അധികം വാല്യൂസ് ഇൻഫർമേഷൻ അതിലുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് കൂടുതലായിരിക്കും. ഇതിനെ എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ വെച്ച് നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ ചെയ്യുക, എവിടെയൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഓൺ ട്രാക്ക് മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ, ഹൗ ഡു ദേ സ്പീക്ക്, എങ്ങനെ അവരുടെ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് അവരുടെ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുന്നു എന്ന് മനസ്സിലാകും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാകട്ടെ, ത്രെഡിലാകട്ടെ, ട്വിറ്ററിലാകട്ടെ, അല്ലെങ്കിൽ ലിങ്ക്ഡിനാകട്ടെ, യൂട്യൂബ് ആകട്ടെ, അല്ലെങ്കിൽ ഇനി ഇവരുടെ വെബ്സൈറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ പാക്കേജിങ് എങ്ങനെയാണ്, ഇനിയിപ്പോൾ ലൈക്ക് എന്താണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, എത്ര ഓഫ്റ്റൻ ആയിട്ടാണ് പോസ്റ്റുകൾ ചെയ്യുന്നത്, ആഡ്സുകൾ എങ്ങനെയാണ്. ഇപ്പം മറ്റേ ആഡ്സ് ലൈബ്രറി പോയാലും ഗൂഗിൾ ആഡ്സ് ട്രാൻസ്ഫർസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അവരുടെ ആഡ്സ് പ്ലേസ് ചെയ്യുന്നത്, എന്തൊക്കെ ക്രിയേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് അവർ അവരുടെ മാർക്കറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾ ട്രാക്ക് ഔട്ട് ചെയ്യാൻ സോഷ്യൽ ഹാൻഡ്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഈസ് സിൻസിക്സ് വിത്ത് SWOT. SWOT എന്താന്ന് നമ്മൾ മുന്നോട്ടൊരു കൂടെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞത്. വേർ ഡു വി വിൻ, ഇതിൽ നമുക്ക് എവിടെ നമുക്ക് വിൻ ചെയ്യാം എന്ന് മനസ്സിലാക്കി. ഈ SWOT എന്ന് വെച്ചൊരു ഫ്രെയിം വർക്കാണ്. ഈ ഫ്രെയിം വർക്ക് എന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞത് സ്റ്റെപ്പ് 1 and 2 ഇവാലുവേറ്റ് ദ മാർക്കറ്റ് ഫുട് പ്രിന്റ് ആൻഡ് പ്രൊഡക്റ്റ് ഡെലിവറി. അപ്പൊ നമ്മൾ പറയാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, ദി ഫാക്ട് ഫൈൻഡിങ് മെഷീൻ, വിസിറ്റ് ദെയർ വെബ്സൈറ്റ്, ലിങ്ക്ഡിൻ, നോട്ട് വെൻ ദേ വെയർ ഫൗണ്ടഡ്, ലൊക്കേഷൻ ആൻഡ് എംപ്ലോയി കോഡ്. ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സെക്കൻഡ്, ദ പ്രോഡക്റ്റ് ഇവാലുവേഷൻ, വാട്ട് മേക്ക് ദ കോർ ഓഫറിംഗ് യൂണീക്, എന്താണ് അവരുടെ പ്രൊഡക്റ്റിനെ ഇത്തിരി യുണീക്ക് ആയിട്ട് കോമ്പറ്റേറ്റേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, അല്ല അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഡു ദേ ഫോക്കസ് ഓൺ ലോ കോസ്റ്റ് വോളിയം ഓർ ഹൈ കോസ്റ്റ് പ്രീമിയം ക്വാളിറ്റി, ലോ കോസ്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെ പ്രീമിയം സാധനം പ്രീമിയം ആൾക്കാർക്ക് വിൽക്കാനാണ് ശ്രമിക്കുന്നത്, എന്താണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രെങ്ത് എന്ന് മനസ്സിലാകും. ഡിസ്ട്രിബ്യൂഷൻ ചെക്ക്, എങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡു ദേ സെൽ ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ഓൺലൈൻ ഓർ ഡു ദേ റിയലി ഓൺ എ ഫിസിക്കൽ റെന്റൽ പാർട്ണർ. കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് ഓൺലൈൻ ഉപയോഗിച്ചേക്കാം, ഓഫ്ലൈൻ ഉപയോഗിച്ചേക്കാം, ബട്ട് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ആണ് സെല് ചെയ്യുന്നത്, ഫിസിക്കൽ റെന്റൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉപയോഗിച്ചാണ് സെൽ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബിക്കം എ ബിസിനസ് സൂപ്പർ സ്പൈ ടു മാപ്പ് ദ സെയിൽസ് പ്രോസസ്, എങ്ങനെയാണ് അവരെ സെയിൽസ് പ്രോസസ് ചെയ്യുന്നത്, ഫസ്റ്റ് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, വാട്ട് ചാനൽ ഡു ദേ യൂസ് ടു ക്യാപ്ചർ പൊട്ടൻഷ്യൽ ലീഡ്സ്, ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്കുള്ള ലീഡുകൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കും. സെയിൽസ് പേജ്, ഹൗ ഡസ് എ കസ്റ്റമർ മൂവ് ഫ്രം ഇൻട്രസ്റ്റ് ടു വാല്യുവേഷൻ, ജസ്റ്റ് ഒരാൾ ഇൻട്രസ്റ്റഡ് ആയി എന്ന് പറഞ്ഞ് ലീഡ് വന്നു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അവർ ആ ലീഡ് ക്ലോസ് അപ്പ് ചെയ്ത് കസ്റ്റമറായിട്ട് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ സെയിൽ പ്രോസസ്സിൽ ഒന്ന് പോയി നോക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവരുടെ ലീഡ് വരുന്നത്, എങ്ങനെയാണ് ആ വർക്ക് ഫ്ലോ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പർച്ചേസ്, വാട്ട് ഈസ് ദി ഫൈനൽ ചെക്കൗട്ട് എക്സ്പീരിയൻസ്, പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ യൂസർക്ക് കൊടുക്കേണ്ടത്, ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് അവൈലബിൾ, check public income statement or earning reports for the total sales volume to gratitude their true size. അപ്പോൾ പബ്ലിക്കലി നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. വെബ്സൈറ്റിൽ പോയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ അവസാനമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിക്ക് ഇത് ഹെൽപ്ഫുൾ ആകുന്നത് എന്നൊക്കെ മനസ്സിലാകും. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് കംപ്ലീറ്റ് ഓൺ ദി ട്രീക്സ് ആൻഡ് വാല്യൂ, നോട്ട് ജസ്റ്റ് ദി പ്രൈസിങ് ടാഗ്. പ്രൈസിങ് ടാഗിൽ മാത്രം കമ്പാരിസൺ നടക്കാതെ അതിന്റെ വാല്യൂസിലും കൂടെ കമ്പാരിസൺ നടക്കാൻ ശ്രമിക്കുക. ഹൗ മച്ച് ഡു ദേ ചാർജ് ഫോർ പ്രോഡക്റ്റ് സിമിലർ ടു യുവേഴ്സ്, അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് പോലെ അവരുടെ പ്രോഡക്റ്റ് എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അവർ അത്രയും ചാർജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഹിഡൻ വാല്യൂസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ റഫറൻസ് ഡിസ്കൗണ്ട് ഫോർ ബ്രിങ്ങിങ് ഇൻ ഫ്രണ്ട്സ്, ഫ്രീ ട്രയൽസ് ഓൺ പോപ്പുലർ ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഫ്രീ ഓർ ലോ കോസ്റ്റ് ഷിപ്പിംഗ് ഫോർ ഫിസിക്കൽ ഗുഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഓഫേഴ്സുകൾ അവർ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ക്യാൻ യു മാച്ച് ദ
tweaks or create entirely new ones to standard. വ്യത്യസ്തമായിട്ടൊരു ഓഫർ ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അൺകവർ ഹൗ ദേ ക്യാപ്ചർ ഡിജിറ്റൽ സെർച്ച് ട്രാഫിക്. എങ്ങനെ ഒരു SEO യുണീക്ക് ആണ്. ഇപ്പോൾ വെബ് ട്രാഫിക്കിലേക്ക് വരികയാണ്, ഹൗ മെനി യുണീക്ക് വിസിറ്റേഴ്സ് ലാൻഡ് ഓൺ ദർ സൈറ്റ് ഈച്ച് മന്ത്. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ സെമറഷ് ഒക്കെ പോലത്തെ ടൂളുകൾ ഉപയോഗിച്ച് ഊബർ സജസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഒരു പരിധി വരെ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ തന്നെ പറ്റുന്നത് ആയിരിക്കും. അതുപോലെ ഒരു പെർട്ടിക്കുലർ കീവേഡ്സ്, ഇപ്പോൾ സെക്കൻഡ് കീവേഡ് റാങ്ക്, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ കീവേഡ്സിന് ഒരു മന്ത്ലി എത്ര വോളിയം ഉണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് വെച്ച് നമുക്കൊരു അസംഷൻ നടത്താൻ പറ്റും. അസംഷൻ അല്ല, നമ്മൾ സെമർഷി പോലത്തെ ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ എത്രമാത്രം ട്രാഫിക്കുകൾ ആ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യാം. നമുക്ക് ലിങ്കുകളൊക്കെ നമുക്ക് ഊബർ സജസ്റ്റിലേക്ക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് HRFിലേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ എത്ര പേര് ഒരു മന്ത്ലി വിസിറ്റ്സ് ആ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ദ ടൂൾസ് ഇപ്പോൾ യൂസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലൈക്ക് സെംബ്രൈറ്റ്, HRF to see exactly which search terms brings them customers. അപ്പോൾ അങ്ങനെയുള്ള വോളിയൂംസ് ഒക്കെ നമുക്ക് ഈ കാണുന്ന ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫൈൻഡിങ് ദ സോഷ്യൽ കോമ്പറ്റേറ്റീവ് സ്റ്റാർസ് വിത്ത് ആസ്കിങ് യുവർ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിനോട് ആസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗോ ടു ദ സോഴ്സസ്. സോഷ്യൽ പ്ലാറ്റ്ഫോംസുകൾ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക, പ്രൊഡക്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്തൊക്കെ പെയിൻ പോയിന്റ്സുകളാണ് അവർ അനുഭവിക്കുന്നത് മനസ്സിലാക്കുക. ഇതിനെ നിങ്ങൾ കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സെർച്ച് ദി കീവേഡ്. Search in TikTok, Instagram or YouTube for description of your product. You will discover niche brand ranking for a exact keyword that you never knew existed. നിങ്ങളുടെ മെയിൻ കീവേഡുകൾ അടിക്കുകയാണെങ്കിൽ എന്തൊക്കെ റിലേറ്റ് ചെയ്ത കോണ്ടന്റുകളാണ്, അല്ല എന്തൊക്കെ റിലേറ്റ് ചെയ്ത സെർച്ചുകളാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നതായിരിക്കും എന്തൊക്കെ പെയിൻ പോയിന്റ്സ് ആണോ അനുഭവിക്കുക, അതിനെ നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന്. ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ് ഫ്രം ഇമിറ്റേഷൻ ടു ഇൻസ്പിരേഷൻ. ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ അവര് നിങ്ങളുടെ കോമ്പറ്റേറ്റർ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഇട്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടൊരു ബ്ലോഗർ ആയിട്ട്, പെർട്ടിക്കുലർ ആയിട്ടൊരു ക്യാമ്പയിനറാണ്, അതിനെ ലിറ്ററലി കോപ്പി ചെയ്യാതെ നിങ്ങൾ അതിനെ ഇമിറ്റേഷൻ ചെയ്യാതെ നിങ്ങൾ അതിൽ നിന്ന് ഇൻസ്പിരേഷൻ എടുത്തതിന് ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും ഇത്തിരി കൂടെ ഓവർ പവർ ചെയ്ത സാധനം ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കും. ദ ഗോൾഡൻ റൂൾ ഓഫ് ദിസ് ഈസ് നെവർ കോപ്പി എനിത്തിങ് വേർഡ് ഫോർ വേർഡ് ഓർ പിക്ചർ ഫോർ പിക്ചർ. കൃത്യമായിട്ട് ആ വേർഡ് ഇപ്പം ആ പോസ്റ്റ് അതേപടി കോപ്പി ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അവർക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തു നമുക്കത് വർക്കൗട്ട് ചെയ്യണം എന്നില്ല. കാര്യം നമ്മുടെ ബ്രാൻഡ് ബേസ് ആണ് അവിടെ നടക്കുന്നത്. ദ ട്രൂ ഗോൾ അനലൈസിങ് കോമ്പറ്റേറ്റേഴ്സ് ഓൺ പ്ലാറ്റ്ഫോംസ് ലൈക്ക് മെട്രോകോൾ സേവ് യു ടൈം ബൈ റിയലൈസിങ് വാട്ട് എക്സ്പീരിയൻസ് ഹാവ് ഓൾറെഡി ഫെയിൽ ഓർ സക്സീഡ്. മെട്രോകോൾ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ടൂളുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ച് എന്തൊക്കെയാണ് വർക്ക് ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിപ്പോൾ ഫെയിലായ സക്സസ് ആയ കാര്യങ്ങളൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള മെട്രിക്സുകൾ കിട്ടും. ഇപ്പോൾ CTR പോലത്തെ മെട്രിക്സുകൾ, അത് ഇംപ്രഷൻസ്, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് മെട്രിക്സ് ഒക്കെ നമുക്ക് മെട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ദി ബേസ് ലൈൻ. യൂസ് കോമ്പറ്റേറ്റീവ് ഡാറ്റ ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ ബേസ് ലൈൻ ഫോർ വാട്ട് നോർമൽ ലുക്സ് ലൈക്ക് ഇൻ യുവർ സ്പെസിഫിക് ഇൻഡസ്ട്രി. നമ്മുടെ സ്പെസിഫിക് നോർമൽ ആയിട്ട് നടക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഡാറ്റ ഉപയോഗിച്ച് പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ അതൊരു ബേസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ കോണ്ടന്റുകളാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് ആണ് ബിൽഡപ്പ് ചെയ്യാനും കാര്യമൊക്കെ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ ഡാഷ്ബോർഡ് വാട്ട് ഡു യു ആക്ച്വലി മെഷർ. ഇപ്പം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഫസ്റ്റ് പോസ്റ്റ് ഫ്രീക്വൻസി. എത്ര പോസ്റ്റാണ് ഒരു മന്ത് ചെയ്യുന്നത്, അല്ലെ എത്ര പോസ്റ്റാണ് ഒരു വീക്കിലി ചെയ്യുന്നത്. ഹൗ ഓഫ്റ്റൻ ആർ ദേ പോസ്റ്റിംഗ് പെർ വീക്ക്. ആർ ദേ പ്രയോറിറ്റിംഗ് ഷോർട്ട് ഫോം റീൽസ്, ലോങ് വീഡിയോസ് ഓർ സ്റ്റാറ്റിക് ഇമേജ്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. എൻഗേജ്മെന്റ് റേറ്റ്. ലുക്ക് ബിയോണ്ട് ദി ഫോളോവർ കൗണ്ട്. വാട്ട് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് ലൈക്സ് ആൻഡ് കമന്റ് പെർ പോസ്റ്റ് കമ്പയർഡ് ടു ദർ ഓഡിയൻസ് സൈസ്. ഫോർ ഓഡിയൻസ് ഇപ്പോൾ അവർക്കൊരു 1000 ഫോളോവേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. അവർക്കൊരു പോസ്റ്റിന് അറൗണ്ട് ഒരു 10K ലൈക്ക് കിട്ടിയൊരു പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റിന് എങ്ങനെ ഇത്ര ലൈക്ക് കിട്ടിയെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ എൻഗേജ്മെന്റ് റേറ്റ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പൊ ലൈക്കുകളാണെങ്കിൽ, കമന്റുകളാണെങ്കിൽ, ഫോളോവേഴ്സുകളാണെങ്കിൽ, ഷെയറിന്റെ നമ്പേഴ്സ് ആണെങ്കിൽ, ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഏറ്റവും എൻഗേജ് ചെയ്ത കണ്ടന്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻസ്പിരേഷൻ ആയിട്ട് എടുത്ത് അതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഓഡിയൻസ് ഗ്രോത്ത്. ആർ ദേ സ്റ്റേബിളി ഗെയിനിങ് ഫോളോവേഴ്സ് ഓർ ഈസ് ദ ഗ്രോത്ത് സ്റ്റാഗ്നന്റ് ഓവർ ദി ലാസ്റ്റ് 30 days?
ഓരോ ലാസ്റ്റ് 30 ഇയേഴ്സിന്റെ ഡാറ്റാസ് എടുക്കുക. ഏകദേശം അവർ 100 ഫോളോവേഴ്സിൽ തന്നെ നിൽക്കുകയാണ്. എല്ലാ മാസവും 100 ഫോളോവേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയല്ല. ഓരോ മാസവും 100 ഫോളോവേഴ്സ്, നെക്സ്റ്റ് മാസം 120 ഫോളോവേഴ്സ്, നെക്സ്റ്റ് മാസം 150 ഫോളോവേഴ്സ്, അങ്ങനെ എടുത്ത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഡയഗ്നോസ് ദെയർ കണ്ടന്റ് ബൈ ലുക്കിംഗ് അറ്റ് ദി എക്സ്ട്രീംസ്, അനലൈസ് ദി ഹൈസ്, അനലൈസ് ദി ലോസ്. അപ്പോൾ കോണ്ടന്റുകൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ടോപ്പ് പെർഫോമൻസ് ആൻഡ് ബോട്ടം പെർഫോമൻസ്. സോർട്ട് ദെയർ പോസ്റ്റ് ബൈ ഹയസ്റ്റ് എൻഗേജ്, ഹൈ എൻഗേജ്മെന്റ് ഉള്ള പോസ്റ്റുകൾ. ഓഫ്റ്റൻ ടോപ്പ് പെർഫോമിംഗ് ആർ ഹൈലി എഡ്യൂക്കേഷണൽ വീഡിയോസ്, ഇൻഡസ്ട്രി റൗണ്ട് അപ്സ് ആർ ഫ്രീ ഡൗൺലോഡബിൾ റിസോഴ്സസ്. ഇപ്പം എന്തുകൊണ്ട് അത് ഹൈലി പെർഫോം ചെയ്ത്? ഇതിനിപ്പോൾ ഒരു പ്രത്യേക എന്തെങ്കിലും ടോപ്പിക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സ്പെസിഫിക് വീഡിയോ, എന്തെങ്കിലും ട്രെൻഡാണ് ഇത് മനസ്സിലാക്കുക. അല്ല അവരെന്തെങ്കിലും ഗിവേവേഴ്സോ ഡൗൺലോഡബിൾ ആയിട്ടുള്ള തിങ്കുകളോ അല്ല അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. സെക്കൻഡ്, അനലൈസ് ദി ലോസ്. എന്തുകൊണ്ട് അവർക്ക് ലോ റീച്ച്, അല്ല എന്തുകൊണ്ട് ലോ വ്യൂസ് കിട്ടില്ല, ലോ എൻഗേജ്മെന്റ്. ലുക്ക് അറ്റ് ദ ലീസ്റ്റ് എൻഗേജ്മെന്റ് പോസ്റ്റ്, ഫൈൻഡ് ഔട്ട് വാട്ട് ടു അവോയ്ഡ്. എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അവരുടെ ലീസ്റ്റ് പെർഫോമർ എല്ലാം നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് നമ്മുടെ ഓഡിയൻസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. സോ അവർക്ക് ലോ പെർഫോം ചെയ്ത കണ്ടന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതെന്തുകൊണ്ട് ലോ പെർഫോം ആയി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് നമ്മുടെ കോണ്ടന്റുകൾ അത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കും. അങ്ങനെ നമുക്ക് ചുമ്മാ ഒരു ലോ പെർഫോമിംഗ് വീഡിയോ, ലോ പെർഫോമിംഗ് തിങ് ചെയ്യാതിരിക്കും. ഹൈലി പ്രൊമോഷണൽ സെയിൽസി പോസ്റ്റ് ഓർ സ്റ്റാൻഡേർഡ് ടെസ്റ്റിമോണിയൽസ് ഓഫ്റ്റൻ ഈൽഡ് ടു ലോവസ്റ്റ് ഡയറക്റ്റ് എൻഗേജ്. കുറച്ച് ലോവസ്റ്റ് ഡയറക്റ്റ് എൻഗേജ്, ഇപ്പോൾ എൻഗേജ്മെന്റ് കുറയാൻ കാരണമാകാൻ സാധ്യതയുള്ള കുറച്ച് ഒരു ടൈപ്പ് ഓഫ് തിങ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാര്യത്തിന് പറ്റുന്നത് ആയിരിക്കും. നെക്സ്റ്റ് വൺ, കോണ്ടാക്ട് മെട്രിക്. Use competitors to benchmark seasonally. Social media engagement naturally embeds on follow depending on the time of year or world events. ഓരോ ഇവന്റുകളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇവന്റുകളോ ട്രെൻഡുകളോ ഉണ്ടെങ്കിൽ അപ്പോൾ ആ മന്തുകളിൽ ഈ കാണുന്ന കോമ്പറ്റേറ്റേഴ്സ് നല്ല സ്പൈക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലത്തെ സ്പൈക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുക, ഏത് മന്തുകളിലാണ് സംഭവിക്കുക, ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേക പാറ്റേണുകളുണ്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു അനാലിസിസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടുന്നതായിരിക്കും. സോ ഈ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാൻ സാധിക്കും. ഇഫ് യുവർ എൻഗേജ്മെന്റ് ഡ്രോപ്സ്, pull a competitor report. If their numbers are down to, it's an industry wide seasonal trend. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മീൻസ് റീച്ച് കുറയുക, എൻഗേജ്മെന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കോമ്പറ്റേറ്റർ റിപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ കോമ്പറ്റേറ്റേഴ്സിനും അവിടെ എൻഗേജ്മെന്റ് ഡ്രോപ്പ് ആകുന്നുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഡ്രോപ്പാണ്, ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അല്ല ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കറന്റ് ഡൗൺഫോൾ ആണ് സംഭവിക്കുക, എല്ലാവരും അത്ര ഇമ്പൾസ് മൂവ് നടക്കുന്നില്ല എന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതും ആയിരിക്കും. ഫോറിങ് യുവർ ഫൈൻഡിങ്സ് ഇൻ ടു SWOT മെട്രിക്സ്. SWOT എന്നൊരു ഫ്രെയിം വർക്ക് ഉണ്ട് എന്ന് ഞാൻ പറയും. അപ്പൊ അതിനൊരു ഫണൽ രീതി ഞാൻ ഇവിടെ പറയണം. ആദ്യമേ എന്താണ് SWOT എന്ന് പറയും. S സ്റ്റാൻഡ് ഫോർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ്. ഇതാണ് SWOT എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റോ പ്രൈസിംഗ് സോഷ്യൽ മീഡിയ ഇവിടെ ആയിട്ട് താഴോട്ട് നോക്കി, ടേക്ക് ഓൾ ദി ഇന്റലിജൻസ് യു ഹാവ് ഗാദേർഡ് ആൻഡ് കമ്പയർ ഇറ്റ് ടു യുവർ ഓൺ കമ്പനീസ് പെർഫോമൻസ്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്റേണലി ഉള്ള കാര്യങ്ങളാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്തുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിന്റെ വീക്ക്നെസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഓപ്പർച്യൂണിറ്റീസ് എക്സ്റ്റേണലി ഇപ്പം എന്താണ് നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുക, ആ ഗ്യാപ്പ് എന്ന് ഫൈൻഡ് ഔട്ട്. ഈ ഗ്യാപ്പിന്റെ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകൾ പ്ലേസ് ചെയ്യാൻ നോക്കുക. ദിസ് എക്സസൈസ് ട്രാൻസ്ഫോം റോ ഡാറ്റ ഇൻടു ക്ലിയർ റോഡ് മാപ്പ്, uncovering specific statistics to win over the customers your competitors in the leaving behind. അപ്പം എങ്ങനെ നിങ്ങളുടെ കോമ്പറ്റേഴ്സ് ബിഹൈൻഡിൽ ലീവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് ഔട്ട് പെർഫോം ചെയ്യാന്ന് മനസ്സിലായി. ത്രെഡ്സ്, T സ്റ്റാൻഡ് ഫോർ ത്രെഡ്സ്. എന്തൊക്കെയാണ് മെയിൻ ത്രെഡ്സ്? ഇപ്പം എക്സ്റ്റേണലി കോമ്പറ്റേറ്റേഴ്സ് മെയിൻലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസുകൾ എന്താ, ത്രെഡ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ത്രെഡ്സ് നിങ്ങൾക്ക് ഓവർകം ചെയ്യുകയാണ് കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. സോ നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം വൈഡ്ലി പോയിട്ടില്ല, ബട്ട് നമുക്ക് മെയിൻ ആയിട്ട് കവറപ്പ് ചെയ്യേണ്ട 7 ടോപ്പിക്സ് നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ ഹാൻഡ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു സെൽഫ് തോട്ട് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുന്ന ഹാൻഡ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാൻഡ് ബുക്ക്. ഇതിൻ്റെ അകത്ത് ഞാൻ മുൻപ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതിന്റെ വർക്ക് ഫ്ലോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കുറെ അധികം വീഡിയോസുകൾ അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ റോഡ് മാപ്പ് പോലെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഫണ്ടമെന്റൽസ്
ടോപ്പിക്സ് ഉണ്ട്. SEO എന്താണ്, മെറ്റാ ആഡ്സ് എന്താണ്, PPC എന്താണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്, CRO എന്താണ്, വെബ് ഡെവലപ്മെന്റ്, ഇങ്ങനെ പലധികം ടോപ്പിക്സുകൾ അതിൻ്റെ അകത്ത് കവറപ്പ് ചെയ്ത്. ഇതിൻ്റെ അകത്ത് ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ, പിന്നെ ഇംഗ്ലീഷ് വീഡിയോസ് ആണ്. യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോസ് കൃത്യമായി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് റോഡ് മാപ്പ് പോലെ ഓരോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ പോയാലും മിനിമം 50K വേണം. ബട്ട് ഇത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് അതിനൊരു 1% പോലും നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചെറിയൊരു എമൗണ്ട്, നിങ്ങൾക്ക് 50Kയുടെ 1% പോലും ഇതിന് ആകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക. സോ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെ കംഫോർട്ട് സോണിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വാൻസ് കോഴ്സ് എടുക്കുന്ന മുമ്പ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാൻഡ് ബുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഫ്രീലാൻസർ ആണ്, അല്ലെങ്കിൽ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് പടം സെർച്ച് ഔട്ട് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്ത് വീഡിയോസ് കാണാനും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ ഡൗട്ട്സുകൾ കവറപ്പ് ചെയ്ത് പോകാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാൻഡ് ബുക്ക് വേണം, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ആ ലിങ്കിലൂടെ കയറി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനും കാര്യമൊക്കെ തന്നെ പറ്റുന്നത് ആയിരിക്കും. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റികളിലെല്ലാം ജോയിൻ ചെയ്യും. കമ്മ്യൂണിറ്റീസിൻ്റെ ലിങ്ക് എല്ലാം ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗട്ട് കാര്യമൊക്കെ ചോദിക്കാനും കാര്യമൊക്കെ തന്നെ പറ്റുന്നതും ആയിരിക്കും. നെക്സ്റ്റ് വീഡിയോ മുതൽ എന്താണ് SEO എന്നാണ് പഠിച്ചു തുടങ്ങാൻ പോലെ ആ വീഡിയോസ് ഞങ്ങൾക്കായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.